ദൈവവചന ശുശ്രൂഷകളിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തകൾക്ക് ആധാരമായി നാം വായിക്കുന്ന വാക്യം പഴയ നിയമ പ്രവചന പുസ്തകമായ ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ദൈവവചന ചിന്തകൾക്ക് ആധാരമായി നാം വായിച്ച് കേൾക്കപ്പെടുകയാണ്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. അടുത്ത വാക്യം കൂടെ. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തത് ഞാൻ വിശ്വസിക്കുകയാണ്. എടുത്ത ദൈവമക്കൾ ഒരുമിച്ചൊന്ന് വായിച്ചാട്ടെ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒരുമിച്ച് വായിച്ചേ. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളെ യഹോവയെ സ്തുതിക്കുവിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യങ്ങൾ. പഴയ നിയമ പ്രവചന പുസ്തകമായ ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ ഇരമ്യാവ് ഇസ്രായേലിനെ നോക്കി പറയുന്ന ശക്തമായൊരു ദൂതാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേൾക്കപ്പെട്ടത്. പഴയ നിയമത്തിനകത്ത് പ്രവാചക പുസ്തകങ്ങളെ 2 ഭാഗങ്ങളാക്കി തരംതിരിക്കുന്നു. വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും. അതിൽ വലിയ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന ശക്തന്മാരായ പ്രവാചകന്മാരാണ് യെശയ്യാവ്, ഇരമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ, 4 പ്രവാചകന്മാർ. ശേഷം വരുന്ന 12ഓളം പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാരെന്ന ഗണത്തിനകത്താണ് പെടുത്തുന്നത്. സ്തോത്രം. ബൈബിൾ സെമിനാറിലൊക്കെ പഠിപ്പിക്കുമ്പോൾ സാധാരണ വലിയ പ്രവാചകനെന്നും ചെറിയ പ്രവാചകന്മാരെന്നും തരംതിരിച്ച് പുസ്തകങ്ങളെ പഠിപ്പിക്കുന്നൊരു പതിവ് ഉണ്ട്. വലിയ പ്രവാചകന്മാരെന്ന യെശയ്യാവ്, ഇരമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ 4 പ്രവാചകന്മാരെ അറിയപ്പെട്ടതിൻ്റെ പിന്നിലെ കാരണം അവർക്ക് ഇച്ചിരി നീളം കൂടുതലുള്ളത് കൊണ്ടോ വണ്ണം ഉള്ളത് കൊണ്ടോ ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അവരെഴുതിയ പുസ്തകങ്ങളുടെ അധ്യായങ്ങൾ വളരെ വലുതാണ്. സ്തോത്രം. എന്നാൽ ഹബക്കൂക്ക്, സെഫനിയാവ്, ഹഗ്ഗായി, മീക്ക, മലാക്കി എന്നീ പ്രവാചകന്മാർ എഴുതിയ പുസ്തകങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം ഭയങ്കര കുറവാണ്. ആകയാൽ അവരെ ചെറിയ പ്രവാചകന്മാരെന്ന് അറിയപ്പെടുന്നു. പഠന സൗകര്യത്തിന് വേണ്ടി 2 ഭാഗങ്ങളാക്കി അതിനെ തരം തിരിച്ചു പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇരമ്യാവ് എന്ന് പറയുന്നത് വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ വിടുന്ന ഒരു അഭിഷക്തനാണ് ഇരമ്യാവ് എന്ന് പറയുന്നത്. ഇരമ്യാവ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് കുഞ്ഞു പ്രായത്തിലാണ്. പ്രിയരെ, പഴയ നിയമത്തിനകത്ത് ആകെ കൂടെ 3 അഭിഷേകങ്ങളേ ഉള്ളൂ. 3 അഭിഷേകങ്ങളെ പഴയ നിയമത്തിനുള്ളൂ. പഴയ നിയമത്തിലെ 1-ാമത്തെ അഭിഷേകമാണ് രാജകീയ അഭിഷേകം. ഒന്ന് പറയാമോ? പഴയ നിയമത്തിലെ 2-ാമത്തെ അഭിഷേകമാണ് പൗരോഹിത്യ അഭിഷേകം. എന്ന് പറയാമോ? പഴയ നിയമത്തിലെ 3-ാമത്തെ അഭിഷേകമാണ് പ്രവാചക അഭിഷേകം. എന്ന് പറഞ്ഞേ. പഴയ നിയമത്തിനകത്ത് 3 അഭിഷേകങ്ങളേ ഉള്ളൂ. അതാണ് രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഇത് 3 അഭിഷേകങ്ങളല്ല. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഇത് 5 അഭിഷേകങ്ങളാണ്. 5-ഫോൾഡ് മിനിസ്ട്രി എന്നൊക്കെ പറയാറുണ്ട്. പുതിയ നിയമത്തിലെ 1-ാമത്തെ അഭിഷേകമാണ് അപ്പോസ്തലിക അഭിഷേകം, 2 പ്രവാചക അഭിഷേകം, 3 ഇടയൻ്റെ മേൽ കൊടുക്കുന്ന പാസ്റ്റർ മിനിസ്ട്രി, ഇടയ ശുശ്രൂഷ, 4 ഉപദേഷ്ടാവിൻ്റേത്, 5 സുവിശേഷകൻ്റേത്. അപ്പോൾ പഴയ നിയമത്തിനകത്ത് 3 അഭിഷേകവും പുതിയ നിയമത്തിനകത്ത് അത് 5 അഭിഷേകങ്ങളുമാണ്. ഈ പഴയ നിയമത്തിലെ 3 അഭിഷേകത്തിലും പുതിയ നിയമത്തിലെ 5 അഭിഷേകത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരഭിഷേകമാണ് പ്രവാചക അഭിഷേകം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ 3-ഫോൾഡ് മിനിസ്ട്രിക്കകത്തും ഉണ്ടത്, പുതിയ നിയമത്തിൽ 5-ഫോൾഡ് മിനിസ്ട്രിക്കകത്തും ഉണ്ടത് പ്രവാചക അഭിഷേകം. ഈ പ്രവാചക അഭിഷേകം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയല്ല കേട്ടോ. സ്തോത്രം. ഒരു വ്യക്തിയുടെ മേൽ, ഒരു കുടുംബത്തിലെ ഒരാളുടെ മേൽ, ഒരു പട്ടണത്തിൽ ഒരു വ്യക്തിയുടെ മേൽ ദൈവം പ്രവാചക അഭിഷേകം ഏൽപ്പിച്ചാൽ ആ മനുഷ്യനോട് ദൈവം പറയാതെ ആ നാട്ടിൽ ദൈവം ഒന്നും ചെയ്യാറില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിത്തെ യോഗത്തിനകത്തിരിക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഈ യോഗത്തിൽ ഒരു പ്രവാചക അഭിഷേകം ഞങ്ങളുടെ ശിരസിനകത്ത് കത്തിയാൽ ഞങ്ങളോട് പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തിൽ ദൈവം ഒന്നും ചെയ്യാറില്ല. സ്തോത്രം. പ്രിയരെ, നിങ്ങളുടെ വീടിനകത്ത് എന്തെങ്കിലും സംഭവിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ദൈവം അത് വെളിപ്പെടുത്താൻ ശക്തനാണ്. സ്തോത്രം. കണ്ടോ? എന്തെങ്കിലും ഒന്ന് സംഭവിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഒരു പ്രവാചകനോട് ദൈവം സംസാരിച്ചിരിക്കും. സ്തോത്രം. അതുമാത്രമല്ല, പഴയ നിയമത്തിലെ പ്രവാചക അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ എവിടെയാണോ എല്ലാം അവസാനിപ്പിക്കുന്നത് അവിടാണ് ഒരു പ്രവാചകനെല്ലാം ആരംഭിക്കുന്നത്. സ്തോത്രം. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആത്മാവിൽ വിശ്വസിച്ചിട്ട് പറയണം, കർത്താവേ, മറ്റുള്ളവർ നിർത്തിയിടത്ത് നിന്ന് ചിലത് തുടങ്ങാൻ ഒരു പ്രവാചക അഭിഷേകം ഞങ്ങളുടെ ശിരസിനകത്ത് ദൈവം പകരണം. സ്തോത്രം. പഴയ നിയമത്തിനകത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് ദാൻ എന്ന. ദാൻ വായിച്ചിട്ടുണ്ടോ? ദാൻ.
ദാനിനകത്ത് വാടുന്നൊരു സ്വാധീനം ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, ദാൻ എന്ന് പറയുന്നത് വഴിക്കകത്ത് പതിയിരിക്കുന്ന ഒരു പാമ്പാണത്രേ. സ്തോത്രം. എന്ന് വെച്ചാൽ ദാനിനകത്തൊരു പാമ്പിൻ്റെ ശക്തി നിറഞ്ഞാടുന്നുണ്ട്. ഈ പാമ്പിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ പാമ്പ് എപ്പോഴും ഒന്നും തലപൊക്കത്തില്ല. ഈ പാമ്പ് തലപൊക്കണമെങ്കിൽ വാക്തത്വ സന്തതി കുതിരപ്പുറത്ത് വരണം. സ്തോത്രം. ഒരു വാക്തത്വ സന്തതി കുതിരപ്പുറത്ത് വരുന്നത് കണ്ടാൽ ദാനിനകത്തെ പാമ്പ് തലപൊക്കും. എന്നിട്ട് ഈ കുതിരയുടെ കുതികാലെ കയറി പിടിക്കും. കുതിര തള്ളി താഴെ വീഴും. കുതിര വീഴുന്നതല്ല നമ്മുടെ വിഷയം. കുതിര വീണാൽ കുതിരപ്പുറത്തുള്ളവൻ വീഴും. അപ്പോൾ കുതിരപ്പുറത്തുള്ളവൻ്റെ യാത്രയെ അവസാനിപ്പിക്കാൻ പാകത്തിൽ നിറഞ്ഞാടുന്ന പാമ്പിൻ്റെ ശക്തിയുള്ള സ്ഥലം അത്രേ ദാൻ. എന്ന് വെച്ചാൽ പപ്പ പോയിട്ട് വരാൻ കേട്ടോ, പപ്പയെ നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനം ചെയ്യുന്ന പപ്പ വാക്തത്വ സന്തതിയാണെങ്കിൽ അവൻ യാത്ര ചെയ്ത് ദാനിനകത്തൂടെ വരുമ്പോൾ ദാനിനകത്ത് മറഞ്ഞിരിക്കുന്ന പാമ്പ് തലവെക്കും. ഈ പപ്പയുടെ യാത്ര ചെയ്യുന്ന കുതിരയുടെ കുതികാലെ കയറി പിടിക്കും. കുതിര വീഴും. കുതിര വീണാൽ ഈ കുതിരപ്പുറത്തുള്ളവൻ വീഴും. കുതിരപ്പുറത്തുള്ളവൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ പാകത്തിൽ ദാനിനകത്തൊരു പാമ്പിൻ്റെ ശക്തി നിറഞ്ഞാടുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും യാത്ര വന്ന് നിൽക്കുന്ന സ്ഥലം ദാനിന് അപ്പുറത്തോട്ട് പോകാൻ ആർക്കും പറ്റത്തില്ല. അതിങ്ങനെ പാമ്പ് നിറഞ്ഞാടുന്ന ശക്തിയാണ്. അപ്പോൾ എല്ലാവരുടെയും യാത്ര അവസാനിക്കുന്ന മണ്ണ്. എന്നാൽ പഴയ നിയമത്തിനകത്തൊരു മാതാവുണ്ട്. ആ മമ്മിയുടെ പേര് ഹന്ന എന്ന. ഹന്നത്ത് ഹൃദയ തകർച്ചയോടെ ദൈവത്തോട് കരഞ്ഞു. കരഞ്ഞപ്പോൾ ഉദരം തുറന്ന് ദൈവം ഒരു വാക്തത്വ സന്തതിയെ കൊടുത്തു. പേര് ശമൂവേൽ എന്ന. ശമൂവേൽ ഒരു പ്രവാചകന. ആ മനുഷ്യൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സ്ഥലം ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ദാൻ മുതൽ ബേർഷേബ വരെ തൻ്റെ ശുശ്രൂഷ നടത്തി. അർത്ഥം, മറ്റുള്ളവർ പാമ്പ, പൈശാചികമ, ബന്ധനമ എന്ന് പറഞ്ഞ് നിർത്തിയിടത്ത് പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ മിനിസ്ട്രി ആരംഭിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ഈ രാത്രി ഞാൻ വിശ്വസിച്ചൊരു പദം പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യാത്ര അവസാനിക്കുന്ന രാത്രിയല്ല ഇത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ യാത്രകൾ ആരംഭിക്കുന്ന രാത്രിയാണിത്. സ്തോത്രം. ഏത് നിറഞ്ഞാടുന്ന പാമ്പിൻ്റെ ശക്തി വാടുന്ന സ്ഥലമാണെങ്കിലും അകത്ത് അഭിഷേകമുള്ളവർ ആത്മാവിൽ ഇന്ന് രാത്രി പറയണോ, എൻ്റെ കുഞ്ഞിൻ്റെ യാത്രകൾ അവസാനിക്കുന്ന രാത്രിയല്ല, എൻ്റെ കുഞ്ഞിൻ്റെ യാത്രകൾ ആരംഭിക്കുന്ന രാത്രിയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെങ്കിൽ വാഴുന്ന പാമ്പിന്റെ കൊടികുത്തി വാടുന്ന പൈശാചിക സ്വാധീനം. ഇന്ന് രാത്രി ഞാൻ അത് പറയുമ്പോൾ തന്നെ ഈ ദേശത്തെ നോക്കി ആത്മാവിൽ പറയണോ, എത്ര പാമ്പിന്റെ ശക്തികൾ ഈ ദേശത്തിനകത്ത് നിറഞ്ഞാടുന്നെങ്കിലും യേശുവിന്റെ നാമത്തിൽ എത്ര പാമ്പിന്റെ പൈശാചികത്തിന്റെ സ്വാധീനം ഒരപ്പുറം പടത്തെ വിടത്തില്ലെന്ന്, ഒരപ്പുറെ കൊണ്ടുപോകത്തില്ലെന്ന്, ഒരു പരിധിക്കപ്പുറം നിനക്ക് നന്മ കാണാൻ കഴിയത്തില്ലെന്ന്, ഇവിടെ നിന്റെ യാത്രകൾ അവസാനിക്കുമെന്ന് പറയുന്ന പാമ്പ് നിറഞ്ഞാടുന്ന സ്വാധീനമുള്ള മണ്ണിനെ നോക്കി അഭിഷേകമുള്ളവർ ആത്മാവി പറ, പാമ്പ് നിറഞ്ഞാടുന്ന ശക്തിക്കകത്ത് അത്ര എൻ്റെ ശുശ്രൂഷകൾ ഞാൻ ആരംഭിക്കാൻ പോകുന്നത്. ഇതൊരു ദൂതാണ് കേട്ടോ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഇന്ന് രാത്രി പറയണോ, ഈ രാത്രി യാത്രകൾ അവസാനിക്കുന്ന രാത്രിയല്ല, നിങ്ങളുടെ തലമുറകളെ നോക്കി ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ച് പറയാം, ആ കുഞ്ഞിന്റെ യാത്ര നിൽക്കുന്ന രാത്രിയല്ല. ഏത് പാമ്പിന്റെ ശക്തി നിറഞ്ഞാടുന്ന സ്വാധീനത്തിലും അവന്റെ യാത്രകളെ ആരംഭിപ്പിക്കുന്ന ഒരു എനിക്കറിയാം അടുത്തൊരു വഴി തുറക്കാൻ വേണ്ടി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അടുത്തൊരു പക്ഷെ പാമ്പാണല്ലോ പാസ്റ്ററെ, പൈശാചികമാണല്ലോ. ദാനിനകത്ത് വഴികളെ തുറന്നൊരു മഹത്വം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ അത് വാടാൻ പോകും. അതിന് ഞങ്ങൾ ഇപ്പോൾ സ്തോത്രത്തോട് ലോർഡ് ദ ഹോളി സ്പിരിറ്റ് രാമനം ശാപകരം ബാനകസ്തുരം ശമാനകസ്തരം ധേനകസ്യാമന. ഇതിന്ന് രാത്രി വാക്തത്വ സന്തതി കുതിരപ്പുറത്തു വരുന്നവന്റെ യാത്രകളെ അവസാനിപ്പിക്കുന്ന രാത്രിയല്ല, അത് യാത്രകളെ ആരംഭിപ്പിക്കുന്ന രാത്രി. യെസ് ലോർഡ് ദ ഹോളി സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ. കണ്ടോ പ്രിയരെ, ആ വാക്കൊരിക്കലും മറക്കരുത്. ഇതിൻ്റെ ആമുഖ സന്ദേശമാണ് കേട്ടോ. പ്രവാചക അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളവരുടെ യാത്രകൾ അവസാനിക്കുന്നിടത്ത് അവൻ തൻ്റെ യാത്രകൾ പാമ്പിൻ്റെ കുതികാലെ വെട്ടിക്കൊണ്ട് ആരംഭിച്ചിരിക്കും. സ്തോത്രം. നിൽക്കട്ടെ, ഇത് ഇരമ്യാവെന്ന് പറയുന്ന ഒരു പ്രവാചകനാണ്. ഇരമ്യാവെന്ന് പറയുന്ന ഒരു പ്രവാചകനാണ്. ഈ മനുഷ്യനെ ദൈവ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് കുഞ്ഞു പ്രായത്തിലാണ്. ബൈബിളിൻ്റെ ഭാഷ ഞാൻ പറയാം, ബാലനായിരിക്കുമ്പോൾ. ഒന്ന് പറഞ്ഞേ, ബാലൻ. ബാലൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാ പ്രായം കാണും? പറ, നിങ്ങൾ പറ. ബാലൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പ്രായം കാണും? എന്നെ നോക്കല്ലേ, ഞാനത് കഴിഞ്ഞതാ. പിന്നെ എനിക്ക് പുട്ടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ നിങ്ങളെ ഒട്ടും നോക്കരുത്, പണ്ടേ കഴിഞ്ഞതാ. അപ്പോൾ പിന്നെ ബാലൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പ്രായം കാണും? പറഞ്ഞ എത്ര കാണും? ഒരു 10, 11, 12, 13, 14, 15. 15 വയസ്സിനകത്തുള്ളവരെ വേണമെങ്കിൽ ബാലന്മാരെന്ന് എന്ത് ചെയ്യാം? വിളിക്കാം. 15 വയസ്സിനകത്തുള്ള. എന്തോ വയസ്സായി? എത്ര വയസ്സായി? 10. കറക്റ്റ് ആട്ടോ, ബാലന. സ്തോത്രം. ഉണ്ടോ? ഉദാഹരണം പറയാൻ ഭാഗത്ത് ഫ്രണ്ടിൽ വന്നിരിക്കുക. സ്തോത്രം. ബാലന. മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ,
ഈ ഒരു പയ്യന്റെ അടുക്കൽ ചെന്നിട്ട്, മകളെ, ഒറ്റവാക്കിനാൽ ഭൂലോകത്തെ പടച്ചുണ്ടാക്കിയ തമ്പുരാൻ, ഒറ്റവാക്കിനാൽ ഭൂലോകത്തെ പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നിട്ട് ഈ പ്രായത്തിലുള്ളൊരു പയ്യനെ നോക്കിയിട്ട് പറയുക, ശ്രദ്ധിച്ചു കേട്ടോണേടാ, ഇടിക്കാനും പൊളിക്കാനും പണിയാനും നടാനും നനയ്ക്കാനും അമ്മയുടെ ഉദരത്തിനൊക്കെ തുരുവാകുന്നതിനേക്കാൾ മുമ്പ് കണ്ടു വിളിച്ചു വേർതിരിച്ചു വിശദീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി അഭിഷേകം ചെയ്യാം. വല്ലതും മനസ്സിലായോ? ഇല്ല. ഇതുപോലെ ഇരമ്യാവിനും എന്ത് ചെയ്തില്ല? ഒന്നും മനസ്സിലായില്ല. ഇരമ്യാവ് ചോദിച്ചു, ഞാനോ, എന്നെ കൊണ്ടോ, ഞാനോ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ ഇരമ്യാവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 10 കൂട്ടം കാര്യങ്ങളെ പറഞ്ഞ് ദൈവം ശക്തീകരിക്കുന്ന അധ്യായമാണ് 1. സ്തോത്രം. ഉണ്ടോ? ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു ക്യൂരിയോസിറ്റി വീടുന്നു. 1-ാം അധ്യായത്തിൽ 10 ശക്തീകരണത്തിൻ്റെ വാക്കുണ്ടോ വാസേ? ഉണ്ടെന്നേ. അങ്ങനെയാണ് ഈ അധ്യായം ഒന്ന് വായിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇരുന്ന് വായിക്കാൻ മെനക്കെടരുത്. വായിച്ച് തീരുമ്പോൾ പ്രസംഗവും തീരും. സ്തോത്രം. അതുകൊണ്ട് വീട്ടിൽ പോയി വായിക്കണം. 1-ാം അധ്യായം 10 കൂട്ടം കാര്യങ്ങളെ പറഞ്ഞ് ഇരമ്യാവിനെ ദൈവം ശക്തീകരിക്കുക. അത് ശക്തീകരണത്തിൻ്റെ ഒരു വാക്ക് ഞാൻ പറയാം, ഒറ്റ വാക്ക് പറയാം. ഇരമ്യാവേ, എന്നാ? ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്നത് മനുഷ്യനല്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു സംഘടനാ നേതാവല്ല. ഭയപ്പെടേണ്ട കേട്ടോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഇരമ്യാവിനെ ഉണ്ടാക്കിയ ദൈവം തൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ട് പറയുക, പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന നമ്മുടെ ചിലരെയെങ്കിലും കരം പിടിച്ച് ഇന്ന് രാത്രി തമ്പുരാൻ പറയട്ടെ, പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട കേട്ടോ. എന്ത് വിഷയം വന്നാലും ഭാരപ്പെടേണ്ട കേട്ടോ. ഇനി പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലോ, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലോ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. അകത്ത് ഇതൊരു ചെറിയ വാക്കാ കേട്ടോ, ഇതൊരു സാധാരണ പദമാ. ആ വാക്കിനകത്ത് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, എൻ്റെ വലങ്കരത്തിനകത്തൊരുത്തൻ പിടിച്ചിട്ടുണ്ട്, എൻ്റെ വലങ്കരത്തിനകത്തൊരുത്തൻ പിടിച്ചിട്ടുണ്ട്. ആ ഉറപ്പില ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിനെ ആരാ പേടിക്കേണ്ട, ഡോൺ വറി, ഞാൻ നിന്നോട് കൂടെ ഉണ്ടമ്മ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്ന കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. കണ്ടോ? പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇരമ്യാവിനെ ദൈവം ശക്തീകരിച്ച് പുറത്തു കൊണ്ടുവരിക. ഈ ഇരമ്യാവ് പ്രവചിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പറയുന്നൊരു ചരിത്രമാണ്, ശ്രദ്ധിച്ചു കേട്ടോണോ. ഈ ഇരമ്യാവ് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചനം ഇങ്ങനെ മുൻപിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയരെ, കൊട്ടാരത്തിൽ നിന്നൊരു വിളി വന്നു ഇരമ്യാവിന്. ഈ കൊച്ചു ചെറുക്കൻ ഇതൊക്കെ എന്നാ പ്രവചിച്ചേക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. കൊട്ടാരത്തിൽ നിന്നൊരു വിളി വന്നു. കൊട്ടാരത്തിൽ നിന്ന് അകത്തേക്ക് വന്നു. ഇരമ്യാവ് എഴുതി തയ്യാറാക്കിയ ചുരുളുകൾ നിവർത്താൻ തുടങ്ങി. എന്നിട്ട് പ്രവചനം വായിക്കാൻ തുടങ്ങി. 1, 2, 3, 4 ഭാഗം വായിച്ചപ്പോഴത്തേക്കും കസേരക്കകത്തിരിക്കുന്നവൻ്റെ ഇരുപ്പുറച്ചില്ല. അവൻ ചാടി എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ആ പുസ്തകത്തിന്റെ ചുരുളിങ് തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് അതൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് കണ്ടമായി മുറിച്ചു. എന്നിട്ട് അത് നെരിപ്പോട്ടിലെ തീക്കകത്തിട്ട് ചുട്ടും കളഞ്ഞു. സ്തോത്രം. ഇരമ്യാവ് ചങ്ക് കീറി എഴുതി തയ്യാറാക്കിയ ആദ്യത്തെ പ്രവചന പുസ്തകം കത്തി നശിപ്പിക്കപ്പെട്ടു. അത് അവസാനിച്ചു പോയി, അത് കഴിഞ്ഞു പോയി. കണ്ടോ? ചിലരൊക്കെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കിത് കൊട്ടാരക്കരയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പുതിയ സംഗതി പോലെ ഇരിക്കുന്നു പാസ്റ്റേ. അല്ല, ബൈബിളിനകത്തുള്ളതാന്നേ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതൊന്നുമല്ല. സംശയമുണ്ടോ? വായിച്ചു നോക്ക്. 36-ന്റെ 23-ാമത്തെ വാക്യം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 36-ന്റെ 23-ാമത്തെ വാക്യം. ഇരമ്യാവ് 36-ന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദി 3-4 ഭാഗം വായിച്ചപ്പോഴത്തേക്കും യഹൂദി 3-4 ഭാഗേ വായിച്ചോളൂ. വായിച്ചപ്പോഴത്തേക്കും രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു എഴുത്തുകാരൻ്റെ കത്തി എടുത്തുകൊണ്ട് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവ് ഇരമ്യാവ് തയ്യാറാക്കിയ ആദ്യത്തെ പുസ്തക ചുരുളുകൾ കത്തി നശിപ്പിച്ചു. ഈ നശിപ്പിച്ചപ്പോൾ അപ്പുറം നിൽക്കുന്നവരൊക്കെ പറഞ്ഞു, അച്ഛാ രാജാവെ അത് നശിപ്പിക്കല്ല് എന്ന് പറഞ്ഞിട്ടും രാജാവ് അത് നശിപ്പിച്ചു. അവിടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൂത് പറയാം, പ്രവചനത്തിന്റെ പുസ്തക ചുരുളുകൾ നശിപ്പിക്കാൻ ലോകത്തിലെ രാജാക്കന്മാർക്ക് കഴിയുമായിരിക്കാം. പക്ഷേ അകത്ത് വ്യാപരിച്ച പ്രവചന ശക്തിയെ തകർക്കാൻ ലോകത്തിന്റെ ഒരു സ്വാധീനത്തിനും കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു പക്ഷെ വേദപുസ്തകം കത്തി നശിപ്പിക്കാൻ പൈശാചിക ശക്തികൾക്ക് കഴിയുമായിരിക്കാം അച്ഛാ. പക്ഷെ വചനത്തിന്റെ സത്ത കത്തി നശിപ്പിക്കാൻ ലോകത്തിന്റെ ഒരു സ്വാധീനത്തിനും കഴിയത്തില്ല. നിങ്ങളുടെ അകത്ത് വീണ ദൈവശക്തിയെ നശിപ്പിക്കാൻ ലോകത്തിന്റെ ഒരു സിസ്റ്റങ്ങൾക്കും കഴിയത്തില്ല. നിങ്ങളുടെ അകത്ത് വീണ വിശ്വാസത്തെ കെടുത്താൻ ലോകത്തിന്റെ ഒരു സിസ്റ്റത്തിനും പറ്റത്തില്ല. ഇവിടുത്തെ സഭ പൂട്ടിക്കെട്ടാൻ പിശാചിന് പറ്റുമായിരിക്കാം. പക്ഷെ അകത്ത് വീണ ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തിനെ നശിപ്പിക്കാൻ ലോകത്തിന്റെ ഒരു സ്വാധീനത്തിനും പറ്റ
ില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇരമ്യാവ് എഴുതി തയ്യാറാക്കിയ ചുരുളെല്ലാം നശിപ്പിച്ചു. എന്നിട്ട് ഇരമ്യാവിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടു. ആ ബുദ്ധ കേൾക്കണേ, ഇരമ്യാവിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടു. ഇരമ്യാവിനെ ചെളിക്കകത്ത് കാഴ്ത്തിവെച്ചു. ഇരമ്യാവിനെ പൊട്ടക്കുഴിക്കകത്ത് ആമൻ അകപ്പെടുത്തി കളഞ്ഞു. ചങ്ങല കെട്ടി മനുഷ്യരെ ബിംബിച്ചു. ഇന്ന് രാത്രി ഞാൻ അടുത്തൊരു വാക്ക് പറയട്ടെ. ആമൻ അടുത്ത അധ്യായത്തിനകത്ത് ഇരമ്യാവിനെ കുരുക്കിയപ്പോ, ഇരമ്യാവിനെ ബന്ധിച്ചു നിർത്തിയപ്പോ, 1-ാം അധ്യായത്തിൽ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഇരമ്യാവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തിനാ 1-ാം അധ്യായത്തിൽ ദൈവം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് 37-ാം അധ്യായം മുതൽ വരാൻ പോകുന്ന ചില കഷ്ടതയുടെ തീച്ചൂളകളെ കണ്ടിട്ട് ദൈവം മുൻപ് കൂട്ടി ഇരമ്യാവിനെ ശക്തീകരിച്ചതാണെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? എന്തിനാ ഉപവാസ പ്രാർത്ഥന ഇന്ന് രാത്രി നടത്തുന്നേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ പാസ്റ്റേ, ഇപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ പാസ്റ്റേ, എന്നിട്ടും എന്തിനാ പാസ്റ്റേ 21 നടത്തുന്നേ? ഒറ്റ കാര്യം പറയാ, 21 കഴിയുമ്പോൾ വരാൻ പോകുന്ന ചില രൂക്ഷതയുടെ വിഷയം മനസ്സിലാക്കി ആത്മാവ് മുൻപ് കൂട്ടി അതിനെ തകർക്കാൻ ശക്തീകരണത്തിന് വേണ്ടി തമ്പുരാൻ നമ്മളെ പിടിച്ചിരുത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആച്ചാ, ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വരാൻ പോകുന്ന ചില തകർച്ചകളെ കണ്ടിട്ട്, വരാൻ പോകുന്ന ചില കാരാഗ്രഹങ്ങളെ കണ്ടിട്ട് ദൈവം മുൻപ് കൂട്ടി നിന്നെ അതിനകത്ത് പിടിച്ചിരുത്തിയിരിക്കുക. ഈ യോഗത്തിൽ വന്നിരുന്ന് ശക്തീകരണം ഏറ്റെടുത്താൽ അടുത്ത അധ്യായങ്ങളിൽ വരാൻ പോകുന്ന ചില ക്രൂശുകളെ ജയിപ്പാ ദൈവം നമ്മളെ ശക്തീകരിക്കും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ ഇരമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ തകർക്കപ്പെട്ടു പോയി. ആ തകർക്കപ്പെട്ടു പോയ മനുഷ്യൻ 33-ാം അധ്യായം നമ്മൾ വായിച്ച 11-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു ദൂത് എഴുതി വെച്ചിരിക്കുക. അതാണ് നമ്മുടെ പ്രസംഗവാക്യം എന്ന് പറയുന്നത്. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാകും. കണ്ടോ, ഇരമ്യാവ് 33:11 പറയുക, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാകും. ആ വാക്ക് മാത്രം എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും. ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും. വിശ്വസിച്ച് പറഞ്ഞേ, ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും. പകൽ പറഞ്ഞതുപോലെ നിന്റെ കണ്ണ് നനയ്ക്കുമടാ, നിന്നെ കരഞ്ഞ് കരഞ്ഞ് മെഴുകുതിരി ഉരുക്കി തീർക്കുന്നത് പോലെ നിന്നെ തീർത്ത് കളയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ശത്രുവിനെ നോക്കി നിങ്ങൾ പറയണോ, ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും, ഇനിയും സന്തോഷധ്വനി ഉണ്ടാകും. എൻ്റെ വീടിനകത്ത് വിലാപം മാത്രമേ അടിച്ചുവിടത്തോളമോ? ഏതോ പൈശാചിക ശക്തി പറയുന്നെങ്കിൽ അകത്ത് വിശ്വാസമുള്ളവർ പറ, അല്ല, എൻ്റെ വീടിനകത്ത് ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും, എൻ്റെ വീടിനകത്ത് ഇനി സന്തോഷത്തിൻ്റെ ധ്വനി ഉണ്ടാകും. ഇല്ല, നിന്റെ വീടിനകത്ത് കരച്ചിൽ മാത്രമേ കേൾപ്പിക്കത്തോളോ എന്ന് ഏതെങ്കിലും കുട്ടി പിശാച് പറയുന്നെങ്കിൽ എനിക്കറിയാം, ആ ഭാരത്തോടെ ഇരിക്കുന്നവർ യോഗത്തിനകത്തുണ്ട്. ഇത് വചനത്തിൻ്റെ ഏതോ മർമ്മം കേട്ടത് കൊണ്ടല്ല ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ഇത് ഞങ്ങളുടെ വിഷയത്തെ തൊടുന്ന ദൂതാകുന്നത് കൊണ്ടാ പാസ്റ്റർ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ഇനിയും എൻ്റെ വീടിനകത്ത് ആനന്ദമുണ്ടാകോ, ഇനിയും എൻ്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകോ. വിശ്വസിക്കുന്നവര് പറ, ഇനിയും എൻ്റെ സഭയ്ക്കകത്ത് ആനന്ദമുണ്ടാകോ, ഇനിയും എൻ്റെ സഭയ്ക്കകത്ത് സന്തോഷമുണ്ടാകോ. വിശ്വസിക്കുന്നവര് പറ, ഇനിയും എൻ്റെ തലമുറയ്ക്കകത്ത് ആനന്ദമുണ്ടാകോ, ഇനിയും എൻ്റെ തലമുറയ്ക്കകത്ത് സന്തോഷമുണ്ടാകോ, ഇനിയും എൻ്റെ ഭാവിക്കകത്ത് ആനന്ദമുണ്ടാകും. Yes Lord, the Holy Spirit. ഇനിയും എൻ്റെ ഭാവിക്കകത്ത് സന്തോഷമുണ്ടാകും. റിപ്പീറ്റ് ചെയ്ത് പറ, ഇനിയും എൻ്റെ വീടിനകത്ത് ആനന്ദമുണ്ടാകോ, ഇനിയും എൻ്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകോ. ഇസ്രായേലെ, ഇനിയും ആനന്ദഘോഷമുണ്ടാകോ, ഇനിയും സന്തോഷധ്വനി ഉണ്ടാകും. ഇനി ശാപമല്ല, ഇനിയും കെട്ടല്ല, ഇനിയും കുരുക്കല്ല, ഇനിയും ബന്ധനമല്ല, ഇനിയും നിനക്ക് ആനന്ദം മടക്കി തരൂ. ഉപവാസത്തിന്റെ 2-ാമത്തെ രാത്രി സ്വർഗം നമ്മളോട് ദൂത് പ്രവചിച്ചു പറയുക, ഇനിയും ആനന്ദം മടങ്ങി വരുമെന്ന്, ഇനിയും സന്തോഷം മടങ്ങി വരുമെന്ന്. വിശ്വസിക്കുന്നവർ മാത്രം വിട്ടേച്ചു വന്ന വീടുകൾക്കകത്തേക്ക് ആ ദൂത് വിളിച്ചു വരുത്തി പറ, എൻ്റെ വീടിനകത്ത് ആനന്ദം തളം കെട്ടി നിൽക്കോ, എൻ്റെ വീടിനകത്ത് സന്തോഷത്തിന്റെ ധ്വനി തളം കെട്ടി നിൽക്കോ. ദേശത്തിനകത്ത് മൊത്തവും ഫലാപങ്ങൾ തളം കെട്ടിയാലോ എൻ്റെ വീടിനകത്ത് ചില സന്തോഷം മടങ്ങി വരൂ. വിശ്വസിക്കുന്നവർ കരവും ശബ്ദം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നത് കണ്ടോ. ഇനിയും ആനന്ദം ഉണ്ടാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇച്ചും കൂടെ ശ്രദ്ധിച്ചേക്കണേ. ഒരു തമാശയൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയത്തില്ല കേട്ടോ. ഒരു ബാലരമ കഥ, ഒരു അങ്ങനൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയില്ല. ഈ വചനം തന്നെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇനിയും ആനന്ദം ഉണ്ടാകും എന്ന് ഇരമ്യാവ് പറയുമ്പോൾ, ഇരമ്യാവ് ഇരിക്കുന്ന സ്ഥലം എവിടാന്നറിയണം. ഇരമ്യാവ് ഇരിക്കുന്നത് എവിടാ? പട്ടുമെത്തയിലാണോ, ചുവന്ന പരവതാനിയിലാണോ, പൂമാലയുള്ള സ്ഥലത്താണോ, സ്വോത്രാശയം പറയുന്ന ജനത്തിന്റെ നടുവിലാണോ? ഇരമ്യാവ് എവിടെ ഇരിക്കുന്നത്? 33-ന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് രേഖ
രേഖപ്പെടുത്തിയിരിക്കുക. യിരെമ്യാവ് എവിടെ ഇരിക്കുന്നത്? 33:1 വായിച്ച് കേൾപ്പിച്ചേ ആൻറ്റി. യിരെമ്യാവ് 33:1 വാക്യം പറയും. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോ, അപ്പൊ യിരെമ്യാവ് ഇപ്പൊ ഇരിക്കുന്നത് എവിടാ മാമേ? യിരെമ്യാവ് ഇപ്പൊ ഇരിക്കുന്നത് അടയ്ക്കപ്പെട്ട് കിടക്കുക, ഒതുക്കപ്പെട്ട് കിടക്കുക, രക്തം ക്ഷയമെടുക്കുന്നു, ഇടുക്കപ്പെട്ട് കിടക്കുക, ഇടുങ്ങിയിരിക്കുക. പക്ഷെ വായിന്ന് വരുന്ന ദൂത് ഇടുക്കത്തിൻ്റെതല്ല, വായിന്ന് വരുന്ന ദൂത് ആനന്ദത്തിന്റെ ദൂതാ. എന്ന് വെച്ചാൽ ഇരിക്കുന്ന സ്ഥലമല്ല നിന്റെ ദൂതിന്റെ ആഴം. മനസ്സിലാകുന്നോ? നിന്റെ വീടിന്റെ അന്തരീക്ഷമല്ല നിന്റെ ദൂതിന്റെ ആഴം. നിങ്ങൾ ഇരിക്കുന്ന ഇടുക്കത്തിൻ്റെതോ ഞെരുക്കത്തിൻ്റെതോ ഞെരുക്കത്തിന്റെ ഭവനത്തിനകത്തോ. പക്ഷെ വായിന്ന് വരുന്ന ദൂത് ഞെരുക്കത്തിൻ്റെതല്ല, വായിന്ന് വരുന്ന ദൂത് ആനന്ദത്തിന്റെ ദൂതാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇരിക്കുന്ന സ്ഥലം നോക്കി ദൂത് പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നു. ഇരിക്കുന്ന സ്ഥലം നോക്കി പ്രവചിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ. നീ വന്ന വണ്ടി ഏതാണെന്ന് ദൈവത്തിന് അറിയണ്ട, നീ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബ്രാൻഡഡ് നെയിം ഏതാണെന്ന് ദൈവത്തിന് അറിയണ്ട, നീ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ വേർഷൻ ഏതാ, അത് ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ, ഇത് തമ്പുരാൻ അറിയണ്ട. നിന്റെ വായെന്ന് വരുന്ന ദൂത് ആനന്ദത്തിന്റെ ദൂതായിരിക്കണം. വിശ്വസിക്കുന്നവര് പറ, ഇനിയും ആനന്ദഘോഷമുണ്ടാകും, ഇനിയും സന്തോഷത്തിന്റെ ധ്വനിയുണ്ട്. ഇരിക്കുന്നത് ഇടിക്കപ്പെട്ട കാവൽപുര മുറ്റത്താണെങ്കിലും പറയുന്ന ദൂതോ ശക്തിയുള്ള ദൂതായിരിക്കണം. ഒരൊറ്റ നെഗറ്റീവിന്റെ ശബ്ദം പറയരുത് കേട്ടോ, ഒരൊറ്റ നെഗറ്റീവിന്റെ ശബ്ദം പറയരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ പറയുക, നീ എത്ര ഭാരത്തിലൂടെ പോയാലും നിനക്ക് വഴി തുറക്കുമെന്ന് നീ പറയണോ, നിനക്ക് വാതിൽ തുറക്കുമെന്ന് നീ പറയണോ. നിന്റെ വായിന്ന് ഒറ്റ പരാതിയും വരരുത്. പിശാചിന് ഇഷ്ടം നീ പരാതി പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കണമെന്നാ. പക്ഷെ നീ ഇടുക്കത്തിൽ കടന്നാലും പറയണോ, എനിക്ക് ആനന്ദം മടങ്ങി വരൂ. നീ ഇടുക്കത്തിൽ കടന്നാലും പറയണോ, എനിക്ക് സന്തോഷം. യേശുവിന്റെ നാമത്തിൽ അറമനം ശാതകരം വേദകസി ഹത്തനാദിയാതന. രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വാഴുമവിനായി സ്തോത്രം. വ്യാപരിക്കുന്ന ദൂത് ചെറുതല്ല, വ്യാപരിക്കുന്ന ദൂത് ആനന്ദത്തിന്റെ ദൂത, വ്യാപരിക്കുന്ന ദൂത് സന്തോഷത്തിന്റെ ദൂത. അപ്പാ ഇവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുക. ഇന്ന് രാത്രി എന്തു പറയണമെന്ന് ചോദിച്ചപ്പോ ദൈവം എന്നോട് പറയാൻ പറഞ്ഞ വിഷയം ഇതാ. ഇരിക്കുന്നത് ഇടുക്കത്തില, ഇരിക്കുന്നത് കാവൽപുരമുറ്റത്ത, ഇരിക്കുന്നത് ഒതുക്കപ്പെടാൻ സാധ്യതയുള്ള മണ്ണില. പക്ഷെ വായിന്ന് വരുന്ന ദൂതോ അത് ആനന്ദത്തിന്റെ ദൂത്. യേശുവിന്റെ നാമത്തിൽ വായിന്ന് വരുന്ന ദൂതോ അത് സന്തോഷത്തിന്റെ ദൂത്. യേശുവിന്റെ നാമത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് മാത്രമേ പറ്റത്തോളൂ. വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം. Lord, the Holy Spirit, Rabala Kana Sikele Lekeni Lamphenia Shamphenia Rekenia Patrose Pavlose നീ കിടക്കുന്നത് എവിടെ? അവര് പറയും ഞങ്ങൾ കാരാഗ്രഹത്തില. പക്ഷെ വായിന്ന് വരുന്ന ദൂത് എപ്പോഴും സന്തോഷിപ്പീൻ. അതേ കാര്യം പിന്നെയും നിങ്ങൾ കെടുന്നതിലേക്ക് മടുപ്പില്ല, എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ നിങ്ങൾ ആനന്ദിപ്പീൻ. ആമേൻ. യോഹന്നാനെ നീ കിടക്കുന്നത് എവിടെ? യോഹന്നാൻ പറയും ഞാൻ കിടക്കുന്നത് വട്ടമിട്ട് പറക്കുന്ന കഴുകനുള്ള പത്മോസില. ഞാൻ കിടക്കുന്നത് എവിടെ? താഴെ ഇടജന്തുവുള്ള പത്മോസില. പക്ഷെ വായിന്ന് വരുന്ന ദൂതോ 7 സഭകളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടുകളാ വായിന്ന് വരുന്നത്. ഇന്ന് രാത്രിയിൽ ഇത് പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നെഗറ്റീവിന്റെ ശബ്ദം ലോകക്കാര് പറയൂ, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ പറയും എനിക്ക് സന്തോഷം മടങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വാഴുമവിനാ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്. യോസഫേ നീ കിടക്കുന്നത് എവിടെ? യോസഫ് പറയും ഞാൻ കിടക്കുന്നത് കാരാഗ്രഹത്തില. പക്ഷെ ഞാൻ കാണുന്ന സ്വപ്നം ചെറുതല്ല, ഞാൻ കാണുന്ന സ്വപ്നം വലിയ സ്വപ്നങ്ങളാണ്. മനസ്സിലാകുന്നു? നീ എവിടെ കിടക്കുന്ന ദൈവത്തിന് അറിയണ്ട, നിന്റെ വായിന്ന് വരുന്ന ദൂത് വലുതാണോ എന്ന് ദൈവത്തിന് അറിയണോ. വിശ്വസിക്കുന്നവര് പറ ഇനി ഞാൻ നെഗറ്റീവ് പറയത്തില്ല പാസ്റ്ററേ, ഇനി ഞാൻ പോസിറ്റീവ് പറയും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. കേട്ടോ, വായിന്ന് വരുന്ന തകർക്കപ്പെടാനിരിക്കുന്ന ഒരു കപ്പൽ, നശിക്കപ്പെടാനിരിക്കുന്ന കപ്പൽ, മരണഭീതിക്കകത്ത് ജനം കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഇടത്തോടെ വന്ന് പറയാ പേടിക്കണ്ടെന്ന്, പേടിക്കണ്ടെന്ന്. അമ്മ കപ്പലിന് ഛേദം വരും പക്ഷെ ജീവൻ ഹാനി വരത്തില്ലെന്ന്. അവർ ചോദിച്ചു നീ എന്നാടാ പറയുന്നേ? നമ്മൾ യാത്ര ചെയ്യുന്നത് കപ്പലിലല്ലേ? അതെ, കപ്പൽ തകർന്നാൽ നമ്മൾ തകരത്തില്ലേ? അച്ഛാ അത് ലോകത്തിന്റെ സിസ്റ്റം. അച്ഛാ കപ്പൽ തകർന്നാൽ നീ തകരും എന്നുള്ളത് ലോകത്തിന്റെ പഠിപ്പീര. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് പറയാ കപ്പൽ തകരും പക്ഷെ ജീവന് ഹാനി വരത്തില്ല. അവർക്കൊരു ആശങ്ക, നിന്നോടാരാത് പറഞ്ഞത്? ആ മനുഷ്യൻ പറയാ ഇന്നലെ രാത്രിയിലുണ്ടല്ലോ ഞാൻ സേവിക്കുന്ന എൻ്റെ ഉടയവൻ ഈ കപ്പലിനകത്ത് വന്നായിരുന്നെന്ന്. എന്ന് വെച്ചാൽ ഛേദം വരാനിരിക്കുന്ന കപ്പലിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്നിട്ട് സന്തോഷത്തിന്റെ ദൂത് പറയും, ജീവന് ഹാനി വരത്തില്ലെന്ന്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അപ്പൊ ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് ദൈവത്തിന് അറിയണ്ട. പ്രിയരെ, പഴയ നിയമത്തിനകത്ത് യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത്
ഒരു വാക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീ തീരത്ത് പ്രവാസികളിടയിൽ ഇരിക്കുമ്പോൾ 2 ശക്തികൾ, 2 സ്വാധീനങ്ങളാണ്. ഒന്ന് കേബാറിനകത്ത് എഹെസ്കേൽ ഇരിക്കുക, 2 പ്രവാസത്തിനകത്ത് എഹെസ്കേൽ ഇരിക്കുക. ഇത് ഇന്ന് രാത്രി ചിലരുള്ള ശബ്ദമാണ് കേട്ടോ. ഇരിക്കുന്ന 2 സ്വാധീനം, കേബാർ, 2 പ്രവാസത്തിന്റെ മണ്ണ്. എന്തുവാ കേബാർ? കേബാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എഹെസ്കേലിനെ സംബന്ധിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള സ്ഥലമാണ് കേബാർ. എന്ന് വെച്ചാൽ എഹെസ്കേലിന് ഒരു ഭാര്യ ഉണ്ടാകും, ആ ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യ അടക്ക ശുശ്രൂഷ നടത്തിയിരിക്കുന്നത് കേബാർ നദീതീരത്താ. നിങ്ങൾ പറ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം അലട്ടുന്ന മണ്ണിൽ വരുമ്പോൾ, ആ സെമിത്തേരിയിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാക്കുന്ന ഫീലിംഗ് എന്നാ? കൈയടിച്ച് അന്യഭാഷ പറയാനോ, സ്വോത്രം പറയാനോ? അല്ലച്ചാ, അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമ്മളെ ഭരിക്കും. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരിലുണ്ടായ വേർപാടിൻ്റെ ദുഃഖങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അവിടെ നമുക്ക് അന്യഭാഷ പറയാൻ പറ്റത്തില്ല, അവിടെ നമുക്ക് കൈയടിച്ച് കയറാൻ പറ്റത്തില്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള സ്ഥലം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡിപ്രഷൻ വ്യാപരിക്കുന്ന മേഖല. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഭയങ്കര ഗൗരവമായി തൊടാൻ പറയുന്നു. ഡിപ്രഷൻ ചിന്തിച്ചു ചുമ്മാ അതങ്ങ് കൂട്ടുക. ഇരിക്കുന്ന സ്ഥലം കേബാറാ പാസ്റ്ററെ. ഡിപ്രഷൻ എങ്ങനെ വരാതിരിക്കും? ഇരിക്കുന്ന സ്ഥലം വേർപാടിൻ്റെ ദുഃഖമുള്ള സ്ഥലമാ. എങ്ങനെ ഡിപ്രഷൻ വരാതിരിക്കും? അങ്ങ് ഡിപ്രഷനാ. ചിലർക്ക് കേബാർ, ചിലർ ഓഫീസ് സ്ഥലം, ചിലർക്ക് കേബാർ പോലെ. ചില കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ പറയും, പറച്ചാ ആ സ്കൂളിലോട്ട് പോകുമ്പോൾ, ആ കോളേജിലോട്ട് പോകുമ്പോൾ എനിക്ക് അവിടെ ഒരു കേബാർ പോലെ പലപ്പോഴും തോന്നാറുണ്ട്. ഒരു ഡിപ്രഷൻ, അങ്ങ് ഒരു സ്വസ്ഥതയിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ചിലർക്ക് വീടൊരു കേബാർ പോലെ. ഇന്ന് രാത്രി ആ ഡിപ്രഷന്റെ മേഖലകളെ നോക്കി ആത്മാവ് പറയുക, നിന്റെ കേബാർ നദീ തീരം. മറ്റൊരു ഭാഗത്ത് നിനക്കത് പ്രവാസത്തിന്റെ മണ്ണ്. ജനിച്ചു വളർത്തപ്പെട്ട നാടല്ല, പ്രവാസം. പ്രവാസികളുടെ അടിമ നുകം വെച്ച് കെട്ടുന്ന പ്രവാസികളുടെ മണ്ണിലിരിക്കുമ്പോൾ ഒരാറ്റ്മോസ്ഫിയർ ഇല്ലാത്ത മണ്ണ്. ഇരിക്കുന്നത് ഇടുക്കത്തിലാ. പക്ഷെ അടുത്ത വാക്ക് എഴുതി വെച്ചിരിക്കുക, എഹെസ്കേലിന് വേണ്ടി ദൈവം തന്റെ സ്വർഗം തുറന്നെന്ന്. സ്തോത്രം. അപ്പൊ ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് തമ്പുരാൻ അറിയണ്ട. നീ ഏത് ഇടുക്കത്തിൽ ഇരുന്നാലും നിന്റെ തലയ്ക്ക് മുകളിൽ ദൈവത്തിന്റെ സ്വർഗം തുറപ്പിക്കുക ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ വിശ്വസിക്കുന്നവർ ആത്മാവി പറ, എന്റെ വീടിനെ ലക്ഷ്യമാക്കി യേശുവിന്റെ നാമത്തിൽ എന്റെ കേബാറാകുന്ന വീടിനകത്ത് ദൈവത്തിന്റെ സ്വർഗം തുറക്കുമവന്. എന്റെ കേബാറാക്കുന്ന ഓഫീസ് സ്ഥലത്തിൽ ദൈവത്തിന്റെ സ്വർഗം തുറക്കുമവന്. ആ നെഗറ്റീവിന്റെ ശബ്ദങ്ങൾ പൊളിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. വഴി തുറക്കത്തില്ലെന്ന്, വാതിൽ തുറക്കത്തില്ലെന്ന് ഈ നെഗറ്റീവിന്റെ ശബ്ദം ഇന്ന് രാത്രി പൊളിയട്ടെ. എന്നിട്ട് നിനക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ ചോദിക്കട്ടെ, ആ റെലോവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി യോഗത്തിനൊക്കെ തൊണ്ട പറയരേ. സ്തോത്രം. പ്രവാചകാത്മാവി ചോദിക്കുകയല്ല. പ്രവാചകാത്മാവി ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയല്ല, അത് വന്നങ്ങ് സംസാരിച്ച് പ്രവചിക്കത്തേ ഉള്ളൂ. ഇത് പ്രാർത്ഥനാ വിഷയമായിട്ട് ചോദിക്കുക. അങ്ങനെ ഡിപ്രഷനുള്ള, ഭയങ്കര മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും പ്രസന്റിൽ നമ്മുടെ മീറ്റിങ്ങിനകത്ത് ഇന്ന് രാത്രി ഉണ്ടോ? അവരക്കാരൊന്ന് ഉയർത്തി കാണിക്കാമോ? അങ്ങനെ ഒരാളൊന്നും അല്ലല്ലോ. സ്തോത്രം. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം ആൻറ്റിമാരെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, സ്വസ്ഥതയില്ല. അങ്ങ് കേബാറ് പോലെ വാസ്റ്റേ, അങ്ങ് ഡിപ്രഷനാ. പിന്നെ ഓർക്കുമ്പോൾ അങ്ങ് ആവലാതിയാ. എങ്ങനെ ആ ദിവസം തള്ളി നിൽക്കും? ഇത് നീ പ്രവാസത്തിൽ കിടക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയും, ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന് അറിയണ്ട. നീ ഏത് ഇടുക്കത്തിൽ, ഏത് കാവൽപുരമുറ്റത്ത്, ഏത് പ്രവാസത്തിൽ കിടന്നാലും നിന്റെ തലയ്ക്ക് മുകളിൽ ദൈവം തൻ്റെ സ്വർഗം തുറക്കും. കാരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ യേശു കർത്താവ് താൻ ചോദിച്ച ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെ പറ, മനുഷ്യപുത്രനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എന്ന് പറ. ഉത്തരങ്ങൾ ഹീറോയിസം ആയിരുന്നു വെച്ചാൽ ഭയങ്കര ഹീറോയിസത്തിൻ്റെ മറുപടിയാ. നീ ഇരമ്യാവാണ്, നീ പ്രവാചകന്മാരാണ്, നീ മോശയാണ്, നീ ഏലിയാവാണ്, നീ യോഹൻ. അയ്യോ, എന്നാ മറുപടിയൊക്കെ വെളിപ്പെട്ട് വന്നതെന്നറിയാമോ? സ്തോത്രം. ഞാനിപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്നെത്തിയിട്ട്, അല്ലെങ്കിൽ നാളെ രാവിലെ അങ്ങാണ് കർത്താവിൻ്റെ ദാസൻ ബിനിൽ പാസ്റ്ററിനെ വിളിച്ചിട്ട്, പാസ്റ്ററെ സത്യസന്ധമായിട്ട് പറ, ഇന്നലെ പകലും രാത്രിയിലും ഞാൻ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചല്ലോ, സത്യസന്ധമായിട്ട് പറ, നിങ്ങൾ ആൾക്കാർക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാ പാസ്റ്ററെ? അങ്ങനെ ഞാൻ ചോദിക്കുകയല്ല, ഉദാഹരണം. സ്തോത്രം. അങ്ങനെ ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ മീറ്റിംഗ് കഴിയുമ്പോൾ ചാടിക്കുത്തി പോകുന്നവരല്ല, പാസ്റ്റിൻ്റെ അടുക്ക് വന്നൊരു അഭിപ്രായം പറയുന്നവരാണെങ്കിൽ, സ്തോത്രം, മീറ്റിംഗ് കഴിയുമ്പോഴേ ചാടിക്കുത്തി പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ല, പാസ്റ്റിനെ വന്ന് കൈയൊക്കെ ഒന്ന് കൊടുത്തിട്ട്, പാസ്റ്ററെ ശുശ്രൂഷ നല്ലതായിരുന്നു, പക്ഷേ പ്രയോജനപ്പെട്ടു, ഇല്ലേ പ്രയോജനപ്പെട്ടില്ലേ, ആ വിഷയത്തിൽ ദൈവനോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് നടത്തുന്നവർക്കൊരു സന്തോഷമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നാളെ കാണാൻ പാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ ചാടിക്കുത്തി പോകരുത് കേട്ടോ. സ്തോത്രം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ഫോൺ ചെയ്യുമ്പോൾ എന്നോട് പറയുകയാണെന്നിരിക്കട്ടെ, പാസ്റ്ററിൻ്റെ മീറ്റിംഗ് ഇന്നലെ പകലും രാത്രിയും കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ
ഒത്തിരി സഹോദരിമാർ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പാസ്റ്റർ ശുശ്രൂഷ കണ്ടിട്ട് ഒരു മോശയുടെ ശുശ്രൂഷ പോലെ തോന്നി, ഒരു മോശയുടെ മിനിസ്ട്രി പോലെ തോന്നി. അങ്ങനെ ബിനിൽ പാസ്റ്റർ എന്നോട് പറഞ്ഞാൽ ഞാൻ കൃതാർത്ഥനാ, സ്തോത്രം. കാരണം മോശ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സ്തോത്രം. ആരാ മോശ? പഴയ നിയമത്തിലെ ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ പാസ്റ്റർ, ആദ്യത്തെ പാസ്റ്റർ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് ഞാനാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കൃതാർത്ഥനല്ല, എനിക്ക് സന്തോഷവാച്ച, സ്തോത്രം. അത് മാത്രമല്ല, പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? പുള്ളിക്ക് ട്രാൻസ്ഫർ ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കണ്ണടയുന്നവരെ ഒരു സഭയുടെ പാസ്റ്റർ, സ്തോത്രം. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒറ്റ പ്രസംഗേ പുള്ളിക്കുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒറ്റ മെസ്സേജേ പുള്ളിക്കുള്ളൂ. പുള്ളി അപ്പം തിന്നാലും പറയും, കാടപ്പക്ഷി കഴിച്ചാലും പറയും, പാറയിൽ നിന്ന് വെള്ളം കിട്ടിയാലും പറയും, മരുഭൂമിയിലൂടെ യാത്ര ചെയ്താലും പുള്ളി പറയും, കനാനിലേക്കുള്ള പോക്കാകട്ടോ, സ്തോത്രം. ഒറ്റ മെസ്സേജേ ഉള്ളൂ. നിങ്ങൾ പറ, നിങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ ബിനിൽ പാസ്റ്റർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു പ്രസംഗേ പ്രസംഗിക്കുന്നുള്ളൂ, നിങ്ങൾ എന്നാ പറയും? കഴിഞ്ഞ 2 കോട്ടേജ് മീറ്റിങ്ങിലും ഉപവാസ പ്രാർത്ഥനയ്ക്കും സഹോദരിമാരുടെ മീറ്റിങ്ങിലും സൺഡേ മീറ്റിങ്ങിലും ഒറ്റ പ്രസംഗേ പ്രസംഗിക്കുന്നുള്ളൂ, നിങ്ങൾ എന്തോ പറയും? പാസ്റ്റർക്ക് ഇപ്പം പണ്ടത്തെ പോലെ കൃപയൊന്നും, പുള്ളി ഇപ്പം വർക്കൊന്നും, പുള്ളി ഇപ്പം ബൈബിളൊന്നും നേരെ എന്ത് ചെയ്യുന്നില്ല, സ്ഥിരമായിട്ട് ഒറ്റ മെസ്സേജ് എന്ത് ചെയ്യുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ ആഴ്ച നമുക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മളങ്ങനെ പറയുള്ളൂ. പുള്ളിക്ക് ഒറ്റ മെസ്സേജേ ഉള്ളൂ. ജനത്തിന് പരാതി ഉണ്ടോ? ഇല്ല. 3 വർഷമായിട്ട് ലക്ഷക്കണക്കിന് പേര് മോശം. ഇനി അടുത്ത മറുപടി, ഏലിയാവ് ആരാ? ബിനിൽ പാസ്റ്റർ എന്നോട് പറയാം, പക്ഷേ നിങ്ങളെ ശുശ്രൂഷ ഇന്നലെ കഴിഞ്ഞപ്പോൾ ഒത്തിരി സഹോദരന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ശുശ്രൂഷ എൻ്റെ ഇപ്പോൾ ഏലിയാവിൻ്റെ മിനിസ്ട്രി പോലെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൃതാർത്ഥനാ. കാരണം ഏലിയാവ് ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന മനുഷ്യനായി ഏലിയാവ്, സ്തോത്രം. ചില്ലറ കാര്യമാണോ? അങ്ങനെ ഒരു ശുശ്രൂഷ എനിക്കുണ്ടെങ്കിൽ സത്യത്തിൽ എനിക്ക് വണ്ടി വിളിച്ച് എങ്കൊരു മീറ്റിങ്ങിനും പോകണ്ട, ഓൺലൈനും എടുക്കണ്ട, ഓഫ്ലൈനും എടുക്കണ്ട, വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി. തപ്പുര ആൾക്കാർ അഡ്രസ്സ് തപ്പി എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് പറയും, അഭിമന്യു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പാസ്റ്റർ. ഞാൻ പറഞ്ഞാൽ അത് ഞാൻ തന്നെ, സ്തോത്രം. പാസ്റ്റർ ഇന്നൊരു യാത്രയുണ്ട്, മഴ പെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? ജനം എൻ്റെ വീട്ടിൽ തപ്പി വരും. അങ്ങനെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനും വീട്ടിലിരുന്നാൽ മതി, സ്തോത്രം. വലിയ ഹീറോയിസത്തിൻ്റെ മറുപടികളൊക്കെയാണ് പറഞ്ഞത് ഏലിയാവ്, മോശ. ഇപ്പോൾ തമ്പുരാൻ ഇത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കർത്താവ് വീണ്ടും ചോദിച്ചു, ഇല്ല ഇതൊന്നുമല്ല, അടുത്ത പറ. അപ്പോൾ ഇവർ ചിന്തിച്ചു പഴയ നിയമം പറഞ്ഞതുകൊണ്ടായിരിക്കും കർത്താവിന് ഇഷ്ടപ്പെടാഞ്ഞ്, എന്നാൽ പിന്നെ പുതിയ നിയമം പറഞ്ഞേക്കാം. യോഹന്നാന, സ്തോത്രം. യോഹന്നാന എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് ഒരു സന്തോഷമില്ല. എല്ലാം മിണ്ടാതിരിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ജനത്തിൻ്റെ അഭിപ്രായം ഇട്, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാ? സ്തോത്രം. 11 മിണ്ടാതിരിക്കുമ്പോൾ കത്തിത്തിളങ്ങുന്ന കണ്ണുകളുമായി ഒരു മുക്കുവക്കാരൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കൊന്ന് പറയാനുണ്ട്. എന്നാ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ, സ്തോത്രം. എനിക്ക് ആ വെളിപ്പാടും പറഞ്ഞ അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല വിഷയം. അത് പറഞ്ഞപ്പോൾ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞു. എന്നറിയാമോ? ജഡരക്തങ്ങളല്ലടാ നിനക്കിത് വെളിപ്പെടുത്തിയതാ, സ്വർഗസ്ഥനായ എൻ്റെ. എന്ന് വെച്ചാൽ ഈ മണ്ണിൽ ആർക്കും വെളിപ്പെട്ട് കിട്ടാത്തൊരു സ്വർഗത്തിൻ്റെ റവലേഷൻ പത്രോസ് നിനക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്തു? ഈ മണ്ണിൽ ഒരു ഇടപെടലുണ്ടായി. എൻ്റെ ചോദ്യം, പത്രോസ് വെളിപ്പാട് പറഞ്ഞ ആ സ്ഥലം ഏതാ പ്രിയരെ? അതാ എൻ്റെ ചോദ്യം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് വെളിപ്പാട് പറഞ്ഞ ആ സ്ഥലം ഏതാ? അപ്പോൾ നാളെ രാവിലെ വരുമ്പോൾ ഒരു 50 വട്ടം എംബോസിഷൻ എഴുതിക്കൊണ്ട് വരണം. ഫിലിപ്പിൻ്റെ കൈസര എവിടെ? എംബോസിഷൻ എഴുതി നമ്മൾ ഊപ്പാട് വരും, സ്തോത്രം. പറഞ്ഞേ, ഫിലിപ്പിൻ്റെ. അപ്പം എൻ്റെ ചോദ്യം, എന്തോ ഫിലിപ്പിൻ്റെ കൈസര? പറയാം. ഇത് വെളിപ്പാട് പിടിക്കാൻ പറ്റണം മണ്ണൊന്നും അല്ല അമ്മാമേ, സ്തോത്രം. അല്ല, ഇത് വെളിപ്പാട് പിടിക്കാൻ പറ്റും. ഫിലിപ്പിൻ്റെ കൈസരയിൽ 3 ശക്തികൾ നിറഞ്ഞാടുന്നുണ്ട്. അതിനകത്ത് 2 ശക്തികളെ ഞാൻ പറയാം. ഒന്ന്, ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു വിഗ്രഹം അവിടെയുണ്ട്, വെളിപ്പാട് പിടിക്കാൻ പറ്റുകയില്ല. ഈ പുള്ളിയുടെ വിഗ്രഹം അവിടെ തല ഉയർത്തി നിൽക്കുന്നത്. 2, ആട്ടിടയന്മാർ ആടുകളുമായിട്ട് വരുമ്പോൾ ഇടയന്മാരെ വശീകരിക്കുന്ന ഒരു സ്ത്രീ ശക്തിയും ഭൗതികം കൊടുത്ത് ഇവരെ തൃപ്തരാക്കുന്ന ഒരു ദേവത നിറഞ്ഞാടുന്ന മണ്ണാണ് ഇത്, സ്തോത്രം. എന്ന് വെച്ചാൽ ജനത്തെ ആത്മീയത്തിലേക്ക് വിടത്തില്ല, ഭൗതികം കൊടുത്ത് അങ്ങ് തൃപ്തരാക്കി വശീകരിച്ച് കളയും. അങ്ങനെ സ്വാധീനം ഫിലിപ്പിൻ്റെ കൈസരിലുണ്ട്. ഈ സ്വാധീനമുള്ള മണ്ണിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ പറയാ, ഇവിടെ വെച്ച് പറ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം. ഞാൻ പലപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ ചിന്തിക്കുക, എൻ്റെ തമ്പുരാനെ, നീ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ചിട്ടായി ചോദ്യം ചോദിച്ചെങ്കിൽ വീഞ്ഞു കുടിച്ചിരിക്കുന്ന സകല എണ്ണവും പറഞ്ഞേനേമായിരുന്നല്ലോ നീ ജീവനുള്ളവനാന്ന്. അല്ല, ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പ് വെച്ചാൽ നീ ചോദ്യം ചോദിച്ചെങ്കിൽ അതെ, ആ ഉയർപ്പ് കണ്ട സകലരും പറഞ്ഞേനെയല്ലോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന നീ കർത്താവായ യേശു അല്ലാതെ വേറെ ആരുമല്ല, ജീവനുള്ള ദൈവപുത്രനാന്ന്. അവിടെ ഒന്നും ആ ചോദ്യം ചോദിക്കാതെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ദൈവം ചോദിക്കുക, ഇവിടെ വെച്ച് പറ ജനങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം, ഇവിടെ വെച്ച് പറ.
സ്തോത്രം. എന്ന് വെച്ചാൽ ഈ ഇടുക്കത്തിൽ നീ ഒരു വെളിപ്പാട് പറഞ്ഞാൽ, ഈ ഇടുക്കത്തിൽ നീ ഒരു ആനന്ദത്തിന്റെ വാക്ക് പറഞ്ഞാൽ, നീ ഏത് മണ്ണിൽ പോയാലും രക്ഷപ്പെടും. സ്തോത്രം. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ, നിങ്ങളുടെ ആ വീട്ടിൽ തന്നെ നിങ്ങൾ ആത്മാവിൽ ഒരു ശക്തി ഏറ്റെടുക്കുക. ആ സ്ഥലത്ത് തന്നെ നിങ്ങളൊരു വെളിപ്പാട് പിടിക്കുക. ആരോ അത് ഇട്ടെറിഞ്ഞിട്ട് ഓടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗം പറയുന്നു, ഓടരുത് കേട്ടോ. നീ അവിടെ നിന്ന് വേരുറച്ച് അവിടുന്ന് തന്നെ ചില വെളിപ്പാട് പിടിച്ചാൽ അതൊരു വലിയ മഹത്വമായി മാറും വിശ്വസിക്കുന്നവർക്കായി. എറണാകുളത്തുള്ളൊരു ആൻറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനാ വിഷയം വിളിക്കാനായിട്ട് വിളിച്ചു. സ്തോത്രം. ഇത് ലൈവൊക്കെ പോകുമ്പോൾ ഒത്തിരി ആശങ്കയുണ്ട്, അവരൊക്കെ ഇത് കാണുന്നെങ്കിൽ അവരുടെ മനസ്സിൽ വീണ്ടും കുത്തലേക്കുമല്ലോ എന്നൊരു ചിന്ത. സ്തോത്രം. ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ എറണാകുളത്ത് ഞങ്ങൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്, അത് 2ഉം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാമെങ്കിൽ ഞാൻ എടുത്തോളാം, പിന്നെ ഒരെണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. സ്തോത്രം. ആൻറ്റി പറഞ്ഞു, അത് വേണ്ട പാസ്റ്റേ, 2 വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ചോദിച്ചതേ, എറണാകുളം പോലത്തൊരു ടൗണ്, ആ ടൗണിൽ 2 ഫ്ലാറ്റ് ഉണ്ടായിട്ട് നിങ്ങൾ എന്താ വിൽക്കുന്നേ? സാമ്പത്തിക പ്രശ്നം? ആമേ. അവർ പറഞ്ഞു, അയ്യോ ഇല്ലില്ല, എനിക്ക് നല്ല പെൻഷനുണ്ട്, എൻ്റെ അച്ചായൻ അതിനേക്കാൾ നല്ല പെൻഷൻ, പുള്ളി മിലിറ്ററിയിലാണ്, പിന്നെ 2 മക്കളേ ഉള്ളൂ, ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ UK-യില, ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പിന്നെന്താ വിൽക്കുന്നേ? അത് ഇന്നേക്ക് ചില ആഴ്ചകൾക്ക് മുമ്പ് ഇതേ ഞങ്ങളുടെ 2 ഫ്ലാറ്റിലും ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഫ്ലാറ്റ് നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അത് പണ്ട് വെച്ചാരാധന നടത്തിയൊരു മണ്ണ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കണ്ട, വിറ്റിട്ട് പോക്കോ. ഇത് വെച്ചാരാധന നടത്തിയ സ്ഥലത്താണ് നിങ്ങൾ ഫ്ലാറ്റ്, നിൽക്കണ്ട, വിട്ടിട്ട് പോക്കോ. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒരു ചെറിയ അപകടം പറഞ്ഞിരിപ്പുണ്ട്. ആൻറ്റി ചോദിച്ചു, അതെന്നാ പാസ്റ്റേ? ഞാൻ പറഞ്ഞല്ല, വിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവ് ആ പ്രാർത്ഥന കേട്ട് വിൽക്കാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നാൽ, പാസ്റ്റർക്ക് ദശാംശം വേണോ? ഞാൻ പറഞ്ഞു, ദശാംശമൊന്നുമല്ല, അതൊന്നുമല്ല. പിന്നെ ഇത് വിൽക്കാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നാൽ നിങ്ങൾ എവിടെ പോവും? സ്തോത്രം. അതൊരു ചോദ്യമല്ലേ? അപ്പോൾ ആൻറ്റി പറഞ്ഞു, പാസ്റ്റേ എറണാകുളം പോലത്തെ ഒരു ടൗണിൽ താമസിച്ച് ഞങ്ങൾക്ക് പിന്നെ അടുത്ത വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പിണക്കം വരും, എന്നാലും പറഞ്ഞേ പറ്റൂ, സാക്ഷ്യം മാറ്റാൻ പറ്റിയല്ലോ. സ്തോത്രം. എറണാകുളം പോലത്തെ ഒരു ടൗണിൽ താമസിച്ച് ഞങ്ങൾക്ക് പിന്നെ അത്യാവശ്യം താമസിക്കാൻ യോഗ്യമെന്ന് തോന്നുന്ന ഒരു സ്ഥലം ട്രിവാൻഡ്രം പട്ടണമാണ്. അവിടെ ഞങ്ങൾ വരും, ഒരു ഫ്ലാറ്റ് മേടിക്കും, അവിടെ താമസിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, എറണാകുളത്തുള്ളതിനേക്കാൾ പിശാച് ട്രിവാൻഡ്രത്തുണ്ട്, അപ്പോൾ എവിടെ പോവും? സ്തോത്രം. അവിടെ ഉണ്ടോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, കൊള്ളാം, വടക്കുള്ളതിനേക്കാൾ കൂടുതൽ തെക്കുണ്ട്, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ പിന്നെ എവിടെ പോവും? അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പാസ്റ്റേ ഇളയ കുഞ്ഞ് പഠിക്കുന്നത് ബാംഗ്ലൂരാന്ന് പറഞ്ഞല്ലോ, അവിടെ പോവാം. സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, അവിടെ ഞാൻ ഇടയ്ക്ക് പോയി പ്രസംഗിക്കുന്ന ഒരാളാണ്, അവിടെ അതിനേക്കാൾ പിശാചുണ്ട്, അപ്പോൾ പിന്നെ എവിടെ പോവും? സ്തോത്രം. അവിടെ ഉണ്ടോ? സ്തോത്രം. പിന്നെ എവിടെ പോവും? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പാസ്റ്റേ, എന്നാ ഒരു വിസായും എടുത്ത് കൊച്ചങ്ങ് UK-യിലാണല്ലോ മൂത്തത്, അവിടെ പോയി അവിടെ അങ്ങ് സെറ്റിലാവുക. യൂറോപ്പിലാകുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, ഗൾഫിലുള്ളതിനേക്കാൾ കേരളത്തിലുള്ളതിനേക്കാൾ പിശാച് യൂറോപ്പിലുണ്ട്, അപ്പോൾ പിന്നെ എവിടെ പോവും? സ്തോത്രം. എല്ലായിടത്തും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ എവിടെ പോവും? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് നീ അതിൻ്റെ കുരുക്കഴിച്ച് ഒരു സന്തോഷം ആ വീട്ടിലോട്ടൊന്ന് മടക്കിക്കൊണ്ടുവാ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ, പിശാചിൻ്റെ പദ്ധതി നിന്നെ ഓടിപ്പിക്കണമെന്നാ, പക്ഷെ നീ ഇരിക്കുന്ന സ്ഥലത്തെ നോക്കിയപ്പോൾ പറ, ഇവിടെ ഇരുന്ന് ആരാധിച്ചും പ്രാർത്ഥിച്ചും രക്തം ജയം പറഞ്ഞു ഈ കുരുക്കിനെ ഞങ്ങൾ അഴിച്ച് ചില സന്തോഷത്തിൻ്റെ വാർത്തകൾ, ചില സന്തോഷത്തിൻ്റെ ദൂതക്കരം ശക്തിയോടെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങൾ ഓടിപ്പോകത്തില്ല. ഇവിടെ ഇരുന്ന് ആരാധിച്ചും പ്രാർത്ഥിച്ചും ചില വിഷയത്തിനകത്ത് ഞങ്ങൾ ആനന്ദം. ഇരിക്കുന്നത് ഇടുക്കത്തിലാണോ? ഇരിക്കുന്നത് ശാപം പിടിച്ച വിണ്ണിലാണോ? ഇരിക്കുന്നത് മന്ത്രവാദി കെട്ടിയ സ്ഥലത്താണോ? അതിന്ന് രാത്രി തമ്പുരാന് വിഷയമല്ല. നീ ഇരിക്കുന്ന സ്ഥലം ഇടുക്കത്തിൻ്റെതാണെങ്കിലും നിന്റെ വായിൽ നിന്ന് വരുന്ന ദൂത് സന്തോഷത്തിന്റെ ദൂതായി മാറണം യേശുവിന്റെ നാമത്തിൽ. കണ്ടോ? ഇരിക്കുന്നത് ഇടുക്കത്തില്ല, പക്ഷെ പറയുന്ന ദൂത് സന്തോഷത്തിന്റെ. അവിടെ തൊട്ട് നമ്മുടെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് വരിക. ഈ പറയുക, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാകും. ഒന്നുകൂടെ ആ വാക്യന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനി ഉണ്ടാകും എന്ന് ഇരമ്യാവ് പറയുമ്പോൾ, സന്തോഷിക്കാൻ വകുപ്പുള്ള ഇസ്രായേലിന്റെ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവമക്കൾ സന്തോഷിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകണം. 3 കാര്യങ്ങളിലാണ് അവർക്ക് സന്തോഷം വരുന്നത്. എന്താണ്? ഇസ്രായേലിന്റെ 1ാമത്തെ സന്തോഷം ഞാൻ പറയാം. ഇസ്രായേൽ വീടിനകത്ത്, ആ പദം ശ്രദ്ധിച്ചു കേട്ടോ, ഒരു തലമുറ ജനിച്ചത് ഓർത്ത് അവർക്കൊരു സന്തോഷമുണ്ട്. അതല്ല, അതിനേക്കാളും അപ്പുറം ആ ജനിച്ച മക്കളെ 8ാമത്തെ ദിവസം ആലയത്തിൽ പരിശോധനയ്ക്ക് വേണ്ടി അവർ കൊണ്ടുവരും. അതൊർക്കൊരു ഭയങ്കര ഫംഗ്ഷനാണ് കേട്ടോ. സ്തോത്രം. അതവർക്കൊരു ഭയങ്കര സന്തോഷത്തിന്റെ ദിവസമാണ്. ഞാൻ എടുത്തു പറയാം, ജനിച്ച തലമുറകളെ ഓർത്തവർക്കൊരു സന്തോഷമുണ്ട്. അതിനേക്കാളും അപ്പുറം ജനിച്ച മക്കളെ ആലയത്തിൽ 8ാം ദിവസം കൊണ്ടുവരുമ്പോൾ അതവർക്കൊരു ഭയങ്കര സന്തോഷത്തിന്റെ ദിനമാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന
ശ്രദ്ധിക്കുന്നവരെ നോക്കി ഞാൻ പറയാം, നിങ്ങൾക്കൊരു തലമുറ ഉണ്ടായപ്പോൾ ഉള്ള സന്തോഷത്തെക്കാൾ ഒരു 10 മടങ്ങ് സന്തോഷം വേണം നിന്റെ തലമുറ ആലയത്തിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാകണം. ഇന്ന് രാത്രി ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയാം, ആലയത്തിനകത്ത് എൻ്റെ കൊച്ചൊന്ന് കയറണം, എൻ്റെ കുഞ്ഞ് ആലയത്തിൻ്റെ നെടുന്തൂണായി മാറണോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. നിങ്ങളെ നോക്കി ഒന്നാമത്തിൻ്റെ സന്തോഷത്തിൻ്റെ തലം ഞാൻ തുറക്കാം, നിന്റെ കുഞ്ഞ് ആലയത്തിനകത്ത് കയറും. ഇതൊരു പ്രവചന ശബ്ദമാണ്. വിശ്വസിക്കുന്നവരെ ദൈവാത്മാവി പറ, എൻ്റെ കുഞ്ഞ് ആലയത്തിനകത്ത് കയറും. യെസ്, 8ാമത്തെ ദിവസം ഇസ്രായേലിന്റെ തലമുറ ആലയത്തിനകത്ത് കയറുമെങ്കിൽ എൻ്റെ കൊച്ചു പ്രാർത്ഥനാ പായ്ക്കകത്ത് വന്നിരിക്കും. ഞാൻ വിരിച്ച പ്രാർത്ഥനാ പായിൽ എൻ്റെ തലമുറ വന്നിരിക്കും. അവനങ്ങനെ തെക്കും വടക്കൊന്നും പോകത്തില്ല ആന്റിമാരെ. അവനങ്ങനെ ചുമ്മാതെ ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യപ്പില്ല. ഇത് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കാൻ പറയുന്നു. ചുമ്മാതെ നിന്റെ തലമുറ തെക്കും വടക്കും നടക്കത്തില്ല. നീ വിരിച്ച പ്രാർത്ഥനാ പായിൽ നിന്റെ തലമുറ വന്നിരിക്കുമ്പോ ഒരു സന്തോഷം പരിശുദ്ധാത്മാവ് നിനക്ക് മടക്കി നൽകൂ. നിന്റെ സന്തോഷത്തിന്റെ ഒന്നാമത്തെ തലം ഞാൻ പറയാ, 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് നീ വേദനയോടെ പേറി പ്രസവിച്ച നിന്റെ തലമുറ ആലയത്തിനകത്ത് കയറുമ്പോ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. വിശ്വസിക്കുന്നവര് പറ, ആ സന്തോഷം എന്റെ വീടിനകത്ത് ഞാൻ കാണാൻ പോകുമോ. റമനം ഷാദകരം ദേനകസി ഹത്തനാദിയാവന, അവരവിടെ വന്ന് തലയിൽ കൈവച്ച് ഈ വാക്ക് പറയണോ എന്നെ മനസ്സിനകത്ത് കൊതിയുണ്ട്. വിശ്വസിക്കുന്നവര് പറ, പരിശുദ്ധാത്മാവിന്റെ ശിരസിനകത്ത് കരം വെക്കുന്നുണ്ട് പാസ്റ്റർ. ആത്മാവിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അടുത്ത യോഗത്തിൽ വരുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല വരുന്ന, എന്റെ കുഞ്ഞുമായിട്ട് ഞാൻ ആലയത്തിൽ വരും. വിശ്വസിക്കുന്നവര് പറ, എന്റെ തലമുറയുമായി ഞാൻ ബിനിൽ പാസ്റ്റർ, ഇതൊരു പ്രവചന ശബ്ദം ആത്മാവിനോട് പറയുന്നു. ഒരു യൂത്ത് തലം പരിശുദ്ധി ആത്മാവ് ഈ സഭയ്ക്കകത്ത് തുറക്കും. റമനം ലമനം ഷാദകനം ദേനകസി, ഒരു യൂത്ത് തലം, ഒരു യൂത്ത് സഭ, യേശുവേ യൂത്തുമായി ചേർന്നിരിക്കുന്ന ചില മീറ്റിങ്ങുകൾ പരിശുദ്ധാത്മാവ് തലമുറകൾക്ക് വേണ്ടി ജനറേഷൻ 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 നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് ആ ലേബൽ ദൈവാത്മാവ് എഴുതി ഒട്ടിക്കും. ജനറേഷൻ എന്ന് പറയുന്ന ഒരു ദൂത് നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് പരിശുദ്ധാത്മാവ് എഴുതി ഒട്ടിക്കുമെന്ന് ആത്മാവ് എന്നോട് ദൂത് പറയുന്നു. അതൊരു ഹോളിനകത്ത് ഇരുന്ന് ആരാധിക്കുന്നത് മാത്രമല്ല, ഈ ദേശത്തിനകത്ത് നടുകയും കുറുകയും യാത്ര ചെയ്ത് ചില ശുശ്രൂഷകൾക്ക് വേണ്ടി തലമുറകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കന്മാര് പറ, എന്റെ കുഞ്ഞ് അതിനകത്ത് വരും പാസ്റ്ററെ, എന്റെ തലമുറയുടെ പേര് അതിനകത്ത് വരും യേശുവിന്റെ നാമത്തിൽ, എന്റെ കൊച്ചിന്റെ പേര് അതിനകത്ത് വരും. യെസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന തലമുറ ആലയത്തിനകത്ത് കയറും. യെസ്, യേശുവിന്റെ നാമത്തിൽ. നിന്റെ തലമുറ മദ്യത്തിലൊന്നും പെട്ടുപോകത്തില്ല. നിന്റെ തലമുറ മയക്കുമരുന്നിനകത്തൊന്നും പെട്ടുപോകത്തില്ല. അവൻ സെക്ഷൽ ഇമ്മോറാലിറ്റിക്കകത്ത് പെട്ടുപോകത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, എന്റെ കുഞ്ഞിന്റെ അതൊന്ന് കാണാൻ വേണ്ടിയാ വാസന ഞങ്ങൾ ഇരിക്കുന്നത്. അതൊന്ന് കാണാൻ വേണ്ടിയാ ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നത്. ഞങ്ങളുടെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് എന്റെ തലമുറ ആലയത്തിനകത്തൊന്ന് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഈ യോഗത്തിനകത്തുണ്ട്. നിന്റെ കൊച്ചു വരൂന്നേ, നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ ശക്തനായി അഭിഷക്തനായി മാറൂന്നേ, നിന്റെ തലമുറ സഭയുടെ നെടുന്തൂണായി മാറുമെന്നേ. അവൻ ഇസ്രായേലിന്റെ ഒന്നാമത്തെ സന്തോഷം, തലമുറ ആലയത്തിനകത്ത് കയറുമ്പോൾ ഒരു സന്തോഷം. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞങ്ങൾ ഒരു പ്രവർത്തനം നടത്തുന്നു. ഓൾറെഡി എനിക്കൊരു ചർച്ച ഉണ്ട് മേലിലയിൽ. അതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു പ്രവർത്തനമുണ്ട്. അത് കൊട്ടിയ ദേശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് വലിയ നിയോഗം നൽകിയിട്ട് ഞങ്ങൾ തുടങ്ങിയത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ, 10-12 പേരെ അവിടെ വരുന്നുള്ളൂ. പുതിയൊരു വർക്കാണ്, ഒരു 1.5-3 മാസം കണ്ടായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അമ്മൻ പുതിയൊരു പ്രവർത്തനമാണ്. സ്തോത്രം. അതിനകത്തൊരു അമ്മച്ചി ഇടയ്ക്ക് വന്നായിരുന്നു. അമ്മച്ചി എന്നോട് ഒരു സാക്ഷ്യം പറഞ്ഞു, പാസ്റ്റേ എൻ്റെ തലമുറയുണ്ടല്ലോ, എൻ്റെ കുഞ്ഞ് ആൺസന്തതിയാണ്. അവൻ എവിടെയെന്നറിയാമോ? അവൻ ഇവിടെ ട്രിവാൻഡ്രം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുക. സ്തോത്രം. ഈ അമ്മൻ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, ദിനരാത്രങ്ങളില്ല. അമ്മൻ ഒരിക്കൽ ഞാൻ വിസിറ്റിങ്ങിന് വേണ്ടി ഇവനെ കാണാൻ ട്രിവാൻഡ്രം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വന്നപ്പോൾ ഇവൻ എന്നോട് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. മമ്മി വായിക്കുന്ന വേദപുസ്തകം ഇല്ലേ, അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്കൊന്ന് കൊണ്ടുതരാമോ എന്ന്. ഈ മമ്മിക്ക് ആനന്ദം സഹിക്കാൻ വയ്യ. അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ ഈ മമ്മി പുതിയ നിയമത്തിൻ്റെ ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ കൊടുത്തു. മത്തായി തൊട്ട് അവൻ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുതിയ നിയമത്തിൻ്റെ വേർഷൻ എൻ്റെ കയ്യിൽ കൊടുത്തു. ഇനി നിങ്ങൾ കേൾക്കണേ, ഇവൻ ജയിലിനകത്ത് കിടന്നുകൊണ്ട് ആ പുസ്തകം വായിച്ചു. ഇവൻ വായിച്ച് ആ ജയിലിൽ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്തോത്രം. ആമേൻ. ഇവൻ
ഇവൻ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഈ മമ്മി പിറ്റേ ആഴ്ച സാക്ഷ്യം പറഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുക, എനിക്കിപ്പോൾ സന്തോഷം സഹിക്കാൻ വയ്യ പാസ്റ്ററേ, എനിക്കിപ്പോൾ ആനന്ദം സഹിക്കാൻ വയ്യ. ഞാൻ ഇന്ന് രാത്രി പറയാ, ഈ മമ്മിയുടെ സന്തോഷത്തിന്റെ കാര്യമേ ഇവരുടെ തലമുറ വിദേശത്ത് പോയത് കൊണ്ടൊന്നല്ല, വീട് വെച്ചത് കൊണ്ടൊന്നുമല്ല, ഒരു കിലോ അരി മേടിച്ചു കൊടുത്തത് കൊണ്ടല്ല, അവൻ രക്ഷിതാവായ യേശുവിനെ തിരിച്ചറിഞ്ഞത് നിമിത്തമുണ്ടായ ഒരു സന്തോഷമാ. ഞാൻ ഉറപ്പിച്ചു പറയാം, എന്തോ മാറ്റാൻ കഴിയാത്തവനാ നിന്റെ കൊച്ചെങ്കിലും, ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവനാ നിന്റെ തലമുറയെങ്കിലും, അവനെ ദൈവം പണിയൂന്നേ, അവനെ ആലയത്തിനകത്ത് കൊണ്ടുവരൂന്നേ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷം ദൈവസഭയ്ക്കകത്തുണ്ടാകും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രണ്ടാമത്തെ സന്തോഷം കേൾക്കണോ? ഇസ്രായേലിന്റെ രണ്ടാമത്തെ സന്തോഷത്തിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ ആലയത്തിൽ വന്ന കൊച്ചുണ്ടല്ലോ, 8-ാം ദിവസം കൊണ്ടുവന്ന കൊച്ച്, ഈ കൊച്ചിനെ അവൻ വിവാഹത്തിന്റെ ദിവസം വരും. ആ വിവാഹത്തിന്റെ ദിവസം വരുമ്പോ ഇവർക്ക് സന്തോഷമാ. നമ്മളെ കേരളക്കരയുടെ വിവാഹം പോലൊന്നും അല്ല ഇവരുടെ വിവാഹം. യഹൂദന്റെ പഠനം ആരംഭിക്കുന്നത് 3-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ കൊച്ചുകൾ സ്കൂളിൽ പോകുന്ന എത്രാമത്തെ വയസ്സിലാണ്? 5, 4, 5, 5, 6 ആ ഒരു ഏജിലാണ്. പക്ഷേ യഹൂദന്റെ പഠനം 3-ാമത്തെ വയസ്സിൽ ആരംഭിക്കും. 10 വർഷം അവൻ പഠിക്കും. അപ്പോൾ ഇത്തപ്പോൾ വയസ്സ് എത്രയായി? കാൽക്കുലേറ്റർ എടുക്കാൻ പോയാന്നോ? 3-ാമത്തെ വയസ്സിൽ പഠിത്തം തുടങ്ങി, 10 വർഷം പഠിച്ചു. ഇപ്പോൾ പ്രായം എത്രയായി? 13. സ്തോത്രം. 13-ാമത്തെ വയസ്സെത്തി അവൻ്റെ പഠനമെല്ലാം കഴിയും. പിന്നെ അവന് 14-ാം വയസ്സ് മുതൽ തകൃതിയായി കല്യാണാലോചനയാണ്. സ്തോത്രം. ആരോ പറയുന്ന അന്നങ്ങാനും ജീവിച്ചിരുന്നാൽ മതിയെന്ന്. നിവൃത്തിയില്ല. നമ്മുടെ പ്രായം 18, 21 ഉച്ചുകുത്തി പോസ് ചെയ്യാനും മാറ്റാൻ സാധ്യതയില്ല. സ്തോത്രം. യഹൂദൻ 14-ാമത്തെ വയസ്സ് തൊട്ട് തകൃതിയായി കല്യാണാലോചനയാണ്. കല്യാണം ഉടനെയൊന്നുമില്ല, അത് 18-ലൊക്കെ കാണുള്ളൂ. പക്ഷേ കല്യാണ ആലോചന തകൃതിയായി ആരംഭിക്കും. സ്തോത്രം. ഇവരുടെ വിവാഹം ആരംഭിക്കുന്നത് വർഷങ്ങളുടെ പ്രിപ്പറേഷനാണ്. മനസ്സിലായോ? ആ വിവാഹത്തിന് വിളമ്പുന്ന വീഞ്ഞുണ്ടല്ലോ, അത് വർഷങ്ങളുടെ പ്രിപ്പറേഷനാണ്. ഇങ്ങനെ വർഷങ്ങളുടെ പ്രിപ്പറേഷനകത്താ ഇവർ കാര്യങ്ങൾ. അന്ന് ഇവർ കരുതിയ വീഞ്ഞ് പൊട്ടിക്കുമ്പോൾ, ആ കല്യാണ വീടിനകത്ത് ആ വീഞ്ഞ് ഇവർ പകരുമ്പോൾ ഇവർ ഹൃദയത്തിൽ ഒരു ഭയങ്കര ആനന്ദം ഉണ്ടാകും. എന്ന് വെച്ചാൽ തലമുറയുടെ വിവാഹം നടക്കുമ്പോൾ ഇവർക്കൊരു ഭയങ്കര സന്തോഷം വ്യാപരിക്കും. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും യോഗത്തിനകത്തുണ്ടോ? തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ രണ്ടാമത്തെ സന്തോഷം വരുന്നത്, 1 കൊച്ചാലയത്തിൽ വരുമ്പോൾ സന്തോഷം, 2 ആ തലമുറയ്ക്കൊരു വിവാഹം നടക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായി മാറും. ഈ 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോ. തലമുറ ആലയത്തിൽ വരണം, തലമുറയുടെ വിവാഹം നടക്കണം. ഓരോന്ന് ചോദിക്കുന്നില്ല. ആ കരം ഉയർത്തിയവർ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച്, സഭയെല്ലാം പ്രാർത്ഥിച്ച്. ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ. നമ്മുടെ വാക്കിനെ പരിമിതിയുള്ളൂ, പക്ഷെ വചനത്തിന് ഒരു പരിധിയില്ല, വചനത്തിന് പരിമിതിയില്ല. പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി സ്തോത്രം ചൊല്ലിയേ. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തിയവരുടെ തലമുറ ആലയത്തിൽ വരേണ്ടതാണെങ്കിൽ ആലയത്തിൽ വരണം. ഇവരുടെ വിവാഹ സംബന്ധമായ വിഷയമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ വിവാഹം സംഭവിക്കപ്പെടുന്നതിന് ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, നീ അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു അതിനകത്ത് ഒരു അത്ഭുതം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ കരവും ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സഭ ചില വിവാഹ ശുശ്രൂഷ നടത്താൻ പോകുന്നതിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആനന്ദത്തിന്റെ ചില ദിവസങ്ങൾ ഉപവാസം കഴിയുമ്പോഴത്തേക്കും ദൈവം മടക്കി തരുന്നതിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുക, പക്ഷെ നാളെ നിന്റെ കുഞ്ഞിന്റെ കല്യാണ ദിവസം നീ മനോഹരമായി ചില ഭക്ഷണം കഴിച്ച് തൃപ്തനായാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം പറഞ്ഞിട്ട് പറ, എന്റെ തലമുറയുടെ വിവാഹം വേഗത്തിൽ സംഭവിക്കും. എന്റെ കൊച്ചാലയത്തിനകത്ത് വരൂ. സന്തോഷത്തിന്റെ 2 ആനന്ദങ്ങൾ എന്റെ കൂടാരത്തിനകത്ത് തളം കെട്ടി നിൽക്കും. യെസ് ലോ ശറബലകാന സേനെ ദീനം ഭാരം വൈഡം ഭാരം ധീരം ദേ അംബല ബന്ധുല വംശപരംദല വൈഡപരംദഗനന്ദഗനെ അസ്തക ലക്ഷകരംദല വൈഡം ഭൂഡം ഭാരം സാരം ദേ അബ്ദുല ബത്തുല വംശപരംദഗരേദഗനന്ത ക്ഷാരം ധേരം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൂത് നിങ്ങളുടെ വീടിനകത്ത് വാടുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇവരുടെ സന്തോഷത്തിന്റെ 3-ാമത്തെ കാര്യം ഞാൻ പറയാം. ഇരമ്യാവ് പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? ഇനിയും നിങ്ങൾക്ക് ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാകും. ഇവരുടെ സന്തോഷത്തിന്റെ 1-ാമത്തെ കാര്യം തലമുറ ആലയത്തിൽ കയറുമ്പോൾ, ഇവരുടെ സന്തോഷത്തിന്റെ 2-ാമത്തെ കാര്യം അവർക്ക് വിവാഹം നടക്കുമ്പോൾ. എന്നാൽ ഇവരുടെ സന്തോഷത്തിന്റെ 3-ാമത്തെ കാര്യം കേൾക്കണം കേട്ടോ. അത് ഇവരുടെ 7 ഉത്സവങ്ങളാ. എത്ര? 7 ഉത്സവങ്ങളാണ്. സ്തോത്രം. ആ 7 ഉത്സവങ്ങൾ ഞങ്ങൾ വേഗത്തിൽ പറയാൻ പോവാ. ഇവരുടെ 1-ാമത്തെ ഉത്സവം ഏതാ? തുറന്നാട്ടെ. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ താഴേക്ക്. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ താഴേക്ക്. 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 23-ാമത്തെ അധ്യായം അതിൻ്റെ 4
അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. അടുത്തത് യഹോവയുടെ ഉത്സവങ്ങളെ കുറിച്ച് ഇനി പറയും. ഇവരുടെ മൂന്നാമത്തെ സന്തോഷത്തിന്റെ കാര്യം ഇവരുടെ 7 ഉത്സവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒന്നാമത്തെ ഉത്സവത്തിലേക്ക് വരിക. അതത് സഭായോഗം വിളിച്ചു കൂട്ടണം. യഹോവയുടെ ഉത്സവങ്ങളാണ് ഇത്. ഒന്നാമത്തേത് ഒന്നാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ഇവരുടെ ഒന്നാമത്തെ ഉത്സവം പെസഹയാണ്. എന്തുവാ പ്രിയരെ പെസഹ എന്ന് പറയുന്നത്? ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോടെ. പെസഹ എന്ന് പറഞ്ഞതിനകത്ത് 2 ദൂത് വ്യാവിടുന്നുണ്ട്. പെസഹയുടെ ഒന്നാമത്തെ ദൂത് ഞാൻ പറയാ, ഇവരുടെ മരണം വഴിമാറിപ്പോയ ദിവസമായി ഇവരുടെ പെസഹ എന്ന് വെച്ചാൽ ദേശത്തിനകത്ത് മൊത്തം കടിഞ്ഞൂൽ സംഹാരം നടമാടുക. ദേശത്തിനകത്ത് മുഴുവനും മരണത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വിളയാടുക. അതിന്റെ നടുവിലെ കട്ടളക്കാലിൽ മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം തേച്ച വീടുകൾക്കകത്ത് മരണത്തിന്റെ ദൂതന് കയറാൻ കഴിയുന്നില്ല. ആ മരണത്തിന്റെ ദൂതൻ വഴിമാറിപ്പോകുന്നതാ ഇവരുടെ പെസഹ എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാ, ദേശത്തിനകത്ത് മുഴുവൻ മരണത്തിന്റെ ദൂതന്മാർ വിളയാടിയാലോ യേശുവിന്റെ രക്തം വീടുകൾക്കകത്ത് തേച്ച ഒറ്റ വീടുകൾക്കകത്ത് പോലും മരണത്തിന്റെ ദൂതന്മാർക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ നിന്റെ മരണം വഴിമാറിപ്പോകുന്ന ദിവസമാ തമ്പുരാന്റെ കടിഞ്ഞൂൽ സംഹാരത്തിന്റെ ദിവസം. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ പറ, എന്റെ ചില മരണത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന ഒരു ഉത്സവം എനിക്കുണ്ടെന്നേ. എന്റെ മരണത്തിന്റെ കുരുക്കുകൾ അഴിഞ്ഞു പോകുന്ന ഒരു ഉത്സവം എനിക്കുണ്ടെന്നേ. ഒരു മരണത്തിന്റെ ദൂതനം നിന്നെ തൊടത്തില്ല കേട്ടോ. ഇത് ഞാൻ ദൈവാത്മാവിൽ ആശ്രയം വെച്ച് ഇന്ന് രാത്രി പറയുക. ഈ ഉപവാസത്തിനിടയിൽ വെച്ച് തകർത്ത് കളയുമെന്നോ അവസാനിപ്പിച്ച് കളയുമെന്നോ തീർത്ത് കളയുമെന്നോ പറയുന്ന കുട്ടി പിശാചുക്കളെ നോക്കി നീ പറയണ, ഒരു മരണത്തിന്റെ ദൂതന്മാരും എന്നെ തൊടാത്ത രീതിയിൽ എനിക്കൊരു പെസഹായുടെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. എന്റെ വീടിനകത്ത് മരണത്തിന്റെ ദൂതൻ തൊടത്തില്ല. എന്റെ വീടിനകത്ത് മരണത്തിന്റെ ദൂതൻ വാടാ ദൈവം സമ്മതിക്കത്തില്ല. ഒന്ന് ജയമെടുത്ത് ആത്മാവി പ്രാർത്ഥിച്ചോ. ഇതൊരു യുദ്ധമാ പ്രിയരെ. ഈ യുദ്ധത്തളത്തിനകത്ത് കയറി നിൽക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ ഇന്ന് രാത്രി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. ഇന്ന് രാത്രി നീ പോരാടി പ്രാർത്ഥിക്കുന്ന വിഷയം എന്നാണെന്നറിയാമോ? മരണത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ ഒരനർത്ഥവും നിനക്ക് തൊടത്തില്ല. നിന്നെ തള്ളി താറിയിടാനോ നിന്റെ കാലുകൾക്ക് ഫ്രാക്ചർ വരുത്താനോ നിന്നെ ഹോസ്പിറ്റലിനകത്ത് പെടുത്തിക്കളയാനോ ശ്രമിക്കുന്ന മരണത്തിന്റെ ദൂതന്മാരെ നോക്കി പറ, ഞങ്ങളുടെ ഒന്നാമത്തെ ഉത്സവം പെസഹായ പാസ്റ്ററേ. ആ പെസഹ മരണം വഴിമാറിപ്പോയ ദിവസമാ. ഞങ്ങൾക്ക് പകരക്കാരൻ കുഞ്ഞാട് അറക്കപ്പെട്ടു. ഞങ്ങൾക്ക് പകരം ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. ഞങ്ങൾക്ക് പകരം ഒരു കുഞ്ഞാട്, ഒരു പെസഹ കുഞ്ഞാട് ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ടു. ആബീബ് മാസം 10-ാം തീയതി മാറ്റിവെച്ച് 14-ാം തീയതിയിൽ അറുത്ത കുഞ്ഞാടിന്റെ രക്തം ഞങ്ങളുടെ കട്ടളക്കാലിൽ മേലും കുറുമ്പടി മേലും വെച്ചാൽ ഒരു മരണത്തിന്റെ ദൂതന്മാർക്ക് ഞങ്ങളെ തൊടാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അനർത്ഥം തൊടുകയില്ല. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ആത്മാവിൽ സ്തോത്രം പറഞ്ഞു. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ. എൻ്റെ വൈഫിന്റെ ഡെലിവറി നടക്കുന്നത് ജനുവരി മാസം. ഈ കഴിഞ്ഞ ജനുവരി മാസം 20-ാം തീയതി. കുഞ്ഞിനിപ്പോൾ പ്രായം 9 മാസമാണ്. ഈ കഴിഞ്ഞ ജനുവരി 20-ാം തീയതി എൻ്റെ വൈഫിന്റെ ഡെലിവറി നടക്കുന്നത്. ലേബർ റൂമിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ വികാരങ്ങളാൽ നിഗൂഢമാ. ലേബർ റൂമിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് വികാരങ്ങളാൽ നിഗൂഢമാ. കുഞ്ഞിനെ കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വികാരങ്ങളാൽ നിഗൂഢമായി ലേബർ റൂമിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. എൻ്റെ വൈഫിന്റെ ഡെലിവറി ഉള്ള ബന്ധത്തിൽ ഇന്നേക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ജനുവരി മാസം 20-ാം തീയതി ഹോസ്പിറ്റലിലെ ലേബർ റൂമിനകത്ത് ഞങ്ങൾ ഇരിക്കും. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്, ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് ഒരു പെന്തക്കോസുകാരി ആൻറ്റി വന്നിരിക്കുക. എങ്ങനെയാ പാസ്റ്ററെ മനസ്സിലായത് പെന്തക്കോസുകാരിയാന്ന്? ഓർണമെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാന്നോ? ഓ അല്ലെന്നേ, പിന്നെ ആ മുഖത്തെ ശോഭ കണ്ടുകൊണ്ടാ. കാണുമ്പോഴേ അറിയാം പ്രാർത്ഥിക്കുന്നൊരു അമ്മച്ചിയാ. അകത്താര കിടക്കുന്ന മോള സംസാരിച്ചു വന്നു. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അകത്തുനിന്നൊരു മനുഷ്യൻ ഇൻഷർട്ടൊക്കെ ചെയ്തിറങ്ങി വന്നു. ഡോക്ടറൊന്നും അല്ല, അത് ഡ്യൂട്ടി ചെയ്യുന്ന ആളാ. ഇൻഷർട്ടൊക്കെ ചെയ്തൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. ഷീബായുടെ പേരൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ മമ്മി പെട്ടെന്ന് കര ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാനുണ്ട് സാറേ. അങ്ങോട്ട് ചെന്നപ്പോൾ ഈ മനുഷ്യൻ പറയുക, ബ്ലഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം, ബ്ലഡൊക്കെ കരുതി വെക്കണം. ഇത് പറഞ്ഞപ്പോൾ ആ മമ്മി ചോദിച്ചു, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുക, അങ്ങനെ പറയരുത്, അതൊരു മെഡിക്കൽ എത്തിക്സ് അല്ല. എന്നിട്ട് ഈ മനുഷ്യൻ എത്തിക്സ് എല്ലാം പൊളിച്ചുകൊണ്ട് പറയുക, ഒത്തിരി പ്രതീക്ഷയൊന്നും വേണ്ട, കൊച്ചിനെ കിട്ടത്തില്ല. രൂക്ഷമായൊരു സംസാരമായി പോയി. ഒത്തിരി പ്രതീക്ഷയൊന്നും വേണ്ട, കൊച്ചിനെ കിട്ടത്തില്ല. ഒത്തിരി പ്രതീക്ഷ വേണ്ട, കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ മമ്മി ചെയ്തൊരു കാര്യമുണ്ട്. നിശബ്ദത പാലിക്കുക എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ മമ്മി തന്റെ തല സ്വർഗത്തിൽ
ക്ലോസറ്റിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ യേശു അപ്പായേ, നിനക്ക് ആ ലേബർ റൂമിലേക്കൊന്ന് ഇറങ്ങി വരാൻ കഴിയില്ലേ? നിങ്ങൾക്കറിയാമോ, ഇത് കഴിഞ്ഞ് ഈ മമ്മി ബ്ലഡ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുക. പിന്നെ ഈ മമ്മി ആരോടും സംസാരിച്ചില്ല. അതരങ്ങളൊക്കെ ചലിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കാണോ, അതേ മനുഷ്യൻ വീണ്ടും അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, പറ ഷീബായുടെ പേരൻസ് എന്ത്? ഈ മമ്മി പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു, ഉണ്ട് സാറേ. പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുക, കൊച്ചു ജനിച്ചു കേട്ടോ, പെൺകുഞ്ഞ ആരോഗ്യമായിരിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലാ, അനർത്ഥം വരേണ്ട ലേബർ റൂമിനകത്തേക്ക് അനർത്ഥത്തെ ഒഴിച്ചു മാറ്റാൻ വേണ്ടി ഒരു യേശു എന്ന കുഞ്ഞാട സ്ഥലത്തിനകത്ത് ഇറങ്ങി വന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന സ്ഥലം സഭയെ നോക്കി ഞാൻ പറയാ, അനർത്ഥം നിന്നെ തൊടത്തില്ല, വഴിമാറിപ്പോകുന്നേ. എനിക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടല്ലോ അച്ഛാ. 2 ഇഞ്ച് വലിപ്പമുള്ളൊരു ലൈസൻസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഞാൻ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിന് ഒറ്റ രഹസ്യമേ ഉള്ളൂ. എന്തുവാണെന്നറിയാമോ? എൻ്റെ യേശു എൻ്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. കണ്ടോ, ഒന്നാമത്തെ ഇവരുടെ ഉത്സവം എന്ന് പറയുന്നത് പെസഹായ. ഇനി ഇവരുടെ രണ്ടാമത്തെ ഉത്സവം ഏതാ? 23-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ച്. ഇവരുടെ രണ്ടാമത്തെ ഉത്സവം 23-ന്റെ 6-ാമത്തെ വാക്യം. അതേ മാസം തന്നെ 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത ആ വാക്ക് അടിവരട്ടോ, യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഇവരുടെ രണ്ടാമത്തെ ഉത്സവം ഏതാണെന്നറിയാമോ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. എനിക്കറിയാം, ഞാനത് പറയുമ്പോൾ 1-2 പേരൊക്കെ എഴുതുന്നവരെ ഞാൻ കാണുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാർ എഴുതുന്നില്ല. സ്തോത്രം. കാര്യം ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറി കപ്പാസിറ്റിയാണ് പാസ്റ്ററെ. പാസ്റ്റർ പ്രസംഗിച്ചാൽ മതി, കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്നത് പോലെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എഴുതുന്നവർക്ക് മെമ്മറി ഇല്ലല്ലോ, എഴുതാത്ത ഞങ്ങൾക്ക് ഒത്തിരി മെമ്മറി ഉണ്ട്. 2 ഗ്രൂപ്പിനെ ഓർത്ത് സ്തോത്രം പറയുക. അവസാനം ഞാൻ ചോദിക്കും കേട്ടോ, അത് പറഞ്ഞേച്ചും പോകാൻ പറ്റത്തുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അയ്യോ, ചോദിക്കുമായിരുന്നോ? ചോദിക്കും. സ്തോത്രം. സന്തോഷത്തിൻ്റെ 3 കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാകും. സന്തോഷത്തിൻ്റെ 1-ാമത്തെ കാര്യം, കൊച്ചാലയത്തിൽ വരുമ്പോൾ, ആലയത്തിൽ വന്ന കൊച്ചിന് വിവാഹം നടക്കുമ്പോൾ സന്തോഷത്തിൻ്റെ 2-ാമത്തേത്. സന്തോഷത്തിൻ്റെ 3-ാമത്തേത്, അതേ അവർക്കൊരു ഉത്സവമുണ്ട്. അതിലെ 1-ാം ഉത്സവം നമ്മൾ പറഞ്ഞു പെസഹ. അത് മരണം വഴിമാറിപ്പോയി ഉത്സവം. അവരുടെ 2-ാമത്തെ ഉത്സവം ഈ പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. എന്നാ അതെന്താ പാസ്റ്ററെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ? പറയാം. അത് ഞാൻ ഈ പറയുന്ന തിയോളജി ലെവലിലല്ല കേട്ടോ, ഒരു ആത്മീയ വെളിപ്പാടില്ല. നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാവുള്ളൂ. അതിന് തിയോളജി ലെവലൊന്നും കണക്ട് ചെയ്യരുത്. ഇതൊരു ആത്മ വെളിപ്പാടായിട്ട് ഞാൻ പറയാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മേശയെ കാണിക്കുന്നതാണ്. സ്തോത്രം. കർത്താവിൻ്റെ മേശ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ മേശ ഞങ്ങൾക്കൊരു ആനന്ദമാണേ. എന്നാൽ ചിലർക്ക് അങ്ങനല്ല. കർത്താവിൻ്റെ മേശ ഉണ്ടെന്ന് പറയുമ്പോൾ അന്ന് മാത്രം പനി പിടിച്ച് വീട്ടിൽ കിടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മാത്രം തലവേദന വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഈ ചില ട്രഡീഷണൽ ചർച്ചകളിൽ ചെല്ലുമ്പോൾ സാധാരണ അവർ അനൗൺസ്മെൻറ്റ് നടത്തും, പ്രിയരെ അടുത്ത ആഴ്ച നമുക്ക് തിരുവത്താഴ ശുശ്രൂഷയുണ്ട് കേട്ടോ, ഒരുങ്ങി വേണം വരാൻ. എൻ്റെ ചോദ്യം, ഒരാഴ്ച കൊണ്ടാണ് ഈ ഒരുങ്ങാൻ പോകുന്നേ? ഞാൻ പറയുന്നത് പറയരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 21 കഴിയുമ്പോൾ നടത്തുകയും ചെയ്യരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയി. സ്തോത്രം. നടത്തരുത്. അന്ന് എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും, അന്ന് നടത്തരുത്. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മുന്തിയ മാനസാന്തരം 3 മാസം. സ്തോത്രം. 3 മാസം കഴിയുമ്പോൾ നടത്തണം. 21 കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോൾ തിരുവത്താഴം നടത്തണം. അപ്പോൾ അറിയാം എത്ര എണ്ണം എടുക്കുമെന്ന്. അതും പറയുകയും ചെയ്യരുത് എന്നാ നടത്തുന്നതെന്ന്. കയറി വരുമ്പോഴേ കാണാവുള്ളൂ ഇന്നുണ്ടോ എന്ന്. സ്തോത്രം. പിന്നെ ഇറങ്ങിപ്പോകാനും പറ്റിയല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അറിയാം എത്ര പേര് ഇതേ വിശുദ്ധിയോടുണ്ടെന്ന്. ഞങ്ങളുടെ ചർച്ച ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. സ്തോത്രം. 21 കഴിയുമ്പോൾ ഞങ്ങൾ നടത്തുകയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസം, അന്ന് ചിലപ്പോൾ യൂത്ത് മീറ്റിംഗ് ഉള്ള ദിവസമായിരിക്കും, അന്നായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. അന്നെല്ലാ പിള്ളേരും കാണുകയും ചെയ്യും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന എല്ലാ എണ്ണം കാണും. സ്തോത്രം. പെട്ടുപോയി. സ്തോത്രം. പുളിപ്പില്ലാത്ത ഈ അപ്പത്തിൻ്റെ പെരുന്നാൾ എങ്ങനെ ഭാഷയെ സന്തോഷമാകുന്നേ? പറയാം. ഇതിനകത്തൊരു ജീവൻ മറിഞ്ഞിരിപ്പുണ്ട്. ഇതിനകത്തൊരു വാക്തത്വം മറിഞ്ഞിരിപ്പുണ്ട്. പുളിപ്പില്ലാത്ത ഈ അപ്പത്തിൻ്റെ പെരുന്നാളിനകത്ത് ഒത്തിരി വാക്തത്വമുണ്ട്. ഒരു വാക്തത്വം ഞാൻ പറയാം. കർത്താവിൻ്റെ മേശയെ സംബന്ധിച്ച് ഇതിനകത്തൊരു രോഗശാന്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ വൈഫിന് കുഞ്ഞു പ്രായം മുതൽ ശ്വാസം മുട്ടലിൻ്റെ പ്രയാസം ഭയങ്കര. 8-ലും 9-ലൊക്കെ പഠിക്കുമ്പോൾ ശ്വാസം മുട്ടലിൻ്റെ പ്രയാസം ഭയങ്കര. അവൾ ഇപ്പോഴും ആ കിറ്റുമായിട്ടാണ് നടക്കുന്നത്. എന്നാ മോനെ അതിൻ്റെ പേര്? അതെ തന്നെ. സ്തോത്രം. എപ്പോഴും അതോട്ടാണ് നടക്കുള്ളൂ. സ്തോത്രം. ഭയങ്കര പ്രയാസമാണ്. എങ്ങും പോകാൻ പറ്റിയല്ല. ഈ കിറ്റുവാട്ടം എപ്പോഴും നടക്കുന്നത്. 8-ലും 9-ലൊക്കെ പഠിക്കും പ്രയാസമാണ്. എൻ്റെ വൈഫ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്, മുഖപ്പേറിലാണ് അവൾ ജനിച്ചത് വളർന്നതൊക്കെ. ആകയാൽ ചെന്നൈയിലെ മുഖപ്പേർ IPC സഭയ്ക്കകത്ത് 21 നടക്കുമ്പോൾ അവസാന ദിവസം കർത്താവിൻ്റെ മേശയുണ്ട്. അത് നമ്മുടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എബി പാസ് അപ്പമെടുത്ത് ഇങ്ങനെ ഉയരത്തിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, പ്രിയരെ, നീ അകൃത്യം ചെയ്തിട്ടാണ് ഇത് തൊടുന്നെങ്കിൽ, നീ പാപം ചെയ്തിട്ടാണ് ഇത് തൊടുന്നെങ്കിൽ, നീ രോഗിയാകും, നീ ബലഹീനനാകും, നീ നിദ്ര പ്രാപിക്കും. അത് ബൈബിളിൽ ഒരു വാക്യം കേട്ടോ.
പക്ഷെ എൻ്റെ വൈഫ് ആ വാക്യം കേട്ടപ്പോൾ അവൾ തിരിച്ചാ ചിന്തിച്ച് ചില വാക്യങ്ങൾ തിരിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. അവൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഈ പാസ്റ്റർ എന്നാ പറയുന്നത്, ഇത് അകൃത്യം ചെയ്ത് തൊട്ടാൽ ഇത് നീ രോഗിയാകും, ബലഹീനനാകും, നിദ്ര പ്രാപിക്കുമോ? അങ്ങനാണെങ്കിൽ ഇത് വിശുദ്ധിയോടെ തൊട്ടാൽ രോഗശാന്തിയും ബലവും നിത്യജീവനും വാഴത്തില്ലേ? വാഴും. സ്തോത്രം. പാട്ടുമായിട്ട് ഈ അപ്പവുമായിട്ട് പാട്ടുപാടി കർത്താവിൻ്റെ ദാസൻ തിരുവത്താനുമായി എൻ്റെ വൈഫിൻ്റെ അടുക്കൽ ആ റോയിൽ വന്നപ്പോൾ, എൻ്റെ വൈഫ് ഇരിക്കുന്ന റോയിൽ വന്നപ്പോൾ അവൾ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഒരു കൊച്ചു പീസ് അപ്പം എടുത്തു, ഒറ്റ മിനിറ്റ് കരം വെച്ച് കഴിഞ്ഞ നാളുകളെക്കാൾ ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ച് അവളത് കഴിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഈ രാത്രി സന്തോഷത്തോടെ പറയാം, എപ്പോഴാണോ തൻ്റെ ഉദരത്തിലേക്ക് അപ്പത്തിൻ്റെ പീസ് ഇറങ്ങിച്ചെന്നത് അന്നു മുതൽ തൻ്റെ മേലെ ശ്വാസം മുട്ടലില്ല, പ്രയാസം ഉണ്ടായിട്ടില്ല. തമ്പുരാൻ അത് അഴിച്ചു മാറ്റാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ പറയാം, തിരുവത്താഴ ശുശ്രൂഷ ഒരു ആനന്ദമാ. വിശ്വസിക്കുന്നവർക്കായി ഇതിനകത്ത് നിന്റെ രോഗശാന്തിയുടെ അഭിഷേകം വാഴുന്നുണ്ട്. ഇതിനകത്തൊരു ഹീലിംഗ് റലം വ്യാപരിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ച് നീ അതെടുത്താൽ നിനക്കതൊരു സന്തോഷമായിരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇവരുടെ മൂന്നാമത്തെ ഉത്സവം ഏതാ? 23-ന്റെ 10-ാമത്തെ വാക്യം. ഇവരുടെ മൂന്നാമത്തെ ഉത്സവം 23-ന്റെ 10-ാമത്തെ വാക്യം വായിച്ചോ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അവിടെ നിന്ന് ഞാൻ ദൂത് പറയാം, ഞാൻ പറഞ്ഞ ദേശത്ത് നിങ്ങൾ എത്തും. എന്ന് വെച്ചാൽ ഇത് ഞാൻ പാതി വഴിയിൽ അവസാനിപ്പിക്കത്തില്ല, ഞാൻ വിളിച്ച സ്ഥലത്ത് ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ പറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ വഴിയിൽ ഇട്ടേച്ചു പോകത്തില്ല, എന്നെ പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ദൈവം എത്തിച്ചിരിക്കും. സ്തോത്രം. അവർ പറഞ്ഞ സ്ഥലത്ത് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു കണക്ഷൻ എനിക്ക് തോന്നുന്നു. ഇത് പ്രിപ്പയർ ചെയ്ത് ഞാൻ പറയല്ല, അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം എടുത്തേ. ആമേൻ. സ്തോത്രം. അവിടെ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിന് തടസ്സമായി നിന്നൊരു 4 ശക്തികളെ പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം വായിച്ചേ. 14-ന്റെ 36-ാമത്തെ വാക്യം. മത്തായി 14-ന്റെ 34-ാമത്തെ വാക്യം. അവർ അക്കരെ എത്തി. ആ വാക്ക് നിങ്ങൾ കണ്ടോ? അവർ അക്കരെ എത്തി. പക്ഷേ എത്തുന്നതിന് തടസ്സമായി 4 ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ശക്തി നിങ്ങൾ ശ്രദ്ധിച്ചേ. 24-ാമത്തെ വാക്യം നോക്കിയേ. 24-ാമത്തെ വാക്യം വായിച്ചേ. എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് തടസ്സമായി നിന്ന് ഒന്നാമത്തെ ശക്തി വാക്യം 24. പടകോ കരവിട്ട് പല നാഴിക ദൂരത്താക്കി കളയുക. എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്താതിരിക്കാൻ പിശാച് ചെയ്യുന്ന ഒന്നാമത്തെ കണി നമ്മളെ ദൂരസ്ഥരാക്കുക എന്ന് പറഞ്ഞാൽ യേശു ഇക്കരയാ, നമ്മൾ അക്കരയ്ക്ക് പോവുക, ഇതിനിടയിൽ ഡിസ്റ്റൻസ് വരിക, ദൂരസ്ഥരാക്കി കളയുക, ആ കണക്ഷനെ വിച്ഛേദിപ്പിക്കുക, ദൂരസ്ഥരായി. ഇനി അടുത്ത വാക്ക്, കാറ്റ് പ്രതികൂലമാകാൻ കണ്ട് തിരകളാൽ വലച്ചു കളയുക. 1 എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിന് തടസ്സമായി ഒന്നാമത്തെ ശക്തി ദൂരത്താക്കി കളയുക. 2 വലച്ചു കളയുക. എന്താ ഈ വലച്ചു കളയുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഞാൻ അതിനിങ്ങനെ സിമ്പിളായിട്ട് വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞത് പ്രിപ്പയർ ചെയ്ത് പറയുകയല്ല, അതിങ്ങനെ കണക്ഷൻ വന്നുകൊണ്ട് പറയുന്നൊരു ദൂത. എന്തോ ഈ വലച്ചു കളയുക എന്നുള്ളൊരു വാക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഞാൻ ആ വാക്കിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാം. ഇറങ്ങി തിരിക്കുകയും ചെയ്തു, എത്തേണ്ട സ്ഥാനത്ത് എത്തിയതും ഇല്ല. അതിൻ്റെ പേരാണ് വലച്ചു കളയുക. ഇറങ്ങി തിരിച്ചോ? എത്തി. പക്ഷെ എത്തേണ്ട സ്ഥാനത്ത് എത്തിയോ? ഇല്ല. വലഞ്ഞുപോയി. സ്തോത്രം. ഈ വലഞ്ഞു പോകുക എന്നുള്ള വാക്കിന് ഒത്തിരി റലമുണ്ട് കേട്ടോ. സ്തോത്രം. ഒത്തിരി റലമുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മിരണത്തൊരു ചർച്ച്, IPCയുടെ ഒരു സഭ, ഭയങ്കര പഴക്കമുള്ളൊരു സഭയാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറേ യൗവനക്കാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക. അപ്പം ഞാൻ അവരെ ഓരോരുത്തരെ പരിചയപ്പെടുക. മോൻ്റെ പേരൻ ഇങ്ങനെ പരിചയപ്പെടുക. ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മോൻ എന്നാ ചെയ്യുന്നത്, മക്കൾ എന്നാ, മോൾ എന്താടാ ചെയ്യുന്നത്, ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുക. ആ കൂട്ടത്തിൽ ഒരു പയ്യൻ എന്നോട് പറഞ്ഞത്, അച്ഛാ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗാണ്. ഞാൻ ചോദിച്ചു, ഏതായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ്? സിവിലായിരുന്നു. ഞാൻ ചോദിച്ചു, നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? കോഴ്സ് കഴിഞ്ഞു. നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇല്ല ചേച്ചാ, തൊട്ടടുത്തൊരു തടിമില്ലുണ്ട്, ആ തടിമില്ലെ കണക്കെഴുതി കൊടുക്കുന്നൊരു ജോലിയാണ് എനിക്കുള്ളത്. ഞാൻ വെയിറ്റ്, നീ പഠിച്ചത് എന്നാന്നാ പറഞ്ഞേ? എഞ്ചിനീയറിംഗ്. എന്നാ? സിവില്. പക്ഷെ തൊട്ടടുത്തൊരു തടിമില്ലെ വേണം കണക്കെഴുതി കൊടുക്കുന്ന ജോലി. ഞാൻ പറഞ്ഞു, മക്കൾ അതെന്നെ പറ്റി? ഇല്ല ചാ, കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, നിനക്ക് ജോലി നീ ഓക്കെ ആയിരിക്കാം, പക്ഷെ നീ വലഞ്ഞു പോയെന്ന് ഞാൻ പറയും. കണ്ടോ? പഠിച്ചതല്ല അവൻ, പഠിച്ചത് നേഴ്സിംഗാ, ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുത്തു കൊടുക്കുന്ന ജോലിയാണ്, വലഞ്ഞുപോയി. മറുഭാഗം ഞാൻ പറയാം, കർത്താവിൻ്റെ ദാസൻ ബിനിൽ പാസ്റ്ററിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം 1000 പേരുള്ളൊരു ചർച്ചിൻ്റെ പാസ്റ്ററുള്ള അഭിഷേകമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേ. സ്തോത്രം. അസൂയില്ലാത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ബിനിൽ പാസ്റ്ററിന്റെ മേൽ 1000 പേരുടെ സഭയുടെ പാസ്റ്ററായിട്ടിരിക്കാൻ അത് ഈ ഒരു അഭിഷേകം കൊടുത്തെങ്കിൽ, ഇന്നും അദ്ദേഹം 100 പേരുള്ളൊരു സഭയുടെ പാസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ പേരെന്തുവാ? വലഞ്ഞുപോയി. സ്തോത്രം. 100 പേര് ഇല്ലേ പാസ്റ്ററേ? ഉണ്ടാ. സ്വത്രാഴ്ചയൊക്കെ കിട്ടുന്നുണ്ട്, പ്രസംഗമൊക്കെ അതൊക്കെ നടക്കുന്നുണ്ട്. പാസ്റ്ററായി, പക്ഷെ വലഞ്ഞുപോയി. കാരണം നിന്റെ പേരിൽ ദൈവം തന്ന അഭിഷേകം 1000 പേരുടെ പാസ്റ്റർ, നീ ഇപ്പോഴും ഇരിക്കുന്ന 100 പേരുടെ പാസ്റ്റർ, അതിൻ്റെ പേര് വലഞ്ഞു പോകുക എന്ന. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ.
ഇനി അടുത്ത വാക്ക് എന്നാണെന്നറിയാമോ? വലഞ്ഞു പോയെന്ന് മാത്രമല്ല, അടുത്ത വാക്ക് താഴേക്ക് വായിച്ചു വരുമ്പോൾ 26-ാമത്തെ വാക്യം കിടക്കുക. ഭ്രമിച്ചു. എന്താ ഭ്രമിച്ചു? ഒന്നെന്തായിരുന്നു? ദൂരത്താക്കി. 2 3 നിങ്ങളെത്ര സൈലൻ്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ എല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലേ? സ്തോത്രം. എനിക്കങ്ങ് ആശങ്കയായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അങ്ങ് പോകുമായിരുന്നു. കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിലും മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പാണ് പാസ്റ്റേ, കാരാവിലെ കല്യാണ വെട്ടിയിൽ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ മതി, അവർ കൈയടിച്ച് വീഞ്ഞാക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞു. സ്തോത്രം. ഓക്കെ, നല്ല കൂട്ടമാണ്. ശ്രദ്ധിച്ചു. എൻ്റെ ഭ്രമിച്ചു പോയി. എന്താ ഭ്രമിച്ചു പോവുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്നാ? ഞാൻ അതിന് മറ്റൊരു വാക്ക് പറയാം. മെൻ്റലി ഡിസോർഡർ ആകുക എന്ന് പറയും. മാനസിക രോഗി എന്നുള്ള അർത്ഥമൊന്നുമില്ല, പക്ഷെ മെൻ്റലി ഡിസോർഡറായി. ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? മുമ്പിൽ ഭ്രമം നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ ഈ റലം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ മുമ്പിൽ വാക്തത്വം വന്നാലും വാക്തത്വം ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. മുമ്പിൽ വാക്തത്വം വന്നാലും ഇത് ദൈവം തുറന്ന വഴിയാന്ന് പിടികിട്ടത്തില്ല. അതിനർത്ഥം ഭ്രമിച്ചു പോയെന്നാ. ഈ പല കുഞ്ഞുങ്ങളും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പം പറയും, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ 2 കല്യാണാലോചന വന്നിട്ടുണ്ട്, പാസ്റ്റർ പറ പാസ്റ്റേ ഞാൻ ആരെയെ കെട്ടണ്ടേ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ ഞാനൊന്ന് കെട്ടിയതാ, മോള് പറ ആരെ കെട്ടണ്ടേ? സ്തോത്രം. പാസ്റ്റർ പറ. ഞാൻ എനിക്ക് വേണ്ട, സത്യമായിട്ട് എനിക്ക് വേണ്ട, മോളിൽ കെട്ടണ്ടേ, മോള് പറ ആരെ കെട്ടണ്ടേ? ഞാൻ ചോദിച്ചു 2 എവിടുന്ന? ഒന്ന് UK എന്നാ പാസ്റ്റേ, ഒന്ന് USA എന്നാ. ഞാൻ പറഞ്ഞു 2 പേരും എന്ത് ചെയ്യുന്നു? 2 പേരും എഞ്ചിനീയർമാരാ പാസ്റ്റേ. അതാ കൺഫ്യൂഷൻ. ആരെ കെട്ടണ്ടേ? കണ്ടോ, മുമ്പിൽ വാക്തത്വം ഉണ്ട്, പക്ഷെ ഏതാന്ന് പിടി കിട്ടുന്നില്ല, വലഞ്ഞു പോയി. സ്തോത്രം പറഞ്ഞാട്ടെ. അണ്ട് ഇതൊക്കെ പറഞ്ഞ മനസ്സിലോട്ടെ, ഞങ്ങളും ആ ഗണത്തിലാണോ പാസ്റ്റേ? ദൈവം തുറന്ന വഴി. അച്ഛാ, മുമ്പിൽ നിൽക്കുന്നത് യേശുവാ, കടലിന് മീതെ നിൽക്കുന്നത് യേശുവാ, പക്ഷെ ശിഷ്യന്മാരെന്ത് പറയുന്നേ? ഭ്രമിച്ചു പോയി. മുമ്പിൽ വാക്തത്വ മഷിക വന്നാലും നിനക്ക് ഭൂതമാണെന്ന് തോന്നുമെങ്കിൽ നീ ഭ്രമിച്ചെന്ന അർത്ഥം. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇതിപ്പോൾ ഞാനൊരു സഭായോഗത്തിൽ ശുശ്രൂഷിക്കുന്ന അതേ ശൈലിയിലാണ് പ്രസംഗിക്കുന്നത് കേട്ടോ, ഗസ്റ്റ് ഭാഷ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല എൻ്റെ ശൈലി. ഇത് ഞാൻ അത്രയും ശാന്തമായിട്ട് നിർത്തി പറയാം. ഞാനിപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടത്തിനകത്ത് ആരെങ്കിലും ഒരാൾ, സഹോദരന്മാരോ സഹോദരിമാരോ, പെട്ടെന്ന് എന്നെ നോക്കി പ്രവചിക്കാന്ന് പറയുന്നത്, പാസ്റ്റർക്ക് യൂറോപ്പിലേക്കൊരു വഴി. അപ്പം ഞാൻ ഇതുവരെ യൂറോപ്പിൽ പോയിട്ടില്ല. സ്തോത്രം. ഗൾഫ് രാജ്യങ്ങൾ മാത്രമേ ഞാൻ പോയുള്ളൂ. യൂറോപ്പിലേക്ക് പാസ്റ്റർക്ക് ഒരു വഴി തുറക്കുന്നു എന്നാരെങ്കിലും ഒന്ന് എന്നെ നോക്കി ഇപ്പം പ്രവചിക്കാന്ന് ഇരിക്കട്ടെ. അസൂയില്ലാതൊരു സ്തോത്രം. പകുതി പേർക്ക് അസൂയുണ്ടോ? സ്തോത്രം. ഓക്കെ. അങ്ങനെ ഒരു ദൂത് നിങ്ങൾ എന്നോട് ആരെങ്കിലും അല്ലെ, ഇപ്പം പാസ്റ്റർ മോളെന്തി പോയോ? പാസ്റ്റർ മോളെന്തി? ഇപ്പോൾ ഈ കൊച്ചു തന്നെ എന്നെ നോക്കിയ, അച്ചാച്ചന് വേണ്ടി ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഒരു ദൂത് പറഞ്ഞു, അച്ചാച്ചൻ അടുത്ത ഇടയ്ക്കായിട്ട് യൂറോപ്പിലേക്ക് ഒരു വഴി തുറക്കുന്നു എന്ന് ഈ മോൾ എന്നെ നോക്കി ഒരു ദൂത് പറഞ്ഞാൽ ഞാൻ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാ? ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാ? പറഞ്ഞു അതിന് ഭാഷയല്ലേ പോകുന്നത്? ഭാഷ എന്തെങ്കിലും ചെയ്യും ഭാഷ അങ്ങനെയാണോ? അല്ല, എന്നാ പറ. ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ സിസ്റ്റർ? എന്താ ഞാൻ ആദ്യം ചെയ്യേണ്ടേ? പാസ്പോർട്ട് എടുക്കണം, പിന്നെ വിസയോ? പിന്നെ വിസ എടുക്കണം, പിന്നെന്തോ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാ? ഫസ്റ്റ് ചെയ്യണ്ടേ? സ്വോത്രോ? ഇതൊക്കെ വേണം. സ്വോത്രം പറയണം, അന്യഭാഷ പറയണം, കൈയടിക്കണം, ആ ദൂതിനെ കരഞ്ഞ് ഞാൻ ഏറ്റെടുക്കണം, ഞാൻ ആ ദൂതിന് വേണ്ടി എല്ലാം ചെയ്യണം. പക്ഷെ ഞാൻ അതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന്, ഏറ്റവും കുറഞ്ഞ പ്രാർത്ഥിക്കണം മാമ, അതൊക്കെ ആത്മീയതയാണ്. പക്ഷെ അതിനേക്കാളും അപ്പുറം അതൊക്കെ വേണം, അതൊക്കെ സ്പിരിച്വൽ എല്ലാം കേട്ടോ. ഞാൻ ആ വിഷയമല്ല തൊടുന്നേ. അപ്പം ആദ്യം പ്രാർത്ഥിക്കണം, പക്ഷെ ഭൗതിക വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ അതിനകത്ത് ചെയ്യേണ്ട കാര്യം, ഏറ്റവും കുറഞ്ഞത് യൂറോപ്പ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഇല്ലെങ്കിൽ പ്രശ്നം. ഞാൻ ഗൾഫിൽ പോയാലും ഞാൻ ദുബായിൽ പോയാലും ഞാൻ അവിടെ, കർത്താവേ നീ എന്നെ യൂറോപ്പിൽ കൊണ്ടെത്തിച്ചതിനായി സ്തോത്രം എത്തിച്ചത്. അപ്പം ഗൾഫിലുള്ള എൻ്റെ സഹോദരന്മാർ പറയും, എൻ്റെ പൊട്ടം പാസ്റ്റേ, ഇത് ഗൾഫാ പാസ്റ്റേ, യൂറോപ്പ് അപ്പുറേ കിടക്കുക. സ്തോത്രം. എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ വരുന്ന വാക്തത്വം ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇല്ലേ ഞാൻ ഭ്രമിച്ചു പോകും, ഇല്ലേ ഞാൻ വരഞ്ഞു പോകും. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഭ്രമിച്ചു പോയി. ഇനി 4-ാമത്തെ ശക്തി എന്നാണെന്നറിയാമോ? താഴേക്ക് വായിച്ചു വരുമ്പോൾ യേശു അവരെ നോക്കി പറയാണ്, അല്പവിശ്വാസിയെ. അങ്ങനെ ഒരു വാക്ക് അതില്ലേ? ഏതാ? ഈ 31-ാമത്തെ വാക്യം. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ. എന്താ എന്ന് വെച്ചാൽ നിന്റെ വിശ്വാസം പോയി. നിങ്ങളെ ശ്രദ്ധിച്ചേ, ദൂരസ്ഥരാക്കി, വലച്ചു കളഞ്ഞു, ഭ്രമിപ്പിച്ചു കളഞ്ഞു. ഈ 3 ശക്തി കുഴപ്പമില്ല. 4-ാമത്തെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, പക്ഷെ 4-ാമത്തെ വിശ്വാസവും തകർത്തിട്ട് ഇനി നീ എത്തേണ്ട സ്ഥാനത്ത് എത്തത്തില്ലടാ എന്ന് സകല പിശാചുക്കളും പറഞ്ഞപ്പോൾ 34-ാമത്തെ വാക്യം പറയുക, അവർ അക്കരെ എത്തി.
അതിൻ്റെ കാര്യം എന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ വന്ന ദൂരസ്ഥരാക്കി കളഞ്ഞതും ഭ്രമിപ്പിച്ച് കളഞ്ഞതും വലച്ചു കളഞ്ഞതും വിശ്വാസത്തെ കെടുത്തിക്കളഞ്ഞ മേഖലയിൽ യേശു കടലിന് മീതെ ആ പടകിനകത്ത് കയറി വന്നതാ. അവൻ അതിനകത്ത് വന്നപ്പോൾ അടുത്ത വാക്ക് എന്നറിയാമോ? 33-ാമത്തെ വാക്യം പറയുക, പടകിലുള്ളവർ നീ ദൈവപുത്രന് സത്യമെന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. ഏത് പടകാണോ മുക്കിക്കളയുമെന്ന് പറഞ്ഞത്, അതേ പടകിനെ അവൻ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ അവർ എത്തേണ്ട സ്ഥാനത്തെത്തി. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, ഞാൻ എത്തേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ കൊണ്ടെത്തിക്കും. സ്തോത്രം. ഞാൻ വലഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, ഞാൻ ഭ്രമിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, ഞാൻ ദൂരസ്ഥരാಗಿ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഏത് കാറ്റ് പ്രതികൂലമായാലും ഈ 14-ാം അധ്യായത്തിൽ ഞാൻ കരം വെച്ച് പറയുക, ദൈവം എന്നെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ദൈവം എന്നെ എത്തേണ്ട സ്ഥാനത്ത്, ഓ ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, ദൈവം എന്നെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ പോകുന്ന രക്തത്താൽ ജയം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ച ഇപ്പോഴത്തെ വാക്യത്തിൽ 23-ന്റെ 10-ാമത്തെ വാക്യം പറയാ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എത്തിയ ശേഷം അടുത്ത വാക്ക് ലേവ്യ പുസ്തകം 23-ന്റെ 10. തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കും. അന്ന് വെച്ച ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എത്തുക മാത്രമല്ല, അതിനകത്ത് വിളവും നിങ്ങൾ എടുക്കും. സ്തോത്രം. വിളവെടുത്ത ശേഷം അടുത്തത് നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ, നിങ്ങളുടെ കൊയ്ത്തിന്റെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ആ ഉത്സവത്തിന് ഇവരിട്ട പേര് ആദ്യ ഫലക്കറ്റ പെരുന്നാൾ. ഒന്ന് പറഞ്ഞേ. ഇനി നിങ്ങൾക്ക് സന്തോഷം വരാത്ത കുറെ കാര്യം എന്തുവാണെന്നറിയില്ല, രാത്രി എല്ലാം പിണങ്ങുന്ന ദൂതാണല്ലോ തമ്പുരാനെ. സ്തോത്രം. സന്തോഷം വരാത്ത കുറെ കാര്യം ഞാൻ പറയാം. സന്തോഷം വരാത്ത, നിങ്ങൾക്കൊരു നന്മയുണ്ടായാൽ ആ നന്മയുടെ ആദ്യത്തെ ഫലം എവിടെ കൊണ്ടുവരണം? ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് എവിടെ മീറ്റിംഗ് വന്നാലും മെജോറിറ്റി ചർച്ചകളിൽ റബ്ബർ ഷീറ്റോട്ട് വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കൊലയുമായിട്ട് വരുന്നവരെ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ആശങ്കയായിരുന്നു, ഞങ്ങളുടെ കൊല്ലത്തൊന്നും അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ എനിക്ക് ആശങ്ക, ഞാൻ ഇവരെ റബ്ബർ ഷീറ്റ് പാസ്റ്റർ അവർ റബ്ബർ വെട്ടിയപ്പോൾ ആദ്യത്തെ ഷീറ്റ് അടിച്ചപ്പോൾ അത് ആലയത്തിൽ കൊണ്ടുവന്നത്. സ്തോത്രം. നിങ്ങൾ ഷീറ്റൊന്നും കൊണ്ടുവന്നില്ലേലും അത് വിറ്റ പൈസ ആലയത്തിൽ എന്ത് ചെയ്യണം? 3-ാമത്തെ പെരുന്നാൾ ഭൗതികത്തിൻ്റെ കെട്ടഴിയാനുള്ള പെരുന്നാളാണ്. ഭൗതികത്തിൻ്റെ കെട്ടഴിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്ത്, ഞാൻ എൻ്റെ സഭയെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അതേ ഉപദേശത്തിൽ പറയാം, ഭൗതികത്തിൻ്റെ കെട്ടഴിക്കാൻ അന്യഭാഷ പറഞ്ഞാൽ പറ്റത്തില്ല മാമേ. ഭൗതികത്തിൻ്റെ കെട്ടഴിയാൻ ആരാധിച്ചാൽ പറ്റും, അതൊക്കെ ആത്മീയ തലങ്ങളാണ്. ഭൗതികത്തിൻ്റെ കെട്ടഴിയണമെങ്കിൽ വിതച്ച് തന്നെ കൊയ്യണം. സ്തോത്രം. അപ്പം നമ്മൾ പറയും, പാസ്റ്റർ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല പാസ്റ്റർ, ഈ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ പാസ്റ്റർക്ക് ഇച്ചിരി റിച്ചായിട്ട് തോന്നുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കൈ അങ്ങനെയുള്ളവരുള്ള എൻ്റെ ചോദ്യം, വിധവയുടെ കയ്യിൽ എന്നെ ഉണ്ടായിരുന്ന മാമേ? ഉള്ളതങ്ങ് വിതയ്ക്കുന്നേ. ഉള്ളത് വിതയ്ക്കുമ്പോൾ നമുക്കൊരു ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ ദൈവം മടക്കി നൽകൂ. എൻ്റെ കരത്തിൽ നന്മ കുറയാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഭൗതിക വിഷയത്തെ ഭാരപ്പെടുന്നവർ യോഗത്തിനകത്തുണ്ടോ? അവർക്ക് 3-ാമത്തെ ഉത്സവം ഞാൻ പറയാം, ആദ്യ ഫലക്കറ്റ പെരുന്നാൾ. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ രാവിലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു പദം ഇങ്ങനെ ഇറങ്ങി പറഞ്ഞായിരുന്നു. സത്യത്തിൽ ഈ ഞങ്ങളുടെ ആലയത്തിൻ്റെ പണി തുടങ്ങാൻ ദൈവം 2 മാസം മുമ്പാണ് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അപ്പോഴാണ് എന്നോട് ദൂത് പറയുന്നത്. ഞാനപ്പോൾ ഈ ആലയത്തിൻ്റെ പണിക്ക് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ആലയത്തിൻ്റെ പണി തുടങ്ങാൻ സമയമായി. അപ്പം നമ്മൾ ദൈവം ഇങ്ങനെ ഒരു ദൂത് പറയുമ്പോൾ വലിയ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആക്കി നോക്കും, അതിനകത്ത് എന്തോ ഉണ്ടെന്ന് അറിയാൻ. ഇപ്പൊക്കെ കണ്ടോ? ഇല്ല പാസ്റ്റർ, ഞങ്ങളങ്ങനെ വിശ്വാസത്തെ യാത്ര ചെയ്യുന്നവരാ. ആണോ? പിന്നെ സ്തോത്രം. ഗൂഗിൾ പേ, ഞാനും ഗൂഗിൾ പേ ആണാക്കി. എത്ര ഉണ്ടെന്നറിയാം? രസകരമായൊരു ചിന്ത ഞാൻ പറയാം കേട്ടോ. 670 ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു ഇത് കട്ടാകാതിരിക്കാൻ 1000 അങ്ങാണ്ട് വേണം. ഞാനത് അറിഞ്ഞില്ല. സ്തോത്രം. 600. ഞാൻ പറഞ്ഞു കർത്താവേ 670. ദൈവമതിയുടെ ആലയത്തിൻ്റെ പണി. ഞാൻ പറഞ്ഞു കർത്താവേ 670. ദൈവമതിയുടെ ആലയത്തിൻ്റെ പണി. ഇത് ഭയങ്കര യുദ്ധമാണ് കേട്ടോ. അകത്ത് 2 തിക്കും, ഒന്ന് ജഡസന്ധതി. ഏത് ചെയ്യണം? ഭയങ്കര പെയിനാപ്പം. അപ്പോൾ ഇത് പറയുന്ന ദൈവം ആമോന്ന് പോലും നമുക്ക് ആശങ്ക വരും. ഞാൻ പറഞ്ഞു കർത്താവേ 670. ദൈവമതിയുടെ ആലയത്തിൻ്റെ പണിയെന്ന്. സ്തോത്രം. അപ്പം ഞാൻ അന്നത്തെ ദിവസം രാവിലെ എനിക്ക് മാവേലിക്കര ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ മീറ്റിങ്ങിന് പോവുക. ഈ 670 ബാലൻസുമായിട്ട് പോകുന്ന സമയത്ത് മീറ്റിംഗത്ത് ഒരു 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ USA എന്നൊരു ബ്രദർ എന്നെ വിളിച്ചു. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള വാട്സപ്പ് നമ്പർ കാണുമ്പോഴേ നമുക്കറിയാം പ്രാർത്ഥിക്കാനുള്ള വിളിയാണ്. ഒന്നാമത് എടുക്കാൻ സമയമില്ല, മൂടുമില്ല. സ്തോത്രം. ഞാൻ ഫോൺ കട്ടാക്കി വിട്ടു. അപ്പോൾ പുള്ളി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് ഒരു ഒറ്റ
ഒരൊറ്റ മിനിറ്റ് മതി. ഞാൻ അങ്ങനെ മെസ്സേജ് ആയപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു എന്നാ വിഷയം പാസ്റ്റർ പ്രാർത്ഥിച്ചു നോക്കുക, ദൈവം വെളിപ്പെടുത്തുമെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച, ഒന്നാമത് ഞാൻ കിറങ്ങി നിൽക്കുക. അതിൻ്റെ കൂടെ വിഷയം പറഞ്ഞ് എന്തെങ്കിലും ക്ലൂ കിട്ടിയ ബാക്കി ഞാൻ പിടിച്ചു പറയാം. സ്തോത്രം. പുള്ളി പറഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ബാക്കി ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. അങ്ങനെ ഞാൻ ജസ്റ്റ് കണ്ണടച്ച ഒരു വാക്കെന്ന് പ്രാർത്ഥിക്കുക. എടുത്തു പോയല്ലോ എന്നൊരു ചിന്തയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ചൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുമ്പേ ഒരു ചിത്രം ദൈവം വെളിപ്പെടുത്തി. അത് അവരുടെ വൈഫുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. ഞാൻ ആ വിഷയം പുള്ളിയോട് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര ബലമായി. പുള്ളി പറഞ്ഞു പാസ്റ്ററെ അതിനകത്ത് കഴിഞ്ഞ ദീർഘനാളുകളായി ഭാരപ്പെടുക, ഇപ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നല്ലേ? ഞാൻ പറഞ്ഞു നിശ്ചയമായും സംസാരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു പാസ്റ്ററിൻ്റെ അക്കൗണ്ട് നമ്പർ തരാമോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച, ഞാൻ അങ്ങനെ ഈ വാട്സാപ്പിന് അതോട് അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യുന്നൊരു പരിപാടി എനിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു വാക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അക്കൗണ്ട് നമ്പറിന് അത് മോശമാണ്, അങ്ങനെ ചെയ്യണ്ട. പിന്നെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുക. ഞങ്ങളിപ്പോൾ ഓക്കെ, ഞങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ പുള്ളി എന്നോട് അടുത്ത് പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ പാസ്റ്റർമാർക്ക് പൈസ കൊടുക്കുന്ന ഒരാളല്ലെന്നൊരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പക്ഷേ ഇത് പാസ്റ്റർക്കുള്ളതുമല്ല, നിങ്ങൾക്ക് പുട്ടടിക്കാനുള്ളതല്ല. നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ചെറുതെന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു ചെറിയ നന്മ, അതിന് വേണ്ടിയിട്ടാണ് വാസം. ഞാൻ ചെറുതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അയച്ചു കൊടുത്തു. പുള്ളി വൈകിട്ടായപ്പോൾ എനിക്കൊരു എമൗണ്ട് ഫോർവേഡ് ചെയ്തു. ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല, 1,00,000 രൂപ ഉണ്ടായിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. തമ്പുരാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ? ആലയത്തിൻ്റെ ഞാൻ പറഞ്ഞ കർത്താവേ 670 പറഞ്ഞ ഇടം തുടങ്ങടാ, ബാക്കി ചെയ്തോളാം. സ്തോത്രം. നമുക്കൊരു പ്രത്യേകതയുണ്ട്, എസ്പെഷ്യലി മലയാളി പെന്തക്കോസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഒരടയാളം ഒന്നും കണ്ടാൽ നമ്മൾ തൃപ്തന്മാരാകത്തില്ല. നമുക്ക് കുറഞ്ഞത് 2 അടയാളം വേണം. പഴയ നിയമത്തിലെ മറ്റേ മനുഷ്യനെ പോലെ രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു കർത്താവ് ഇത് മൊത്തം നനഞ്ഞിരിക്കണം, അപ്പുറം ഉണങ്ങിയിരിക്കണം. ദൈവം പറഞ്ഞ് ചെയ്ത് കാണിക്കാം. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പുള്ളി ദൈവം പറഞ്ഞു കർത്താവ് അടിക്കൊന്നും ചെയ്യല്ലേ. കർത്താവ് ചോദിച്ചു എന്നടാ ഇന്ന് ഇത് ഉണങ്ങിയിരിക്കണം, മറ്റേത് നനഞ്ഞിരിക്കണം. 2 വട്ടമൊക്കെ ചോദിച്ചാൽ ദൈവം ചെയ്തു തരും. മൂന്നാമത് പിറ്റേ ദിവസം വീണ്ടും ചോദിച്ചാൽ തമ്പുരാൻ അടി തരും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അടയാളം ചോദിക്കുന്നവരുണ്ടോ യോഗത്തിൽ? അടയാളം ചോദിക്കുന്നവർ ഇത്രയും വലിയ യോഗത്തിൽ അടയാളം ചോദിക്കുന്ന ആരും ഇല്ലയോ? എൻ്റെ അടയാളം ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു കർത്താവേ അത് നീ എനിക്ക് ചെയ്തു തന്നു, പക്ഷേ എനിക്ക് ഒരു അടയാളം കൂടെ വേണം. സ്തോത്രം. ആലയത്തിൻ്റെ പണിയുടെ കാര്യമല്ലേ, ഒരടയാളം കൂടെ വേണം. ദൈവം ചോദിച്ചു എന്നാ അടയാളം? ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് അങ്ങനെ ബാധ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് കടഭാരോ ബാധ്യതയോ അങ്ങനെ ഇതുവരെ എൻ്റെ ലൈഫിനകത്തില്ല. സ്തോത്രം. അത്യാവശ്യം നല്ല അത്ഭുതത്തോടെ ദൈവം ഞങ്ങളെ നടത്തുന്നത്. പിന്നെ ഞാൻ ചർച്ചിന് വേണ്ടി ഒരു വണ്ടി എടുത്തു. അതിനകത്ത് മാത്രം എനിക്കൊരു സ്വല്പം ബാധ്യതയുണ്ട്, ഒരു 7,00,000 രൂപ. അത് EMI അടച്ച് ഞാനിങ്ങനെ ഊപ്പാട് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ അത് സംബന്ധമായി എന്തെങ്കിലും ഒരു അടയാളം. അപ്പോൾ എൻ്റെ ചിന്ത ഇതുപോലെ 10,000 10,000 എങ്ങാനും കാണിച്ചത് ഒരു അടയാളം തരും. അടയാളം തന്നു കഴിഞ്ഞാൽ ചർച്ചിൻ്റെ പണി 7,00,000 ഒരു 10,000 10,000 ഇങ്ങനൊരു ചിന്തയിൽ ഞാനിരിക്കുക. സത്യത്തിൽ ഞാൻ ഇതെൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത വണ്ടിയല്ല. എനിക്ക് ഇത്രയും വലിയ വണ്ടി ഇഷ്ടമല്ല. എനിക്ക് കൊച്ചു വണ്ടി ഇഷ്ടം, എപ്പോഴും കൊണ്ടുവന്ന് ഒതുക്കിയിടാനും ഒക്കെ. പക്ഷേ ഞങ്ങളുടെ സഭയിൽ 2 പേർക്കേ സ്കൂട്ടി ഉള്ളൂ. സ്കൂട്ടർ 2 പേർക്കേ ഉള്ളൂ. ബൈക്കല്ല, സ്കൂട്ടി 2 പേർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കാറാണോ പാസ്റ്റേ? അല്ല, സൈക്കിൾ പോലും ഇല്ല. സ്തോത്രം. അങ്ങനെയുള്ള സഭയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 പേർക്കേ സ്കൂട്ടി ഉള്ളൂ, ബാക്കിയുള്ള സൈക്കിൾ പോലും ഇല്ല. കോട്ടേജ് മീറ്റിംഗ് വരുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാനൊരു 7 സീറ്റ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 7 സീറ്റ് എന്ന് കമ്പനി പറയുന്നെങ്കിൽ നമ്മളത് കുത്തി നിറച്ച് 10 പേരെ കൊണ്ടുപോകും. സ്തോത്രം. അവരങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. സ്തോത്രം. അപ്പോൾ ഇത് പ്രയോജനപ്പെടുമല്ലോ എന്നൊരു ചിന്ത ഞാൻ എടുത്തതാണ്. പക്ഷേ ഈ 7,00,000 എനിക്ക് ഭയങ്കര ബാധ്യതയായിട്ട് വന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് അതിലൊരു അടയാളം. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ച് കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിനകത്തൊരു മനുഷ്യൻ വരിക. അദ്ദേഹം എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് പാസ്റ്ററെ ദൈവവേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അദ്ദേഹത്തിനപ്പോൾ ഒരു ചെറിയ നന്മയുണ്ടായിരുന്നു. അത് പുള്ളി വിറ്റപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗിഫ്റ്റുമായിട്ട് വന്നാൽ അവരിയ്ക്കുമ്പോൾ നമുക്ക് തുറക്കാനൊരു നാണക്കേട് വരും. അങ്ങനെ അല്ലയോ? നിങ്ങൾ അവരിയ്ക്കുമ്പോഴേ തുറന്ന് പൊട്ടിച്ചു പോകുമോ? അല്ല, പിന്നെ ഓക്കെ സ്തോത്രം. നമുക്കൊരു നാണക്കേടാണ്. പക്ഷെ അവർ പോകുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റിയാണ്. ഇതിനകത്ത് എന്താണെന്ന് അറിയണം. ബേക്കറി ആണോ അതോടെ ഡ്രസ്സങ്ങാണോ ആണോ? നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പുള്ളി പോയപ്പോൾ ഞങ്ങളത് പൊട്ടിച്ചു നോക്കി. ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 7,00,000 രൂപ ഉണ്ടായിരുന്നു. സ്തോത്രം. ബാധ്യത എത്രയാണെന്നറിയാമോ? ഈ അളന്ന് കുറിച്ച് എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തു വിടുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്തോത്രം. തമ്പുരാനോട് ചോദിച്ചേടാ അടയാളം അല്ലേ ചോദിച്ചോളൂ. അടയാളം കാണിച്ചിട്ടുണ്ട്, 7 തീർത്ത് തന്നിട്ടുണ്ട്. ആലയത്തിൻ്റെ പണി തുടങ്ങാൻ സമയമായി. സ്തോത്രം. ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സാക്ഷ്യം എൻ്റെ വീട്ടിൽ ഷെയർ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു എടാ നിനക്കങ്ങനെ വഴി തുറക്കാതിരിക്കും. നിൻ്റെ അപ്പനും അമ്മയായ ഞങ്ങൾ എന്ത് കിട്ടിയാലും വിതയ്ക്കുന്നവരാടാ, നീ അത് കൊയ്യാതിരിക്കത്തില്ല. ആദ്യ ഫല കറ്റ പെരുന്നാൾ സഭയുടെ ഒരു വാഗ്ദത്തമായി. ഇന്ന് രാത്രി ഞാൻ ശാന്തമായിട്ട് ഇത് പറയുന്നെങ്കിലും ആത്മാവിൽ ഞാൻ പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടം വരത്തില്ല അച്ഛാ. കടം വരാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികത്തിന്റെ കുരുക്കുകൾ ഇടുന്ന സ്വാധീനങ്ങളെ നോക്കി ആത്മാവിൽ വിശ്വസിക്കുന്നവര് പറ, എനിക്കൊരു ആദ്യ ഫലക്കറ്റ പെരുന്നാൾ ഉണ്ടാകും. ഞങ്ങൾ ഇരിക്കുന്ന ദേശത്ത് ഞങ്ങൾ വിതയ്ക്കും. ഞങ്ങൾ വിതയ്ക്കുന്നതിനെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊയ്യിപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
ഇവരുടെ 4-ാമത്തെ പെരുന്നാൾ ഞാൻ പറയാം. 23:16 വാക്യം. അവിടെ ഏറ്റവും പ്രധാന വാക്ക് നമ്മൾ തൊടുക. ഇവരുടെ 4-ാമത്തെ പെരുന്നാൾ 23:16 വാക്യം വായിച്ചോ. ഏഴാമത്തെ ശബത്ത്. ശബത്തിന്റെ പിറ്റേന്നാൾ 50 ദിവസം എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തിനാ വായിക്കുന്നേ? എന്തു 50-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാ. ഇതിന്റെ പേര് പെന്തക്കോസ് ഉത്സവം എന്ന് വെച്ചാൽ ഇവർ കാത്തിരുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇവരുടെ ശിരസിനകത്ത് വന്നു വീണൊരു ഉത്സവമായി ഇവരുടേത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന സ്ഥലം സഭയെ നോക്കി ഞാൻ പറയാ, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ ശിരസിനകത്ത് വന്നു വീഴുന്ന ഒരു പെന്തക്കോസ് ഉത്സവം ദൈവം നമുക്ക് മടക്കി നൽകുമച്ച. ഇതിനകത്തിരിക്കുന്ന 10 പേർ അഭിഷേകമുണ്ട്, 10 പേർക്ക് അഭിഷേകം ഇല്ല. അങ്ങനൊരു സഭയായിരിക്കത്തില്ല ഇത്. ഇരിക്കുന്നവരെ മൊത്തം ആത്മശക്തി കൊണ്ട് നിറയപ്പെടുന്ന ഒരു പെന്തക്കോസിന്റെ ഉത്സവം. വിശ്വസിക്കുന്നവര് പറ, എന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവില് എനിക്കറിയാം. ഉപവാസ പ്രാർത്ഥനയിൽ കൃപാവരത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മദാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതാ ഒരു പെന്തക്കോസ് ഉത്സവം യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ശിരസിനകത്തേക്ക് പരിശുദ്ധിയാത്മാവ് തരുമെന്ന് പറഞ്ഞ റാക്കാല്ല ലാമാന ശംദേനെ റെക്കേനെ ലേസതേനിയ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇതൊരു ദൈവശക്തിയായി ഇന്ന് രാത്രി വാഴട്ടെ, ഒരു ദൈവശക്തിയായി ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടട്ടെ. നീ കാത്തിരുന്നൊരു പരിശുദ്ധിയാത്മാവിന്റെ ശക്തി, നീ കാത്തിരുന്നൊരു പെന്തക്കോസിന്റെ ഉത്സവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശിരസിനകത്ത് വന്നു വീഴുന്ന ഒരു മഹത്വത്തിന്റെ ഉത്സവമായി റമന ലഗനഗരഗ ശംബകരം ബാലകസി ഹത്തനാദിയ. അതിന്ന് രാത്രി പറയുമ്പോൾ ഉറപ്പിച്ചു ഇന്ന് രാത്രി ഞാൻ പറയാം, എന്റെ നാവുകളെ തുറപ്പിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി യോഗത്തിനകത്ത് വ്യാപരിക്കപ്പെടും. ഞാൻ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധിയാത്മാവിനെ ഇന്ന് രാത്രി എന്റെ ശിരസിനകത്തേക്ക് പകരുന്ന ഒരു പെന്തക്കോസ് ഉത്സവം യേശുവിന്റെ നാമത്തിൽ. അടകപരം ഷാദകരം ദേനകസി. നീ ലജ്ജിച്ചു പോകുമ്പോ, നീ തല താഴ്ത്തി പോകുമെന്ന് പറയുന്ന ആ മാനുഷിക മേഖലകളെ നോക്കി അകത്ത് വിശ്വാസമുള്ളവർ ഇന്ന് രാത്രി പറയണം. എന്ത് പറയണമെന്നറിയാണോ? എനിക്കൊരു കാത്തിരിപ്പിന്റെ ദിവസമുണ്ട്. 50-ാമത്തെ ദിവസം എത്തട്ടെ, എന്റെ വാഗ്ദത്തത്തിന്റെ ദിവസം എത്തട്ടെ. 1-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിനക്ക് കിട്ടിയില്ല, 2-ാം ദിവസം കിട്ടിയില്ല, 3-ാം ദിവസം കാത്തിരിപ്പ് ശൂന്യമാ. ഇങ്ങനെ 4, 5, 6 എന്ന് നീ എണ്ണി. അതാ 10-ാമത്തെ ദിവസം വരുമ്പോൾ ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പെന്തക്കോസ് ദിവസമാണ്. അങ്ങനെ ഒരു ദിവസത്തിൽ കാത്തിരിപ്പിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി ദൈവം നമ്മുടെ ശിരസിനകത്ത് പകരും. പ്രാർത്ഥിച്ചോ. ഇതൊരു ദൈവശക്തിയുടെ രാത്രിയായി ഇന്ന് രാത്രി വാഴട്ടെ. അറബനം ഷാദകരം ദേനകസി ലക്ഷം ദേനകസി. ആ പറയുന്ന അന്യഭാഷ തന്നെ തിരിയട്ടെ. പ്രാർത്ഥിച്ചോ. ആ പറയുന്ന അന്യഭാഷ തന്നെ തിരിയട്ടെ. ആ പറയുന്ന അന്യഭാഷ തന്നെ തിരിയട്ടെ. കൈ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പക്ഷെ കരം പോലും അടിക്കാൻ കഴിയാതെ കേറി പിടിച്ചിരിക്കുന്ന ഡ്രൈനസിന്റെ മേഖല ഇന്ന് രാത്രി ആ കുരുക്കുകൾ അഴിഞ്ഞു പുറത്തുപോയി ഒരു പെന്തക്കോസ് ദിവസം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് മടക്കി നൽകി മാനിക്കുമെന്ന് പറഞ്ഞാൽ അകത്തു വിശ്വാസമുള്ളവര് പ്രാർത്ഥിച്ചോ. അകത്തു വിശ്വാസമുള്ളവര് പ്രാർത്ഥിച്ചോ. ശാമന ലഗാനകസരം ഷാദകരം ദേനകസി ലക്ഷം ഭാരം ദേരം ധൂടം ഭാരം. ഒരു മർക്കോസിന്റെ മാളിക പുരി പോലെ ഇന്ന് രാത്രി ഇത് വാഴട്ടെ, ഇത് വ്യാപരിക്കപ്പെടട്ടെ. യേശുവിന് കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ മക്കളെ. ഒരു പെന്തക്കോസ് ദിവസത്തിന്റെ ഉത്സവം നമുക്കുണ്ടമ്മ. ഓ രക്തം ക്ഷയം രക്തം ക്ഷയം രക്തം ക്ഷയം രക്തം ക്ഷയം രക്തം ക്ഷയം രക്തം ക്ഷയം ഊടപരം ദഗരാദഗരേദഗനേദഗനം തല വൈഡം വൈഡം ദേരം ധൂടം പാരം ഷാരം ദേരം വൈഡം ദേരം ധീരം ദേരം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേ. എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേ. ഒരു പെന്തക്കോസിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ശിരസിനകത്തേക്ക് വന്നു വീഴട്ടെ. അടകപരം ഷാദകരം ദേനകസ്ഥലം ശമാനകസ്ഥലം ദേനകസി. രക്തത്തിന്റെ ശക്തി, രക്തത്തിന്റെ ശക്തി, രക്തത്തിന്റെ ശക്തി നരിയാണികളെ ഉറപ്പിക്കുന്ന രക്തത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ. ഒരു പെന്തക്കോസ് ഉത്സവം റമനമനബനഗനഗനഗ സിയാലെ ലാമാന റക്കാന ലന്താന സെതനിയ ലമാനിയം ശാദനം വൈഡപരം ദേനകസി അടകപരം ഷാദകരം. നിന്റെ 4-ാമത്തെ ഉത്സവം എന്ന് പറയുന്നത് പെന്തക്കോസ് ഉത്സവം. നിന്റെ 3-ാമത്തെ ഉത്സവം ഭൗതികത്തിന്റെ കെട്ടഴിയുന്ന ഉത്സവമാണെങ്കിൽ നിന്റെ 4-ാമത്തെ ഉത്സവം കൃപാവരങ്ങളെ തുറക്കുന്ന ഉത്സവമാണ്. ഈ ഉത്സവം സഭയ്ക്കകത്ത് വന്നാൽ പ്രത്യേകത എന്താണെന്നറിയാമോ? പുറത്ത് നിൽക്കുന്ന 3000 പേർ സഭയ്ക്കകത്ത് കയറും കേട്ടോ. ഈ ഉത്സവം വന്നാൽ പിന്നെ പുറത്ത് നിൽക്കുന്ന വിമർശിക്കാൻ വന്നവനെ ആലയത്തിൽ കയറ്റുന്നതാ പെന്തക്കോസ് ഉത്സവം.
ഈ ഉത്സവം വന്നാൽ പിന്നമുടൻ സൗഖ്യം പ്രാപിക്കും. പിന്നത് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ നീ ചുമ്മാതെ ആലയത്തിൽ പോകത്തില്ല. ആലയത്തിൽ നീ പോകുമ്പോൾ വഴിത്തലക്കിൽ ഇരിക്കുന്നവനെ ദൈവം സൗഖ്യമാക്കിയിരിക്കും. ഈ ഉത്സവം ഈ സഭയ്ക്കകത്ത് വാഴട്ടപ്പാ. ഞാൻ ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ അമരവിള ദേശത്തിനകത്ത് ഇന്നേക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയെ സ്ഥാപിച്ച എന്റെ ഉടയവനെ, ഈ സഭയിൽ ഒരു പെന്തക്കോസ് ഉത്സവം വാഴട്ട. യേശു പുറത്തു നിൽക്കുന്ന 3000 പേരെ സഭയ്ക്കകത്ത് കയറ്റുന്നു. കുറഞ്ഞതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പാസ്റ്റർ, ഈ റൗണ്ട് വരച്ച് പ്രാർത്ഥിച്ചോ. 3000 പേർ യേശുവിന്റെ നാമത്തിൽ, അതിൽ നിന്ന് 30,000 പേർ യേശുവിന്റെ നാമത്തിൽ, പിന്നെ ഭൂലോകം മൊത്തം സാക്ഷീകരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചോ. ഈ ഉത്സവം ഈ സഭയ്ക്കകത്ത് വന്നാൽ സഭയുടെ പേര് വൈഡാകും. ലോകം മൊത്തം അത് അറിയപ്പെടും. ഒരു പെന്തക്കോസ് ഉത്സവം ദൈവ സഭയ്ക്കകത്ത് വാഴാൻ പോകും. രക്തം ക്ഷയം, 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 രക്തം ക്ഷയം. അമ്പലബന്ധുല ബാലകദേനക ദീനകദാനക 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 ദീനം ധാരം ഷാരം വൈഡം ഭേരം ചൂടം ഭാരം സാരം ഭേരം ഭീരാ കാലാ സേ ജിയാ നാ റേ കേ അന്തലക്ക ദീന ഗത്തി ഹന്തലക്ഷ ദീന ഗത്തി ഹന്തലക്ഷ ദീന ഗത്തി വൈഡബാന ധൂഡബാന ഷാനദേന വൈഡബാന സീനദാന അന്തലക്ത റെക്കദേന സീനിയാല റെക്കദീന ഹസ്തനാഥ. ഞാൻ ഉറപ്പിച്ചിന്ന് രാത്രിയുള്ള ആ വാക്ക് പറയാ. ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ഈ വാക്ക് നിമിത്തം ഒരു അടയാളം ഈ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. അഭിഷേകം ചില എണ്ണം ഇന്ന് രാത്രി പ്രാപിക്കുമെന്ന്. പ്രവചിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി പ്രവചിക്കുക. ദൂത് പറയാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ദൂത് പറ. നീ ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നീ ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യ. വണ്ടിക്കൂലി മുടക്കി ഇന്ന് രാത്രി നീ ദൈവസന്നിധി ഇരിക്കുന്നത് പ്രാപിക്കാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തിൽ ഒരു പെന്തക്കോസ് ആനന്ദം. ഇനിയും ഇസ്രായേലിന് സന്തോഷം വരും. ഒരു പെന്തക്കോസ് ഉത്സവം ദൈവം ഞങ്ങൾക്ക് മടക്കി തരും. സ്തോത്രം. Lord, the Holy Spirit, യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇവരുടെ 6ാമത്തെ ഉത്സവം ഏതാണ്? 5ാമത്തെ ഉത്സവം ഏതാണെന്നറിയാമോ? വായിക്കണ്ട. അത് കാഹളധ്വനി പെരുന്നാളാ. എന്തുവാ കാഹളധ്വനി പെരുന്നാൾ? ഒറ്റ വാക്ക് പറയാ. കാഹളം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാ. അവർക്കത് ജയത്തിന്റെ ഉത്സവമാ. ചേർന്നൊരു സ്തോത്രം. കാഹളം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ജയത്തിന്റെ ഉത്സവമാ. എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്നറിയാമോ? ഇവർ വാഗ്ദത്തം ചെയ്തു വന്നപ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു എരിഹോവിന്റെ കോട്ട നിൽക്കുക. അവര് ചോദിച്ചു, എന്നാ വേണം തമ്പുരാനെ? തമ്പുരാൻ പറഞ്ഞു, ചുറ്റും നടക്ക്, 7 ദിവസം നടക്ക്. 7ാമത്തെ ദിവസം നീ കാഹളമൂത്. കാഹളമൂതിയാൽ എന്നാ ഗുണം? കാഹളമൂതിയാൽ ഉയർന്നു നിൽക്കുന്ന എരിഹോവിന്റെ കോട്ടയെ തമ്പുരാൻ തള്ളി താഴെയിടും. കാഹളം എന്ന് പറഞ്ഞാലേ ഇവർക്ക് ജയത്തിന്റെ ഉത്സവമാ. വഴിയാത്രകളെ തടഞ്ഞു വെച്ച മേഖലകളെ നോക്കി പറ, ഞങ്ങൾക്കൊരു ജയത്തിന്റെ കാഹളത്തിന്റെ ശബ്ദമുണ്ട്. ആ ഉത്സവം ഞങ്ങൾക്ക് വരുമ്പോ കോട്ടകളെ ഇടിക്കുന്നൊരു ദൈവശക്തിയാക്കി സ്വർഗം അത് മാറ്റോ. ഇനി യാത്രകളെ ബന്ധിക്കാൻ പൈശാചിക ശക്തികൾക്ക് കഴിയത്തില്ല. നിന്റെ യാത്രകൾക്ക് വിരോധമായി നിൽക്കുന്ന കോട്ടകളെ നോക്കി നീ പറ, അതിനെ ഇടിക്കുന്നൊരു പെന്തക്കോസ് ഉത്സവം കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്കൊരു കാഹളത്തിന്റെ പെരുന്നാളുണ്ടമ്മേ. കാഹളധ്വനി പെരുന്നാൾ. യേശുവിന്റെ നാമത്തിൽ യാത്രകൾക്ക് തടസ്സമായി നിൽക്കുന്ന കോട്ടകളെ ഇടിക്കുന്നൊരു കാഹളധ്വനി പെരുന്നാൾ. Lord, the Holy Spirit. എരിഹോവിനകത്ത് ഒരു കുരുടൻ ഇരിക്കുക. എരിഹോവിനകത്ത് ഒരു കുരുടൻ ഇരിക്കുക. ആ കുരുടനോട് നമുക്ക് പറയാം, കുരുടനെ, നിനക്കൊരു ജയം വേണമെങ്കിൽ നീ കാഹളം ഊതണം. 3 ടൈപ്പിലുള്ള കാഹളമുണ്ട്. അത് 2 കാഹളം ഞാൻ പറയാം. മൃഗത്തിന്റെ കൊമ്പ് വലിച്ചൂരണം. ഒരറ്റം നീ ചെത്തിവെടുപ്പാക്കണം. മറ്റേ ഭാഗം കൊണ്ട് നീ ഊതണം. അത് ഊതുമ്പോൾ ഒരു കാഹളമായി മാറും. അല്ലെങ്കിൽ പിന്നൊരു കാഹളമുണ്ട്. എന്തെന്നറിയാമോ? വെള്ളി കൊടുത്ത് വാങ്ങുന്നൊരു കാഹളം, വെള്ളി കൊണ്ടുള്ള കാഹളം. കുരുടൻ പറയും, പാസ്റ്റർ, എക്സ്ട്രീംലി സോറി, മൃഗത്തിന്റെ കൊമ്പ് ഊരിയെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അറ്റം ചെത്തിവെടുപ്പാക്കി കാഹളം ഉണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല. കണ്ണിന് കാഴ്ചയില്ലല്ലോ. പിന്നെ വെള്ളി കൊടുത്തൊരു കാഹളം എടുക്കാന്ന് വെച്ചാൽ എൻ്റെ കൈ പണമില്ല, ഞാൻ പിച്ചക്കാശ് എടുക്കുന്നവനാ. അപ്പം ഞാൻ പറയും, ഇല്ല, കാഹളം ഊതാതെ എരിഹോവിനകത്ത് നിനക്ക് ജയം വരത്തില്ല. നിന്റെ കാഹളം നീ എരിഹോവിനകത്ത് ഊതിയേ പറ്റത്തുള്ളൂ. അവൻ തിരിച്ചു പറയും, പാസ്റ്ററെ, എനിക്ക് വെള്ളി കൊണ്ടുള്ള കാഹളം ഇല്ലെങ്കിലോ, എനിക്ക് പൊന്നു കൊണ്ടുള്ള കാഹളം ഇല്ലെങ്കിലോ, മൃഗത്തിന്റെ കൊമ്പ് വലിച്ചൂരുന്ന കാഹളം എനിക്കില്ലെങ്കിലോ, എൻ്റെ ശബ്ദം എന്ന കാഹളം ഞാൻ ഉപയോഗിക്കാൻ പോകുക. ദാവീദ് പുത്രാ,
എന്നോട് കരുണയുണ്ടാകണമേ. ഈ ശബ്ദത്തിന് മുമ്പേ തമ്പുരാൻ അങ്ങ് നിന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്നാ വേണോ? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണോ. നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കാഹളത്തിന് മുമ്പിൽ നിനക്കൊരു ജയം മടങ്ങി വരും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. തന്റെ ശബ്ദം എന്ന കാഹളം ഉപയോഗിക്കാൻ കഴിയുന്നവർ ശബ്ദം ഉപയോഗിച്ച് വിളിക്ക്, ദാവീദ് പുത്ര. ഉറക്കെ വിളിക്ക്, ദാവീദ് പുത്ര. ഈ ഉപവാസ പ്രാർത്ഥനയിലൊന്ന് നിൽക്കണമേ. ഞങ്ങളോടൊരു കരുണ ഉണ്ടാകണമേ. ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരു നീതി വെളിപ്പെടുത്തണമേ. ആ കാഹളത്തിന് മുൻപേ ദൈവം നിൽക്കും. ശബ്ദം ഉയർത്തി വിളിച്ച യേശുവേ, ഉറക്കെ വിളിച്ച യേശുവേ. അത് കേക്കട്ടെ തമ്പുരാൻ ഇന്ന് രാത്രി. അതിന് മുമ്പേ ദൈവം നിൽക്കട്ടെ. ഇന്ന് രാത്രി അത് കാഹളധ്വനി പെരുന്നാളായി മാറട്ടെ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി വിളിച്ച് യേശുവേ ഒന്ന് നിൽക്കപ്പാ. ഒരു കരുണ ഇന്ന് രാത്രി ഉണ്ട്. അതിന്റെ മുമ്പേ തമ്പുരാൻ നോകത്തില്ല. ലോർഡ് പാസ് ബി നോ. ഒന്ന് നീ നിൽക്കുന്നതിനാ ഇഷ്ടപ്രോ. കണ്ടോ? ആമേൻ. അഞ്ചാമത്തെ ഇവരുടെ ഉത്സവം കാഹളധ്വനി പെരുന്നാൾ. ആറാമത്തെ ഇവരുടെ ഉത്സവം ഏതാ? അത് 23:26 പറയുന്നു, പാപപരിഹാര പെരുന്നാൾ. പാപത്തെ രാവിലെ പറഞ്ഞതുപോലെ ദേശം പച്ചവെള്ളത്തെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുമ്പോൾ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു പാപപരിഹാര പെരുന്നാൾ നമുക്കുണ്ടാകണം. ഇവരുടെ 7ാമത്തെ ഉത്സവം ഞാൻ പറയട്ടെ. ഇവരുടെ 7ാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആമേൻ അവരുടെ കൂടാര പെരുന്നാളാ. പഴയ നിയമത്തിൽ കൂടാര പെരുന്നാൾ എന്ന് പറയുന്ന വാക്കിനെ എഴുതി ചേർത്തിരിക്കുന്ന പകരം സുക്കോത്ത് എന്നാണ് വെച്ചാൽ 2 വാക്കുകൾ ഇതിനകത്ത് കണക്റ്റഡാ. ഒന്ന്, ഇന്നലകളിൽ തമ്പുരാൻ ചെയ്ത നന്മകളെ ഓർത്ത് കൂടാരത്തിലിരുന്ന് ഇവർ ദൈവത്തിന് നന്ദി പറയും. 2, ഈ കൂടാരത്തിലിരിക്കുമ്പോൾ ഇവരുടെ അകത്തൊരു പ്രത്യാശയുണ്ട്, ഞങ്ങളുടെ മശിഹ വരും. ഞങ്ങളുടെ മശിഹ വരും. പുതിയ നിയമത്തിൽ അതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ പൗലോസ് പറയുക, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഈ കൂടാരം പൊളിയാൻ സമയമായി. സ്വന്തം ചങ്കത്ത് കരം വെച്ച് പറ, ഈ കൂടാരം പൊളിയാൻ സമയമായി. ഇത് പൊളിയുമ്പോൾ ഞങ്ങൾക്കൊരു മശിഹായുടെ വരവുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ സ്വർഗത്തെ നിന്ന് വരുമ്പോൾ ഈ കൂടാരം പൊളിയോ. ഞങ്ങൾക്കൊരു കൂടാര പെരുന്നാൾ മറുകരയിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഈ കൂടാരം പൊളിയൂ. ദൈവം ഞങ്ങൾക്ക് മറ്റൊരു കൂടാരം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് എനിക്കൊരു കൂടാര പെരുന്നാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശബ്ദമുയർത്തി പ്രത്യാശയോടെ ദൈവത്തിന് സ്തോത്രം പറയാമോ? എനിക്കൊരു കൂടാര പെരുന്നാൾ ഉണ്ടമ്മേ. അവരുടെ 7 ഉത്സവങ്ങളാണ് ഞാനീ പറഞ്ഞത്. കണ്ടോ? ഇസ്രായേലിനെ നോക്കി ഇരമ്യാവ് പറയുക, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാകും. സ്തോത്രം. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ 1ാമത്തെ ദൂത്. പക്ഷെ അവിടം കൊണ്ട് ആ വാക്ക് തീർന്നില്ല. അടുത്ത 4 കാര്യങ്ങൾ എന്നായിരുന്നെന്ന് അറിയാവോ? അടുത്ത 4 കാര്യങ്ങൾ ഇനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും. അത് 2ാമത്തെ ദൂത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറായി. സ്തോത്രം. അപ്പോൾ ഇനി മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും എന്ന് പറയുമ്പോൾ അതൊരു 1.5 മണിക്കൂർ എടുക്കും. അപ്പം 9, 10, 10:30. പിന്നെ അടുത്ത വാക്ക് തന്നെ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ. അത് വിശദീകരിക്കുമ്പോൾ അത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എടുക്കും. കാരണം യഹോവ നല്ലവനാന്ന് ഇവർ ബൈബിളിൽ പറഞ്ഞ 5 ഇടമുണ്ട്. ആ 5 ഇടം കൂടെ ചിന്തിക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ 10, 11, 12. പിന്നെ അടുത്ത വാക്ക് തന്നെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നുള്ള ശബ്ദം. അപ്പോൾ ആലയം എന്തുവന്നു, സ്തോത്രയാഗം എന്തുവെന്നും പറയേണ്ടി വരും. അത് പറയുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ എടുക്കും, 1.5. പിന്നെ ലാസ്റ്റത്തെ വാക്ക് തന്നെ ദേശത്തിൻ്റെ സ്ഥിതി ഞാൻ മാറ്റും. അതിനേതാണ്ട് ഒരു 1 മണിക്കൂർ കൂട്ടിയോ. അപ്പോൾ രാത്രി ഒരു 2 മണിയാകുമ്പോൾ യോഗം കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പോകും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇന്നത്തെ യോഗം ഹോൾ നൈറ്റ് ആയിരുന്നു. പക്ഷേ അറിഞ്ഞില്ലേ, അനൗൺസ് ചെയ്തില്ലായിരുന്നല്ലേ? ഇന്നത്തെ യോഗം ഹോൾ നൈറ്റ് ആയിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. മനസ്സിനകത്തോട് ഇടിവാൾ പാസ് ചെയ്തു പാസ്റ്റേ. അത്ര ദൂതുണ്ടെങ്കിലും നമ്മൾ അത്രയും പറയത്തില്ല. അത് പ്രസംഗമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ദൂത് വെളിപ്പെട്ട് വരുന്നതെന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ? ആകെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും. 25 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ശാപം പിടിച്ചൊരു വീടിൻ്റെ അങ്കണത്തിനകത്ത് എൻ്റെ മതം മരിക്കാനിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷം ദൈവം വെളിപ്പെടുത്തിയത്. പലപ്പോഴും എൻ്റെ പ്രസംഗ വാക്യത്തിൽ ഞാൻ എടുത്തു പറയുന്നൊരു ശബ്ദമുണ്ട്, ആമേൻ,
എൻ്റെ പല പ്രസംഗങ്ങളും എൻ്റെ പ്രസംഗങ്ങളല്ല, അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ. സ്തോത്രം. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്താൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരാളാണ്. അത് പലപ്പോഴും മെസ്സേജ് ആവും. ആ മെസ്സേജ് പലപ്പോഴും ഞാൻ പോയി പറയും. സ്തോത്രം. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ പ്രസംഗമല്ല പ്രിയരെ, ആനന്ദഘോഷം ഉണ്ടാകും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. സ്തോത്രം. 25 വർഷങ്ങൾക്ക് മുമ്പ് കയ്പ് കുടിച്ച് വളർന്നൊരു വീട്, 25 വർഷങ്ങൾക്ക് മുമ്പ് മരണത്തെ അനുഭവിച്ചറിഞ്ഞൊരു വീട്. ഹിന്ദു വിശ്വാസപ്രകാരം എൻ്റെ അപ്പന് കുടുംബ സ്വത്തായി കിട്ടിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനകത്ത് എൻ്റെ അപ്പൻ വീടിൻ്റെ പണിക്ക് വേണ്ടി ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാർക്ക് എൻ്റെ സാക്ഷ്യം അറിയാം. റിപ്പീറ്റേഷൻ, ആവർത്തന വിരസ തോന്നരുത്. ഈ പദം തൊടാൻ വേണ്ടി മാത്രം പരിമിതമായ വാക്കുകൾ ഞാനത് തൊടുക. സ്തോത്രം. ഹിന്ദു വിശ്വാസപ്രകാരം കുടുംബ സ്വത്തായി കിട്ടിയ സ്ഥലം, ആ സ്ഥലത്തിനകത്ത് എൻ്റെ അപ്പൻ വീടിൻ്റെ പണിക്ക് വേണ്ടി ആഗ്രഹിച്ചു. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ ആദ്യം അതിന് അടിസ്ഥാനങ്ങൾ ഇടുന്ന സമയം പൂജാകർമ്മങ്ങൾ നടത്തണം. എൻ്റെ അപ്പനോട് അവർ വന്ന് ചോദിച്ചു, അർജുന സാറിന് ഈ സ്ഥലം എങ്ങനെ കിട്ടിയത്? അപ്പം പറഞ്ഞു കുടുംബ സ്വത്താ. അവർ പറഞ്ഞു അബദ്ധം പറ്റി. എന്നാ ഇത് വരത്തുപൊക്കുള്ള മണ്ണാ സാറേ. ആകയാൽ വരത്തുപൊക്കുള്ള മണ്ണിനകത്ത് വീടെന്നല്ല ഒന്നും പണിയാൻ പറ്റത്തില്ല. അപ്പൻ തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് കേട്ടോ, പണിതാലോ? അവർ പറഞ്ഞു പണിതാ നീ മരിക്കും, നിന്റെ ഭാര്യ മരിക്കും, 2 പിള്ളേർ മരിക്കും. ഇത് ശാപത്തിൻ്റെ സ്ഥലമാകാറേ, ഇത് മരണത്തിൻ്റെ വസ്തുവാ. സ്തോത്രം. എൻ്റെ അപ്പന് ഭയങ്കര വാശിയാ കേട്ടോ, ഭയങ്കര തൻ്റെ ഇടമ. അതെനിക്ക് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ ഇച്ചിരി തൻ്റെ ഇടമ. എനിക്ക് തോന്നുന്നു വിശ്വാസത്തിൽ വന്നതിന് ശേഷം അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ട്, ഏത് പൊന്നുമോനോടും കയറി സുവിശേഷം പറഞ്ഞു കളയും. സ്തോത്രം. ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് റിട്ടയർഡ് ആയൊരു മനുഷ്യനാണ്. എനിക്ക് എൻ്റെ അത്രയും നീളമുണ്ട് കേട്ടോ, എന്നെക്കാൾ ഇരട്ടി വണ്ണമുണ്ട്. നെഞ്ചു മരിച്ച് പുറത്തോട്ടിറങ്ങി ആരടാ അവിടെ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ആരും ഒന്നും മിണ്ടത്തില്ല. തൻ്റെ ശബ്ദം, തൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ. തനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് ഒക്കെ അങ്ങനെ. സ്തോത്രം. അപ്പൻ അങ്ങനെ തലയൊന്നും കുനിച്ചു പിടിച്ച് നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം പറഞ്ഞു ഏത് ശാപം, എന്നാ ശാപമൊക്കെ പോട്ടെ, ഞാൻ വീട് പണിയും. പോക്കറ്റ് പണമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻബലമുണ്ട്, ഞാൻ പണിയും. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാം, ചില കേസുകളിലെ ചില അവസരങ്ങളിലെ നിനക്ക് നിന്റെ ശാരീരിക ബലം തികയാതെ വരും. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ബലം ആ വിഷയത്തിനകത്ത് ദൈവം പകരും. വിശ്വസിക്കുന്നവർക്കായി എൻ്റെ അപ്പന് വീടിൻ്റെ പണിക്കുള്ള ആദ്യത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഈ ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് പഠിക്കാൻ വന്നൊരു ഗ്രൂപ്പ്. കൂട്ടത്തിൽ 36 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ ആരോഗ്യവാനാണ്. അവൻ ആ പണിയുടെ നേതൃസ്ഥാനത്തിൽ നിൽക്കുന്നവൻ. ഇവൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു. നാട്ടുകാരെല്ലാം ചുറ്റും വന്നുകൂടി. ആകയാൽ അവൻ്റെ കൈക്കകത്താരും ഇങ്ങനെ പൾസ് പോലെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ മരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴേ തൊട്ടപ്പുറയിൽ നിന്ന് ആരോ പറയുന്നു, ശാപം പിടിച്ച് കിടക്കുന്ന സ്ഥലമല്ലേ, എന്തിന് വീട് പണിയാൻ? കണ്ടോ, നമ്മുടെ ദേവത ശിക്ഷിച്ചെന്ന്. എൻ്റെ കൊച്ചുപ്രായം എനിക്കൊന്നും മനസ്സിലായില്ല. വിശ്വാസ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദേവത ഒരു മനുഷ്യനെ ശിക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൽ മരണം വന്നോ, പക്ഷെ യേശു ഒരു മനുഷ്യനിൽ കയറിയാൽ അവനിൽ ജീവനും പുനരുത്ഥാനവും വ്യാപരിക്കപ്പെടാനിടയായി തീരും. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോയിയുമായി എൻ്റെ അപ്പൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നു. ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ വളഞ്ഞു. വലിയ പ്രശ്നങ്ങളായി. ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടന്നു. എന്നാൽ പണിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ടോപ്പ് വാർക്കുന്ന സമയം. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട്. അച്ചാച്ചൻ എന്ന വയസ്സ് 22. ഈ നാട്ടുകാർക്കൊരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ? കുറേ വാർത്തയുടെ പുറകെ അവർ കുറേ നാൾ നടക്കും. പുതിയ വാർത്ത കിട്ടുമ്പോൾ അവർ പഴയ വാർത്ത മറന്നു പൊക്കോളൂ. ഇത് നാട്ടുകാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ടാലൻറ്റാ. ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്ത വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ശാപമൊക്കെ നാട്ടുകാർ മറക്കാൻ തുടങ്ങി. ആ സമയം അപ്പൻ പണിയുടെ 2ാം ഘട്ടം ടോപ്പ് വർക്കുന്ന സമയം. അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നു. അച്ചാച്ചൻ എന്ന വയസ്സ് 22. പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ടൊന്ന് കയറി വന്നതാ. വാർത്തു വെച്ചിരിക്കുന്ന ഒരു പില്ലർ ചാരി നിൽക്കുക, എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വിടുക. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു ടോപ്പ് മൊത്തവും ഇടിഞ്ഞ് താഴേക്ക് വീഴുക. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെ വാരിയെടുത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. അന്ന് രാത്രിയിൽ ആദ്യമായിട്ട് എൻ്റെ അപ്പൻ്റെ തല കുനിയുന്നത് ഞാൻ കണ്ടു. ആകയാൽ ഇനി രക്ഷപ്പെടാൻ ഒരു സ്ഥലമില്ല. പോയി പ്രാർത്ഥിക്കാത്ത സ്ഥലങ്ങളില്ല, ക്ഷേത്രങ്ങളില്ല, കഴിക്കാത്ത നേർച്ചകളൊന്നും ബാക്കിയില്ല. എൻ്റെ അമ്മ ചിലപ്പോഴൊക്കെ ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഇച്ചിരി പൊളിച്ചങ്ങ് പറയുക കേട്ടോ. അത് ഞാൻ ഭയപ്പെട്ട് പറയല്ല, ഇച്ചിരി പൊളിച്ച് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുക. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ. ഈ കബഡിയൊക്കെ നിരത്തുന്നവരുടെ അടുക്കൽ എൻ്റെ അമ്മ ചെല്ലോ. എന്നിട്ട് പറയും, സാറേ വീടിനകത്ത് വലിയ ശാപമാണ്. അപ്പോൾ അവരിതെങ്ങനെ നിരത്തി വെച്ചിട്ട് പറയും, എൻ്റെ 160 കിലോമീറ്റർ ഒരു പ്രതിഷ്ഠ ഇരിപ്പുണ്ട്. ഞാൻ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് നീ അവിടെ പോയി പൂജകളൊക്കെ നടത്തിയാൽ നിൻ്റെ വീടിൻ്റെ ശാപം വഴിയോ. എൻ്റെ അമ്മ കയ്യിലെ പണമെല്ലാം എടുത്ത് അവിടെ ചെല്ലോ. എന്നിട്ട് ഈ പ്രതിഷ്ഠയെല്ലാം നടത്തൂ, ഈ പൂജകളെല്ലാം നടത്തൂ. തിരിച്ചു വരുമ്പോൾ 1% ശാപം ഒടിയത്തില്ല, 1% ശാപം ഒടിയത്തില്ല. വീണ്ടും ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലോ. അദ്ദേഹം വീണ്ടും ഇതെല്ലാം എടുത്ത് നിരത്തി വെക്കും. എന്നിട്ട് പറയും, ആ ദൈവം പ്രസാദിച്ചു. ഏത് ദൈവം? ഇപ്പോൾ പോയെടുത്ത ദൈവം പ്രസാദിച്ചു. അപ്പോൾ ഈ
ഇപ്പോഴത്തെ പ്രശ്നം എന്നാ, ഇപ്പം മറ്റേ ദൈവം കോപിച്ചിരിക്കുക, അതെവിടാ, അത് 80 കിലോമീറ്റർ അവിടെയാ, അവിടെ പോകണം, അവിടെ ഞാൻ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് അടുത്ത പൂജ നടത്തണോ, എൻ്റെ അമ്മ 80 കിലോമീറ്റർ അവിടെ ചെല്ലും, അവിടെ പൂജകളൊക്കെ നടത്തും, തിരിച്ചു വരുമ്പോൾ 1% ശാപം അടിയത്തില്ല. അമ്മ വന്നിട്ട് പറയും, സാറ് പറഞ്ഞ കണക്ക് അവിടുത്തെ ദൈവത്തെ പ്രസാദിപ്പിച്ചു, പക്ഷെ ശാപം അടിഞ്ഞില്ല. ആ മനുഷ്യൻ ഇതെല്ലാം എടുത്ത് വീണ്ടും നിരത്തി വെക്കും. എന്നിട്ട് ആ മനുഷ്യൻ പറയും, അവിടുത്തെ ദൈവം പ്രസാദിച്ചിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം തന്നെ, ആദ്യം ഒരു ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലയോ, അതിപ്പോൾ കോപിച്ചിരിക്കുകയാണ്. സ്തോത്രം. 33 കോടി ദൈവങ്ങളെ സേവിച്ച് സ്നേഹിച്ച് വന്നപ്പോൾ അർജുനൻ കുട്ടിയുടെ പോക്കറ്റിലെ പണം തീർന്നു പോയെന്ന്. വിശ്വാസ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? പണം കൊടുത്താൽ പ്രസാദിക്കുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാമേ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. നിന്റെ പോക്കറ്റിലെ പണം കർത്താവിന് വേണ്ട. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, ആനന്ദം മടങ്ങി വരും വിശ്വസിക്കുന്നവർക്കായി. സ്തോത്രം. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, മരണത്തെ മാത്രം മുഖാമുഖം കണ്ട രാത്രി ഒത്തിരി കാര്യങ്ങൾ കട്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ വാക്ക് തെളിയിക്കാൻ വേണ്ടി മാത്രം സാക്ഷ്യം ഒന്ന് തൊടുന്നേ ഉള്ളൂ കേട്ടോ. സാക്ഷ്യം പറയാൻ നിൽക്കുകയല്ല. ആമേൻ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, സന്തോഷമെല്ലാം പോയി, ആനന്ദങ്ങളെല്ലാം പോയി. ഇനി എൻ്റെ മാതാവിൻ്റെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, മരിച്ചാലും മതി, മരിച്ചാലും മതി, എന്തിനിങ്ങനെ ജീവിക്കണം, മരിച്ചാലും മതി. അന്ന് രാത്രി മരണത്തെ മനസ്സിൽ മുഖാമുഖം കണ്ട് പണിതീരാത്ത ശാപം പിടിച്ച വീടിൻ്റെ അങ്കണത്തിനകത്തിൻ്റെ മാതാവ് മരിക്കാൻ വേണ്ടി കുതിച്ചിരിക്കുന്ന രാത്രി, ആ രാത്രിയുടെ നിശബ്ദത മറപിടിച്ചു എൻ്റെ മാതാവിൻ്റെ മനസ്സിൽ വന്നലിച്ചു, മരിച്ചാൽ മതി, എന്തിന് ജീവിക്കണം, ചത്താ മതി. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ, തീർത്ത് കളഞ്ഞ ചത്താ മതി പാസ്റ്റേ, എന്തിനിങ്ങനെ ജീവിക്കണം, സ്വസ്ഥതയില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, മരണ പൈശാചിക പദ്ധതി, പക്ഷെ ജീവനും പുനരുത്ഥാനവും യേശുവിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അന്ന് രാത്രി മരണത്തെ മനസ്സുകൊണ്ട് താൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. 2 വീടപ്പുറം മാറി ഒരു പെന്തക്കോസുകാരൻ ഉപദേശി ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോളെന്ന് പറയുന്നൊരു സഹോദരിയുടെ വീടിനകത്ത് അന്ന് രാത്രി ഒരു യോഗം നടത്തിയ രാത്രിയാ. ഞങ്ങളുടെ ദേശത്തിനകത്തൊരു ഉപദേശിയുണ്ട് കേട്ടോ, കാലിനിച്ചിരി സ്വാധീനത്തിൻ്റെ കുറവുണ്ട്, മുടന്തി വരൂ. അദ്ദേഹത്തെ കാണുമ്പോഴേ നാട്ടിലെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ പറയും, മുടന്തിരുപദേശി വരുന്നു, പക്ഷെ സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയില്ല. എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്തിനകത്ത് വരും. അദ്ദേഹം അന്ന് രാവിലെ ഞങ്ങളുടെ ദേശത്തിനകത്തുണ്ടായിരുന്നു. വൈകിട്ട് തൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ദൈവം തന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ദേശത്തിനകത്ത് നീ ഒരു പ്രാർത്ഥനാ യോഗം സംഘടിപ്പിക്കണോ? ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ കർത്താവേ? ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി ദേശത്തിന് നീ ഒരു പ്രാർത്ഥന നടത്തിയാൽ മരണത്തിൻ്റെ കെട്ടുകളെ ഇന്ന് രാത്രി ഞാൻ അടിച്ചു കാണിക്കോ. എന്തിനാ ചില സമയങ്ങളിൽ ദൈവം നമുക്ക് നിയോഗം തരുന്നേ, ചില വിടുതലുകൾ ദേശത്തിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ പ്രിയരെ. ഈ 21 നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ നോക്കി ഞാൻ പറയാ, ദേശത്ത് ചില വാഗ്ദത്തങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അന്ന് രാത്രി ആ മനുഷ്യൻ ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോൾ എന്ന് പറയുന്ന സഹോദരിയുടെ വീടിനകത്ത്, വീടിന്റെ മിറ്റത്ത് അന്ന് രാത്രി മനുഷ്യന് യോഗം നടത്തി. ചരലുകൊണ്ട് നിറയപ്പെട്ട മിറ്റം പ്രിയരെ, കുറെ പുൽപ്പാവാരിക്കൊണ്ട് ചരലിനകത്തിട്ടു. ഇവിടെ നോക്കിക്കേ, എന്തോ മനോഹരമായി സൗണ്ട് സിസ്റ്റങ്ങളാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒറ്റ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നില്ല കേട്ടോ. മനോഹരമായി ഡൈനാടെക്കിന്റെ 2 ഫീഡ്ബാക്കുകൾ മനോഹരമായി നിങ്ങൾക്ക് കേൾക്കാൻ നല്ല സൗണ്ട് സിസ്റ്റമായി ഈ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശി സ്തോത്രം പറഞ്ഞു തുടങ്ങിയ യോഗം ഉണ്ടല്ലോ, മിറ്റത്ത് ഒറ്റ മൈക്ക് സെറ്റ് ഇല്ല, ഒരു ട്യൂബിന്റെ വെളിച്ചവും ഇല്ല. ആ വീട്ടിൽ നിന്ന് അരണ്ടിറങ്ങുന്ന വെളിച്ചത്തിനകത്ത് ദൈവം എന്നോട് പറഞ്ഞു എന്നതിൻ്റെ ഒറ്റ പേര് ആ മനുഷ്യൻ സ്തോത്രം പറയാൻ തുടങ്ങി. പാസ്റ്ററെ, അന്ന് ആദ്യമായി ഞങ്ങളുടെ ദേശത്തിനകത്ത് ദൈവം ഒരു ഉണർവ് അയച്ചു. അതിനു മുമ്പോ അതിന് ശേഷമോ ഞങ്ങളുടെ ദേശത്തൊരു ഉണർവ് വെളിപ്പെട്ട് വന്നിട്ടില്ല. ആ മനുഷ്യന്റെ സ്തോത്ര ശബ്ദം കേട്ട് ഞായറാഴ്ച മാത്രം പേരിന് പള്ളിയിൽ പോയിരിക്കുന്ന ക്രിസ്ത്യാനി കുടുംബങ്ങൾ ഒരുങ്ങിയിറങ്ങി ഒരു കുഞ്ഞാടിനെ പോലെ ആ പായ്ക്കകത്ത് വന്നിരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്ഥലം സഭയെ നോക്കി ഞാൻ ദൂത് പറയാ, നിങ്ങളുടെ സ്തോത്ര ശക്തി വലുതാണെങ്കിൽ, നിങ്ങളുടെ ആരാധന ശക്തിയുള്ളതാണെങ്കിൽ ദേശത്തിന്റെ ചില വാതിലുകളെ ദൈവം തുറപ്പാൻ ശക്തനാണ്. ഒരു കാന്തം മുട്ടുസൂചി ആകർഷിക്കുന്നത് പോലെ ദേശത്തുനിന്ന് ദൈവം ചിലതിനെ വലിച്ചു പുറത്തു കൊണ്ടുവരാൻ ശക്തനാണ് കേട്ടോ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആലയത്തിനകത്ത് പെരുന്നാളിന് കൂടി വന്ന ജനത്തിന്റെ അഭിഷേകം കേട്ട് 3000 പേരെ സഭയ്ക്കകത്ത് കയറ്റി യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. ആ മനുഷ്യൻ അന്ന് രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനികൾ വന്നിരുന്നു. ആമേൻ. ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ഇനി ഞാൻ എന്നാ വേണം കർത്താവേ? ദൈവം പറഞ്ഞു, ഇന്ന് രാത്രിയിലെ നീ ഒരു പാട്ടുപാടി എന്നെ ഒന്ന് ആരാധിക്കാവോ? 100 കണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ കാണാതറിയാവുന്ന ഉപദേശി അന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തോട് ചോദിച്ചു, ഏത് പാട്ടുപാടിയപ്പാ ഞാൻ നിന്നെ ആരാധിക്കണ്ടേ? ദൈവം പറഞ്ഞു, എടാ പണ്ടെൻ്റെ ഒരു ഭക്തനുണ്ടായിരുന്നടാ, വാടക വീടിന്റെ പാശ് കൊടുക്കാൻ നിവർത്തിയില്ല. ഓണർ പറഞ്ഞു, നാണമില്ലേ മനുഷ്യ, ഇറങ്ങിപ്പൊക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താൻ മനസ്സില്ലാത്ത
മനുഷ്യൻ 2 കുഞ്ഞുങ്ങളെ മാറത്തോട് ചേർത്ത് പിടിച്ച് വീട് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ തുള്ളിക്കൊരു കുടമെന്ന രീതി മഴ പെയ്തിറങ്ങി. പ്രകൃതി ശോഭിച്ചു വന്ന രാത്രിയിൽ ആ മനുഷ്യൻ മഴ മൊത്തം നനഞ്ഞ് വഴിയരികെ കണ്ട എന്തോ ഇതിലോട്ട് ഇങ്ങനെ കാലോന്നി നിന്ന് തമ്പുരാന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, ഇനി ഞാൻ എങ്ങോട്ട് പോകേണ്ടു? എനിക്ക് വേണ്ടി കരുതുന്ന ഒരുത്തൻ സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഴ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന രാത്രിയിൽ ആ ഭക്തന് ദൈവം ഒരു പാട്ട് കൊടുത്തു. ക്രൈസ്തവ കൈരളിക്ക് മറക്കാൻ കഴിയില്ല. ആ പാട്ടിന്റെ ആദ്യത്തെ ഈരടികൾ ഇങ്ങനെ ആരംഭിക്കുന്നേ: കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ, ഞാൻ നിന്നെ കൈവിടുമോ? അനുഭവത്തിനകത്ത് അപ്പച്ചന്മാർ എഴുതിയിട്ട പാട്ടൊക്കെ പാടുമ്പോഴേ അകം തിളയ്ക്കുന്ന ആത്മാവിൽ വേണം ചേർന്നൊന്ന് പാടാൻ. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശ സ്തോത്രം പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഈ പാട്ടുപാടി എന്നെ ആരാധിക്കണോ? തന്റെ മുഴുവൻ ആർജവും ശബ്ദവും താൻ എടുത്തു. എനിക്ക് ഇന്നും അറിയത്തില്ല അവിടെ ഇരുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനികളെ ആ പാട്ട് സ്പർശിച്ചോ എന്ന്. പക്ഷെ 2 വീട് ഇപ്പുറം മാറി ഒരു ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിനകത്ത് മരിക്കാനിരിക്കുന്ന എൻ്റെ മാതാവിന്റെ കാതിനകത്തല്ല, ഹൃദയത്തിനകത്തേക്ക് ആ വരി വന്ന് പതിച്ചു. ആദ്യമായി എൻ്റെ അമ്മ ജീവനുള്ള യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. കരുതുന്നൊരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടോ? കലങ്ങുന്നത് എന്തിനാന്ന് തോന്നുന്നൊരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടോ? ഉണ്ട്. നിന്റെ ഭാരം കാണുന്നൊരു ദൈവം ഉണ്ട്. നിന്റെ ആകുലത അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ മനസ്സിന്റെ തകർച്ച അറിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഉള്ളതുപോലെ അറിയുന്നൊരു യേശുവിനെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് എന്നെ മറ്റാരും കാണുന്നില്ലെങ്കിലോ, എന്നെ മറ്റാരും അറിയുന്നില്ലെങ്കിലോ, എൻ്റെ മനസ്സിന്റെ ഭാരം അറിയുന്നൊരു യേശുവിനെയാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത്. ബൈബിൾ ചോദിക്കുക, ഒരു പെറ്റ തന്റെ തള്ളക്കുഞ്ഞിനെ മറന്നു കളയുമോ? മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല കേട്ടോ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ഇങ്ങനൊരു യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ഹൃദയം തുറന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, അപ്പായേ ഇങ്ങനൊരു യേശുവിനെ ആരാധിപ്പാൻ നീ എനിക്കൊരു ഭാഗ്യം തന്നല്ലോ. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവൻ, ഞാൻ ഉടയപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഉടയപ്പെട്ടവൻ, ഒരു കണ്ണിനും ദയയില്ലാതിരുന്നപ്പോ എന്നെ സ്നേഹിച്ച എന്റെ തമ്പുരാനെ, നിന്നോട് എനിക്ക് പ്രിയമാപ്പാ, നിന്നോട് എനിക്ക് പ്രേമമാ കർത്താവേ, നിന്നോട് എനിക്ക് സ്നേഹമാപ്പാ എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് രാത്രി സ്തോത്രം പറയുക. അന്ന് രാത്രി എന്റെ മാതാവ് ആമേൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ഈ പാട്ടിന്റെ വരികൾ തന്റെ കാതിനകത്ത് വന്ന് പതിച്ചു. എന്റെ മാതാവ് കസേര വിട്ട് ചാടി എഴുന്നേറ്റു. ആ മീറ്റിങ്ങിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് പോലെ പബ്ലിക്കിൽ ഇരിക്കാൻ മനസ്സില്ലാത്ത എൻ്റെ മാതാവ് ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് നട്ടിരുന്നൊരു കൊച്ചു വാഴയുണ്ട്. ആ വാഴയുടെ ചെളിക്കൂട്ടത്തിനകത്തേക്ക് എൻ്റെ മാതാവ് പോയിരുന്നു. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അവിടെ അറ്റൻഡ് ചെയ്തത്. ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുമ്പോഴോ ഒരു പദം ഇറങ്ങി പറയാറുണ്ട്. പെന്തക്കോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഫാനിൻ്റെ കീഴയിലൊന്നും അല്ല, ഒരു AC റൂമിനകത്തൊന്നും അല്ല, ഒരു ശീതീകരിച്ച അന്തരീക്ഷത്തിലോ പായ്ക്കകത്തോ അല്ല, ഒരു വാഴയുടെ ചെളിക്കൂട്ടത്തിലിരുന്ന പെന്തക്കോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, സ്വർഗത്തിലൊരു വലിയ ഡയറി ഉണ്ടെങ്കിൽ, അത് നീതിയുടെ ഡയറി ആണെങ്കിൽ, ആ ഡയറിയിൽ ദൈവം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാറുണ്ടെങ്കിൽ അന്നേ ദൈവം എഴുതി വെച്ച് കാണോ, ഇന്ന് രാത്രി നീ വാഴയുടെ ചെളിക്കൂട്ടത്തിലിരുന്ന് തുടങ്ങിക്കോ. തുടക്കം ഇവിടെ ആയിരിക്കും, പക്ഷെ ഒടുക്കം ഇവിടെ ആകാൻ ഞാൻ സമ്മതിക്കത്തില്ല. തുടക്കം ഭയങ്കര ഇടുക്കമായിരിക്കോ, ഇരമ്യാവിനെ പോലെ നീ കാവൽപുര മുറ്റത്തായിരിക്കോ. തുടക്കം ഇവിടെ ആണെങ്കിലും ഒടുക്കം ഇവിടെ ആകാൻ സാധ്യതയില്ല. അതുകൊണ്ടല്ലയോ പാട്ടുകാരൻ പാടുന്നത്, ആദി ഇങ്കൽ കൈപ്പാകിലോ അന്ത്യമോ ഒരു ഭയങ്കര മധുരമാക്കിയ ദൈവം എന്നെ തീർക്കോ. വിശ്വസിക്കുന്നവര് പറ, കാർമേഘത്തിന് ഉള്ളിലും ഞാൻ എന്റെ ദൈവത്തിന്റെ മുഖശോഭ ഞാൻ കാണോ. ഇപ്പൊ ഞാൻ ഇടുക്കത്തിലാവാസേ, പക്ഷെ ഒരുക്കം ഒരു വലിയ വിശാലത ദൈവം എനിക്ക് തരോ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് ആ ചെളിക്കൂട്ടത്തിൽ ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞു കാണുമായിരിക്കാം, നീ ഇവിടെ വെച്ച് തുടങ്ങിക്കോ, പക്ഷെ തുടക്കം ഇവിടെ ആണെങ്കിലും ഇതിന് നീതി ഞാൻ വെളിപ്പെടുത്തി തരൂ. ആകയാൽ മക്കളെ ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ല കേട്ടോ, തലമുറയെ ഞാൻ കൈവിട്ട് കളയത്തില്ല കേട്ടോ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന മാതാപിതാക്കന്മാരെ, ആമേൻ, ഇന്ന് എൻ്റെ മേൽ വാഴുന്ന സകല മാന്യതയ്ക്കും പിന്നിൽ ഒറ്റ രഹസ്യമുള്ളൂ. ഞാൻ എവിടെയും അത് അഭിമാനത്തോടെ പറയൂ, അതെന്റെ പ്രാർത്ഥന കൂടുതലൊന്നുമല്ല, എൻ്റെ ഉപവാസം ഒന്നുമല്ല. എൻ്റെ മാതാവ് വാടിയുടെ ചെളിക്കൂട്ടത്തിൽ വന്നിരുന്നപ്പോ തമ്പുരാനൊരു വാക്ക് പറഞ്ഞതാ, തലമുറയെ ഞാൻ കൈവിട്ട് കളയത്തില്ലെന്ന്, കുഞ്ഞുങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ലെന്ന്.
ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാ, ഈ വന്നിരിക്കുന്നതിന്റെ നീതി ഇന്നല്ല ദൈവം വെളിപ്പെടുത്താൻ പോകുന്നേ. കൊച്ചുമക്കളുടെ കാലഘട്ടം ഒന്ന് എത്തിക്കോട്ടെ. ഈ ശരീരം വയ്യാതിരുന്നിട്ടല്ലയോ നീ വന്നിരിക്കുന്നേ, ശരീരം നുറുങ്ങുന്ന വേദനയോടല്ലയോ നീ വന്നിരിക്കുന്നേ. ഇന്നല്ല അതിന്റെ നീതി വെളിപ്പെടുത്താൻ പോകുന്നേ. തലമുറയുടെ കാലഘട്ടം ഒന്ന് എത്തിക്കോട്ടെ. തമ്പുരാൻ അതിന് കടക്കാരനല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ചില ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് മടങ്ങിപ്പോകുമ്പോൾ, ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ ഞാനങ്ങനെ എൻ്റെ കൂടെ ആരെങ്കിലും കൊണ്ടുപോകുന്ന ഒരാളല്ല. വളരെ റെയറായിട്ട്, അത്രയും എൻ്റെ ശരീരം വയ്യെങ്കിൽ മാത്രമേ ഞാൻ വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വിളിക്കത്തുള്ളൂ. ചർച്ചിൽ ഇന്നും വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. പോകുമ്പോൾ കൊണ്ടുപോണേ അച്ചാച്ച എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ഇന്നും ഞങ്ങളുടെ ചർച്ചിലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആരെയും മീറ്റിങ്ങിൽ, ഒന്നെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ വേണം. വൈഫ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ച് കാറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് കൂടുതൽ സംസാരിക്കുന്നത്. പലപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയുന്നത് എൻ്റെ വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ. ആ മീറ്റിങ്ങിൽ എൻ്റെ കർത്താവ് എന്നെ ഉപയോഗിച്ച വിധങ്ങളൊക്കെ ഓർത്ത് ഞാൻ എൻ്റെ യേശുപ്പായോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് ആ കാറിനകത്ത് ഇരിക്കുമ്പോൾ. ചില യോഗങ്ങൾ, എല്ലാ മീറ്റിങ്ങൊന്നും അല്ല കേട്ടോ, ചില യോഗങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് കണ്ണൊക്കെ നിറയും. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, അപ്പാ ആ യോഗത്തിൽ പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ല, ആ മീറ്റിങ്ങിൽ പോകാൻ ഞാൻ യോഗ്യനല്ല. അവർ ആ രാജ്യത്തിലെ യോഗം കണ്ടക്ട് ചെയ്തപ്പോൾ എന്താപ്പാ എന്നെ വിളിച്ച്, ഞാൻ ആ മീറ്റിങ്ങിനകത്ത് പോകാൻ യോഗ്യനല്ല. ചില എയർപോർട്ടുകളിൽ ചെന്നിറങ്ങുമ്പോൾ, ചില എമിഗ്രേഷനകത്ത് ക്യൂ നിൽക്കുമ്പോൾ, പാസ്പോർട്ടിൽ ചില രാജ്യങ്ങളുടെ സീലുകൾ ഇങ്ങനെ എൻട്രി ആകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറയും, അപ്പോൾ ഞാൻ ആ രാജ്യത്ത് പോകാൻ യോഗ്യനല്ല. എന്നിട്ട് നീ എന്താ കർത്താവ് എനിക്ക് ആ മീറ്റിംഗ് സെറ്റ് ചെയ്തേ? എന്താ അപ്പം അവർ എന്നെ ഓർത്ത്, എന്നെ ആരറിയാനാ? അപ്പോഴൊക്കെ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നൊരു ശബ്ദമുണ്ട്. എടാ, അത് നിൻ്റെ പ്രസംഗത്തിൻ്റെ കൂടുതലൊന്നും അല്ലടാ, നീ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല, നീ എടുക്കുന്ന പോയിൻ്റ് ഒന്നും അതുകൊണ്ടൊന്നും അല്ല അവർ വിളിച്ച്. നിൻ്റെ മാതാവേ ചെളിക്കൂട്ടത്തിൽ വന്നിരുന്നപ്പം ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു, തലമുറയെ ഞാൻ എന്തായാലും ഉപേക്ഷിച്ച് കളയത്തില്ല കേട്ടോ. തലമുറയെ ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ല. വളരെ കുറച്ച് മീറ്റിങ്ങുകൾക്കകത്തൊക്കെ സിൻസിയറായി ഞാൻ പറയാം, വളരെ കുറഞ്ഞ മീറ്റിങ്ങുകൾക്കകത്തൊക്കെ മാത്രമേ ഞാൻ കണ്ണുനീരോടെ പ്രസംഗിക്കാറുള്ളൂ. ചില മീറ്റിങ്ങിനകത്തൊക്കെ പാട്ട് പാടുമ്പോഴോ, പ്രസംഗിക്കുമ്പോഴോ, പ്രാർത്ഥിക്കുമ്പോഴോ, അഭിഷിക്തന്മാർ ആരാധനയിൽ ഇടിയുമ്പോഴോ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ എനിക്കുറപ്പാണ് ആ ചർച്ചിനകത്തൊരു ഭയങ്കര ദൈവസാന്നിധ്യം വാടുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയും, എൻ്റെ കർത്താവ് ഇന്ന് രാത്രി യോഗത്തിനകത്ത് വന്നിട്ടുണ്ട്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തന, നിനക്ക് സന്തോഷം ദൈവം മടക്കി തരും. നീ കരഞ്ഞ് 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 നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയം പറഞ്ഞ ദൂത, നീ തള്ളപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ പട്ടിണിക്കിടാനല്ലല്ലോ ദൈവം വിളിച്ച്. പറ, എൻ്റെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരണം. എൻ്റെ കൊച്ചുമക്കളുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. ഞാനിതെൻ്റെ ഹൃദയം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക. അനുഗ്രഹിപ്പാനല്ലാതെ എൻ്റെ കയ്യിൽ ദൈവം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇന്നാണ് അഭിമന്യു പാഷയ്ക്ക് 10 ബന്ധം കിട്ടിയത്. ഇന്നാ പറയാറേ, ഇന്നാ എനിക്ക് 10 അഭിഷക്തന്മാരായിട്ടുള്ള ബന്ധം കിട്ടിയത് ഇന്നാ. പക്ഷെ ഒരു വാഴയുടെ ചെളിക്കൂട്ടത്തിൽ എൻ്റെ മാതാവ് പോയിരിക്കുമ്പോൾ എൻ്റെ മാതാവ് അറിഞ്ഞില്ല. ആമേൻ. തുടക്കം ഇതാണോ? പാട്ടുകാരൻ പാടുന്നത് പോലെ ആടിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, തമ്പുരാനെ ഞങ്ങളങ്ങ് എടുത്ത് ചാടുക എന്ന് പറഞ്ഞങ്ങ് ചാടിയതാ. അവസാനത്തെ കച്ചു തുരുമ്പ് കയറി പിടിക്കുന്ന സന്തോഷത്തോടെ എൻ്റെ മാതാവ് വാഴയുടെ ചെളിക്കൂട്ടത്തിരുന്ന് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, ഒറ്റ വാക്കേ പറഞ്ഞോളൂ, നീ ജീവനുള്ളവരാണെങ്കിൽ, അപ്പം നീ കൈകാലുകൾ ചലിപ്പിക്കുന്നവരാണെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം, നീ എൻ്റെ വീടിൻ്റെ ശാപമൊന്നും അഴിക്കണ്ട, എൻ്റെ മക്കളെ നീ മാനിച്ചില്ലെങ്കിൽ സാരമില്ല, പക്ഷെ നീ ജീവിക്കുന്നവനാണെങ്കിൽ ഇന്ന് രാത്രി വാഴയുടെ മറവിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരാവോ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. സ്തോത്രം. ഞാൻ പോയി പ്രാർത്ഥിച്ച ഒരു ദൈവവും കണ്ണു തുറന്ന് എന്നെ നോക്കിയിട്ടില്ല. ഞാൻ കൊണ്ടുവച്ച ഒരു പൂജാ വസ്തുക്കളും ഒരു ദൈവം കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ ഈ വന്നിരുന്നത് ആ പാസ്റ്റർ കണ്ടിട്ടില്ല, അവിടെ ഇരിക്കുന്ന ആ വിശ്വാസികൾ കണ്ടിട്ടില്ല. എന്നെ ഈ വാഴയുടെ മറവിൽ കാണാൻ കഴിവുള്ള 2 കണ്ണുകളുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, എനിക്കിന്ന് രാത്രി നിന്നെ കാണണം. ഹലോ, എൻ്റെ
എൻ്റെ മാതാവ് അന്ന് രാത്രി ഇത് ചുമ്മാതെ പറഞ്ഞതാ. ഇല്ല, അങ്ങനെ ഒരുത്തൻ ഇറങ്ങി വരത്തില്ല. ഇല്ല, അവസാനത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കച്ചിത്തുരുമ്പ് കീഴിപ്പിടിക്കുന്ന പോലെ എൻ്റെ മാതാവ് പറഞ്ഞു, ഒന്ന് ഇറങ്ങി വരാമോ? അത് താൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവ് അടുത്ത സാക്ഷ്യത്തിൽ പറയുന്ന വാക്കിങ്ങനെയാ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാടാ ഞാൻ ഒരുത്തനെ കാണുകാടാ, തേജസ്സിനൊക്കെ വാരി ചുറ്റിയിട്ട് മഹത്വത്തിന്റെ നടുവിലേക്ക് മേഘത്തിലേക്ക് ഒരുവൻ ഇറങ്ങി വരുവാ. ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം ഒരു അമ്മൂമ്മ കഥയുടെ ദൈവമല്ല. നീ ആരാധിക്കുന്ന ദൈവം ഒരു കെട്ടുകഥയുടെ ദൈവമല്ല. നീ ആരാധിക്കുന്ന ദൈവം ഒരു പഴക്കം ചെന്ന ഒരു ബാലരമ കഥ. യേശു ജീവിക്കുന്ന ദൈവമാ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തിപ്പറ, എന്റെ യേശു ജീവിക്കുന്ന ദൈവമാണേ. അവൻ എനിക്ക് സന്തോഷം മടക്കി തരൂ. അവൻ ഇനിയും എനിക്ക് ആനന്ദം മടക്കി തരൂ. ലോർഡ് ഹോളി സ്പിരിറ്റ്, അന്ന് രാത്രിയിൽ എൻ്റെ മാതാവ് തിരിച്ചറിഞ്ഞു യേശു തന്നെ. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്, എൻ്റെ മാതാവ് തിരിച്ചറിഞ്ഞു. എൻ്റെ ആമേൻ, യേശു തന്നെ തൊടുന്നതായിട്ട് താൻ തിരിച്ചറിഞ്ഞു. സ്തോത്രം. തൊട്ടതാരായെന്നറിയാൻ വേണ്ടി എൻ്റെ മാതാവ് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നേ, താനിപ്പോൾ ഇരിക്കുന്ന വാഴയുടെ മറവിലല്ല, ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തുറയില്ല. 6-7 സെക്കൻഡ് നടക്കുന്ന ഒരു അനുഭവം. ഈ സെക്കൻഡ് ഇടയിൽ വെച്ച് എഴുന്നേറ്റത് എനിക്കറിയില്ല, നടന്നതറിയില്ല, മീറ്റിങ്ങിൽ ഫ്രണ്ടിൽ വന്നിരുന്ന എനിക്കറിയില്ല. ആത്മവശതയില്ലെന്ന് പെന്തക്കോസിലെ സകല അച്ചാച്ചന്മാർ തലയും കുത്തി പറഞ്ഞാലും ഞാൻ പറയും, വിശ്വസിക്കുന്നവനെ ആത്മവിവശതയിൽ എടുത്തുകൊണ്ട് പോകാൻ കഴിവുള്ള യേശുവിനെ ഞാൻ ഇന്നും ആരാധിക്കുന്നേ. നീ പോലും അറിയാതെ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ ആത്മവിവശതയ്ക്കകത്ത് എടുത്തുകൊണ്ട് പോകുന്നൊരു മഹത്വ ഫിലിപ്പോസേ, നീ പോലും അറിയാതെ നിന്നെ അസ്തോദിനകത്ത് എടുത്തു കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ഏലിയാവേ, നീ പോലും അറിയാതെ നിന്നെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ്. Yes, Lord, the Holy Spirit. വിശ്വസിക്കുന്നവനെ ആത്മവിവശതയ്ക്കകത്ത് ആമേൻ. യോഹന്നാനെ, നീ കിടക്കുന്നത് പത്മോസിന്റെ ഏകാന്തതയിലെങ്കിലും നീ പോലും അറിയാതെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ്. വിശ്വസിക്കുന്നവരെ പറ, ഇതൊരു ആത്മശക്തിയുടെ രാത്രി. യേശുവിന്റെ നാമത്തിൽ അവൻ എനിക്ക് ആനന്ദം മടക്കി നൽകും. Lord, the Holy Spirit. ലബന റഖന ശിതിയ ലറഖനിയ ലസതകേലിയ റഖനിയ തനാദിയ. യെസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കപ്പെടുമെന്നായി സ്തോത്രം. യേശുവിനെ കണ്ടെത്തൂ. എൻ്റെ മാതാവ് കണ്ണു തുറന്നപ്പോൾ മീറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ തുറകില്ല. ക്രിസ്ത്യാനികൾ തോളത്തോട് തോള് തൊട്ടി ചോദിച്ചു, ഇത് അർജുനൻകുട്ടിയുടെ ഭാര്യയല്ലേ, ഇവളെങ്ങനെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്നത്? എൻ്റെ അമ്മ തിരിച്ചൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക കഴിഞ്ഞ 19 വർഷങ്ങളായി എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നേ. ജോലി വേണ്ട, യേശുവിൻ്റെ വേല മതിയെന്ന് എന്നെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് ആ ഒറ്റ വാക്കിങ്ങനെ, അയ്യോ നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ യോഗത്തിൽ വന്നത്. ഇന്ന് രാത്രി ഞാൻ മരിക്കാനിരുന്നവളാ, പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഒരുത്തിനെ കണ്ടു. ആരെയാ നീ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മാതാവ് തിരിച്ചു പറഞ്ഞു, ഞാൻ കണ്ടവൻ എൻ്റെ യേശുവാന്ന് എനിക്ക് മനസ്സിലാ. എൻ്റെ യേശു ജീവിക്കുന്നെന്ന് ലജ്ജയില്ലെങ്കിൽ കരമുയർത്തി പറ, എൻ്റെ യേശു ജീവിക്കുന്നു. എല്ലാരും പറ, എൻ്റെ യേശു. കുഞ്ഞുങ്ങളൊക്കെ പറ മക്കളെ, ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. ശബ്ദമുയർത്തി പറ, ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. ഉറപ്പിച്ച് ഞാൻ പറയാം കേട്ടോ. ആമേൻ. ഈ എൻ്റെ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എൻ്റേതാ കേട്ടോ. ഇത് ലൈവ് പോകുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ആ പദം ഇറങ്ങി പറയും. ജീവിക്കുന്നത് 33 കോടി ദൈവങ്ങളല്ല, ജീവിക്കുന്നത് 60,600 അസുരഗണങ്ങളല്ല, ജീവിക്കുന്നത് 1001 ബലികുണ്ട ദേവതകളല്ല, ജീവിക്കുന്ന 101 മന്ത്രമൂർത്തികളല്ല, ജീവിക്കുന്നത് ഭൂതങ്ങളല്ല, പ്രേതങ്ങളല്ല, കാട്ടുപിശാചുക്കളല്ല, 10 കൊമ്പുള്ള ദൈവമല്ല ജീവിക്കുന്നത്, 10 തലയുള്ള ദൈവമല്ല ജീവിക്കുന്നത്, കഴുത്തെ പാമ്പ് ചുറ്റിയവന് നാക്ക് നീട്ടി നിന്നെ പേടിപ്പിക്കുന്ന രൂപമുള്ള ശൂലം പിടിച്ചവനുമല്ല ജീവിക്കുന്നത്. ജീവിക്കുന്നവൻ പാതാളത്തെ ജയിച്ചവൻ ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവൻ ജീവിക്കുന്നു, വേഷമുള്ളിനെ തകർത്തവൻ ജീവിക്കുന്നു, അത്ഭുത മന്ത്രിയായവൻ ജീവിക്കുന്നു, വീരനാ ദൈവമായവൻ ജീവിക്കുന്നു, നിത്യപിതാവായവൻ ജീവിക്കുന്നു, സമാധാനത്തിന്റെ പ്രഭുവായവൻ ജീവിക്കുന്നു. അൽഫയും ഒമേഗയും ആദിയും അന്ത്യനുമായവൻ ജീവിക്കുന്നു. ആമേൻ. നീതി സൂര്യനായവൻ ജീവിക്കുന്നു, പനിനീർ പുഷ്പമായവൻ ജീവിക്കുന്നു, ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ജീവിക്കുന്നു, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ജീവിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ അത് തുറക്കാൻ കഴിവുള്ളവൻ ഒരുത്തനുമില്ല. യേശു ജീവിക്കുന്നു. ഉറക്കെ പറ, ജീസസ് ഈസ് അലൈവ്.